Live. Okay, hi guys. Hello. Hi guys. Hello. Good evening. Good evening all. ഇത് ഭയങ്കര ഇതാണല്ലോ നന്ദു. വീഡിയോ ഭയങ്കര ഓവർലൈറ്റഡ് ആണല്ലോ ഫേസ് ഒക്കെ. വെളിച്ചം കൂട്ടിയതായി. ഗുഡ് ഈവനിങ് ഓൾ. ഹായ് ഗായ്സ്. ഞാൻ ശരിക്കും പറഞ്ഞ നല്ല ഹൈറ്റ് എജുപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ വൻ ഉയരങ്ങളിലാണുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ഞാൻ സത്യത്തിൽ എവിടെ ഇരുന്ന ക്ലാസ് എടുക്കുന്ന അറിയുമെന്ന് പറയണ്ടല്ലേ, അവർക്ക് സങ്കടമായാലോ. ഓക്കെ, എനിവേ കം ഹിയർ ഗൈസ്. മക്കളെ, നമ്മൾ എന്താ പറയുക, രാവിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണമെന്ന് കരുതി നമുക്ക് 3 ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ബാക്കി നമ്മൾ വേണ്ട ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബാക്കി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, നോമ്പ് തുറന്ന് വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം താങ്ക് യു. നോമ്പ് തുറന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വാ ഇനി നമ്മൾ അങ്ങ് ചാപ്റ്റർ മൊത്തം കഴിഞ്ഞിട്ട് നിർത്താം. സോ ലുക്ക് ഗൈസ്. ഓക്കെ, ശരി, സെറ്റ്. നമ്മൾ രാവിലെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോമ്പ് പോയിട്ടാണ് ക്ലാസ് എടുത്തത്. സത്യം പറഞ്ഞാൽ നൈറ്റ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും രാത്രി എന്തോ ഉറക്കം വന്നില്ല. ഇന്ന് രാവിലെ ആയപ്പോൾ വൻ ക്ലാസ് എടുത്തുകൊണ്ട് ഉറങ്ങാണ്ടേ ക്ലാസ് എടുത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയില്ല. ആ ലെവലിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഞാൻ ഫുൾ എനർജിയിലാണുള്ളത്, കംപ്ലീറ്റ് എനർജിയിലാണ്. മേശയിലല്ല ഇരിക്കുന്നത്, മേശയാണെങ്കിലും വേണ്ടിയില്ല, മേശമ്പോൾ വേറെ ചെയർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഒരു ചെറിയ മേശയുടെ പുറത്ത് വേറൊരു ചെയർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇല്ല, എത്തൂല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ വീണ് പോയാൽ ഉറപ്പിച്ചോളി ഞാൻ തീർന്നു എന്ന്. കാരണം അത്രയും ഹൈറ്റിലാണ് ശരിക്കും ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. സോ മക്കളെ, യെസ്, ഇതെത്തും. നന്ദു, എനിക്ക് വെള്ളം കൊണ്ടുവരണം. അനങ്ങാൻ പറ്റൂല എന്നറിയാലോ, എനിക്ക് വിളിക്കാൻ പറ്റൂല, അങ്ങോട്ട് വരണം. സാറിന്റെ കിളി പോയിരുന്നു സാർ, സത്യം. കിളി മാത്രമല്ല, എല്ലാം പോയിരുന്നു രാവിലെ. ശരി, കം ഹിയർ. സാർ കുളിച്ചില്ലല്ലേ? കുളിച്ചിട്ട് രാവിലെ കുളിച്ചിട്ടാ ക്ലാസ് എടുത്ത്, പിന്നെ ഇവിടെ കിടന്നൊന്നും ഉറങ്ങി. എനിവേ ബാട മതി. ഇനി തമാശയൊക്കെ മതി മക്കളെ. നമ്മൾ ആദ്യം തന്നെ നോക്ക്, ബാക്കി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. ഇതിന്റെ വെയിറ്റേജ് നിങ്ങൾക്ക് ഇപ്പോൾ 30 മാർക്കിന് എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വെയിറ്റേജ് നമ്മൾ നോക്കിയിട്ട് കാണുന്നത് 5 മാർക്കാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചാടാൻ പോവാണ് മേശയുടെ മുകളിൽ നിന്ന്. 1 സെക്കൻഡ്, സോറി. വളരെ കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ബിലാൽ സർ, സത്യം ഞാൻ ഇതെല്ലാം ഒഴിവാക്കാൻ പോകും. അത് നടപടിയാവും തോന്നുന്നില്ല. മേശമെന്ന് ചാടി ഗൈസ്, മേശമെന്ന് ഞാൻ ചാടിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, വാ. സോ കമോൺ, സെറ്റ് അല്ലേ? എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നില്ലേ? സാറിന് ഭ്രാന്തായി പോയതാണോ, നിങ്ങൾക്ക് ഭ്രാന്തായി പോയതാണോ? ക്യാ ഹുവാ? നന്ദു, ഞാൻ മേശമെന്ന് ചാടി, എന്നെ ഒന്ന് പൊക്കിക്കേ. നടക്കൂലത്, ഞാൻ അങ്ങനെ കൊഴിഞ്ഞാടിയാലേ. ഓക്കെ, പൊക്ക്. യെസ്, റൈറ്റ്, ഗ്രേറ്റ്. സോ കം ഹിയർ ഗൈസ്. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം മെൻഡൽസ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് 5 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ഫുൾ മാർക്ക് ഇതോടുകൂടി പഠിക്കണം. കം ഹിയർ. ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാണ്ടായിരുന്നത്? മെൻഡൽസ് എക്സ്പെരിമെന്റ് ആണ്. മെൻഡലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെൻഡൽസ് മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസിൽ മെൻഡൽ ചെയ്തത്? മെൻഡൽ ചെയ്ത കാര്യം, മെൻഡൽ ട്രൂ ബ്രീഡിംഗ് ടോൾ പീ പ്ലാന്റിനെയും ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പീ പ്ലാന്റിനെയും കൂടെ ക്രോസ് ചെയ്യിപ്പിച്ചു. എന്താ ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ? ഹോമോസൈഗസ് എന്നാണ് അർത്ഥം. ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ്. ദാറ്റ് ഈസ് ഇപ്പൊ ക്യാപിറ്റൽ ടി ഇയാൾ എന്താണ്? ഹോമോസൈഗസ് ആണ്. എന്താ ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ? ഒരേ അലീലുകളായിരിക്കണം രണ്ടും അല്ലെ? ഇനി സ്മോൾ ടി ഇതും എന്താണ്? ഹോമോസൈഗസ് ആണ്. അതേസമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടിയോ ഇത് ഹെറ്റിറോസൈഗസ് ആണ്. ഇതെന്താണ്? ഹെറ്റിറോസൈഗസ് ആണ് അല്ലേ? നമുക്കറിയാം. ശരി, അപ്പൊ നോക്കൂ, ഹോമോസൈഗസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്. എന്താണ്? ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്നാ പറയാ. സോ മെൻഡല് അദ്ദേഹത്തിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ചെയ്ത കാര്യം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? പെട്ടെന്ന് പഠിക്കുക, ഉറപ്പാണ്. മോണോ ഹൈബ്രിഡ് ക്രോസിൽ മെൻഡൽ ചെയ്തത് ഒരു ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോൾ പീ പ്ലാന്റിനെയും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഡോർഫ് പീ പ്ലാന്റിനെയും കൂടെ ക്രോസ് ചെയ്യിപ്പിച്ചു അല്ലെ? ശരിയല്ലേ കുട്ടികളെ? ശരി. ട്രൂ ബ്രീഡിംഗ് ടോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി, ട്രൂ ബ്രീഡിംഗ് ഡോർഫ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടി. നോക്കട്ടെ, ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും?
നോക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ ക്യാപിറ്റൽ ടി അടുത്ത ക്യാപിറ്റൽ ടി അല്ലേ, രണ്ട് ഗാമീറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് കാണിക്കാം, ശരി. പക്ഷേ ദാറ്റ് ഈസ് ഒരൊറ്റ ടൈപ്പ് അല്ലേ ഉണ്ടാവുന്നുള്ളൂ മക്കളെ, ഒരൊറ്റ ടൈപ്പ് അല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലടാ, നിങ്ങൾ ആ ഒരൊറ്റ ടൈപ്പ് അങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ടൈപ്പ് ഗാമീറ്റ് മാത്രം, ഇവിടുന്ന് ഈ ഒരു ടൈപ്പ് മാത്രം, അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെൻ്റലിന് എന്താ കിട്ടിയിട്ടുണ്ടാവുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദാറ്റ് ഈസ് ടോൾ പീ പ്ലാന്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആൻഡ് ദിസ് ഈസ് കോൾഡ് F1 ജനറേഷൻ അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? F1 ജനറേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താ ചെയ്തത്? ഈ F1 ജനറേഷനെ മെൻ്റൽ സെൽഫ് പോളിനേഷൻ നടത്തിയല്ലേ, F1 സെൽഫിങ്. അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ. സോ F1 സെൽഫിങ്, ഈ F1 പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ നടത്തുന്നു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ടോൾ പ്ലാന്റിനെ അയാളുമായി തന്നെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ക്രോസ് ചെയ്താൽ ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് കിട്ടും മക്കളെ? ക്യാപിറ്റൽ ടി ഉള്ള ഗാമീറ്റ്, സ്മോൾ ടി ഉള്ള ഗാമീറ്റ്, ക്യാപിറ്റൽ ടി ഉള്ള ഗാമീറ്റ്, സ്മോൾ ടി ഉള്ള ഗാമീറ്റ് അല്ലേ. ഇതും ഇതുകൂടെ ഫ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ടി, ഇതും ഇതുകൂടെ ഫ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതുകൂടെ ഫ്യൂസ് ചെയ്ത സ്മോൾ ടി അല്ലേ. അപ്പോൾ നോക്കൂ, ഇതിൽ നമ്മൾ ആളുകളെ നോക്കിയാൽ ഇയാൾ ടോളാണ്, ഇയാളും ടോളാണ്, അവസാനത്തെ ആൾ മാത്രം എന്താണ്? ഡോർഫാണ്. ആൻഡ് ദിസ് ജനറേഷൻ ഈസ് കോൾഡ്, ഈ ജനറേഷൻ മെൻ്റൽ എന്താ വിളിച്ചത്? F2 ജനറേഷൻ എന്ന് വിളിച്ചു അല്ലേ. അപ്പം മെൻ്റൽ ആദ്യം നോക്കൂ, ട്രൂ ബ്രീഡിംഗ് ടോൾ പ്ലാന്റിനെയും ട്രൂ ബ്രീഡിംഗ് ഡോർഫ് പ്ലാന്റിനെയും ആണ് ആദ്യം എടുക്കുന്നത്. ദിസ് ഈസ് കോൾഡ് പാരന്റൽ ജനറേഷൻ. അതിന് ക്രോസ് പോളിനേഷൻ നടത്തിയിട്ട് കിട്ടിയ കുട്ടികളെ മെൻ്റൽ F1 ജനറേഷൻ എന്നാണ് വിളിച്ചത്. F1നെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ കിട്ടിയ കുട്ടികളെ എന്താ വിളിച്ചത്? F2 ജനറേഷൻ എന്ന് വിളിച്ചു. ഇനി F2വിലെ ഫീനോടൈപ്പിക് റേഷ്യോ, ജീനോടൈപ്പിക് റേഷ്യോ. F2വിലെ ഫീനോടൈപ്പിക് റേഷ്യോ എന്താടാ? വാട്ട് ഈസ് ഫീനോടൈപ്പ്? ഒബ്സർവബിൾ ഫീച്ചർ ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ഫീനോടൈപ്പ്. നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ കുറച്ച് രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഫീനോടൈപ്പ്. ഓക്കെ. അതേസമയത്ത് വാട്ട് ഈസ് ജീനോടൈപ്പ്? ഒരാളുടെ ജീനുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അലീലുകളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ, വാട്ട് ഈസ് ദ, ഉറക്കെ പറഞ്ഞേ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ കൂടെ പറഞ്ഞേ, ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ജീനോടൈപ്പ്. വാട്ട് ഈസ് ഫീനോടൈപ്പ്? ദ ഒബ്സർവബിൾ ഫീച്ചർ ഓർ ദ ഒബ്സർവബിൾ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം. അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഫീനോടൈപ്പിക് റേഷ്യോ നോക്കിയാൽ 3 ടോൾ ഈസ് ടു 1 ഡോർഫ് അല്ലേ, 3:1. അതേ സമയത്ത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ജീനോടൈപ്പിക് റേഷ്യോ. നോക്കൂ, 1 ക്യാപിറ്റൽ ടി ഈസ് ടു 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു 1 സ്മോൾ ടി, ദാറ്റ് ഈസ് 1:2:1. സെറ്റ് ആണല്ലോ. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, വളരെ സാധ്യത കൂടിയ ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, നോക്കൂ, ഈ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് നോക്കൂ, മെൻ്റൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തത് ആരെയായിരുന്നു? പൈസം സറ്റൈവത്തിനെയായിരുന്നു. ദാറ്റ് ഈസ് ഗാർഡൻ പീ പ്ലാന്റിനെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. നോക്കൂ, ഈ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം 2 ലോകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തതാണ് ലോ ഓഫ് ഡോമിനൻസ്. ഒന്നാമത്തെ ലോ എന്താടാ? ലോ ഓഫ് ഡോമിനൻസ്. രണ്ടാമത്തെ ലോ ഏതാ? ലോ ഓഫ് സെഗ്രിഗേഷൻ. എന്താണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ. സോ വാട്ട് ഈസ് ദിസ് ലോ ഓഫ് ഡോമിനൻസ്? എന്താ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്? നോക്ക്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ പ്ലാന്റ് എന്താണ്? ആക്ച്വലി ടോളാണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്യാപിറ്റൽ ടി അലീല് ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ടി. ശരിയല്ലേ കുട്ടികളെ? സോ ലുക്ക്, ഇഫ് 2 ഡിഫറെൻറ്റ് അലീൽസ് കംസ് ഇൻ എ ജീനോടൈപ്പ്, ഒരു ജീനോടൈപ്പിൽ 2 ഡിഫറെൻറ്റ് അലീൽസ് വന്നു കഴിഞ്ഞാൽ 1 ഡോമിനേറ്റ്സ് ദ അതർ ആൻഡ് ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് ഡോമിനൻസ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. സോ അവർ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ് ഓർ അലീൽസ്. നമ്മുടെ ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് അലീലുകളാണ് അല്ലെങ്കിൽ ഫാക്ടറുകളാണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ആൻഡ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. എപ്പോഴും നമ്മൾ ഓരോ ജീവികളെയും നോക്കിയാൽ ആ ജീവികളിൽ ഓരോ ജീനിൻ്റെയും ഫാക്ടറുകൾ പെയർ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഏതൊരു ക്യാരക്ടർ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ജീൻ എടുത്താലും അതിന് 2 അലീൽ ഉണ്ടാവും. അവരെപ്പോഴും പെയർ ആയിട്ടാണ് ഉണ്ടാവുക. നൗ ഇൻ എ പെയർ ഓഫ് ഡിസിമിലർ ഫാക്ടേഴ്സ്, ഒരു ഡിസിമിലർ ഫാക്ടർ ഉള്ള പെയർ എടുത്തു കഴിഞ്ഞാൽ 1 ഡോമിനേറ്റ്സ് ദ അതർ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്താകുന്ന കുട്ടികളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഡോമിനൻസ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഇൻ എ ഹെറ്റിറോസൈഗസ് ജീനോടൈപ്പ് 1 ഫാക്ടർ ഓർ 1 അലീൽ ഡോമിനേറ്റ്സ് ദ അതർ അലീൽ. അതാണ് ലോ ഓഫ് ഡോമിനൻസ്. Now what is law of segregation? എന്താ മക്കളെ ലോ ഓഫ് സെഗ്രിഗേഷൻ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്ലാന്റിന് ഗാമീറ്റ് ഉണ്ടാവുകയാണ്. ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഓരോ ഗാമീറ്റിലേക്ക് ഓരോ അലീലുകൾ പോകും. ശരിയല്ലേ? സോ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ അലീൽസ് ഇൻ എ പെയർ സെഗ്രിഗേറ്റ് such that one gamete receives only one allele. ഒരു ഗാമീറ്റിലേക്ക് ഒരു അലീൽ മാത്രമേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സെറ്റാണോ മക്കളെ? ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. സെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ പ്ലീസ്. റെഡി അല്ലേ?
റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യടാ പ്ലീസ് 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 ഡു കമൻറ്റ്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യം നോക്ക്. റെപ്രസെന്റ് മോണോഹൈബ്രിഡ് ക്രോസ് ഓഫ് എ ട്രൂ ബ്രീഡിംഗ് വയലറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്. നോക്കൂ, നമ്മൾ പീ പ്ലാന്റ് അല്ലെങ്കിൽ പൈസം സർട്ടിഫിക്കറ്റ് നോക്കിയാൽ വയലറ്റ് ഡോമിനൻ്റ് ആണ്, വൈറ്റ് റെസസീവ് ആണ്. അപ്പോൾ വയലറ്റിന് നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു എടുക്കേണ്ടത്. ട്രൂ ബ്രീഡിംഗ് വയലറ്റിനെ നമ്മൾ ആരുമായിട്ട് ക്രോസ് ചെയ്യണം? ട്രൂ ബ്രീഡിംഗ് വൈറ്റുമായിട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ വൈറ്റ് റെസസീവ് ആണ്, സ്മോൾ ഡബ്ല്യു എടുക്കണം കേട്ടോ. ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ. നോക്കൂ, ഇത് ക്യാപിറ്റൽ ഡബ്ല്യു ആണെങ്കിൽ വൈറ്റ് സ്മോൾ ഡബ്ല്യു ആണ്. പിന്നെ ഇവിടുന്ന് എങ്ങനെയാ ഒരൊറ്റ ടൈപ്പ് അല്ലേ ഉണ്ടാവുക? ദാറ്റ് ഈസ് അവിടുന്ന് ക്യാപിറ്റൽ ഡബ്ല്യു, ഇവിടുന്ന് സ്മോൾ ഡബ്ല്യു. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ F1 ജനറേഷൻ കിട്ടും. ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, പിന്നെ F1 സെൽഫിങ് നടത്തുക. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പുന്നറ്റ് സ്ക്വയർ വരച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ. വാട്ട് ഈസ് പുന്നറ്റ് സ്ക്വയർ? നോക്കൂ, നമ്മൾ ഈ ജനറ്റിക് ക്രോസിൽ നമ്മൾ നോക്കൂ ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കാറില്ലേ? അതിന് പകരം നമുക്ക് വേണമെങ്കിൽ പുന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. നിങ്ങളോട് പറയുകയാണ്, ഇപ്പൊ നോക്കൂ, ഒരു പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇറ്റ് ഈസ് ഫ്യൂസിങ് വിത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവർ തമ്മിലൊരു ക്രോസ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്ര ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുന്നുണ്ട്? 2 ടൈപ്പ്. ഇവിടെയോ 2 ടൈപ്പ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് പുന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. നോക്ക്, ഇങ്ങനെ വരയ്ക്കുക. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈന് ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എത്ര ടൈപ്പ് ഗാമീറ്റ് ഉണ്ടോ ഒരു സൈഡിലെ ഗാമീറ്റ്, ഒരു പ്ലാന്റിന്റെ ഗാമീറ്റ് ഇവിടെ എഴുതുക, ഒരു പാരന്റിന്റെ ഗാമീറ്റ് മുകളിൽ എഴുതുക, ഒരു പാരന്റിന്റെ ഗാമീറ്റ് സൈഡിൽ എഴുതുക. റെഡി അല്ലേ? അതിനുശേഷം നോക്കൂ, ഇവിടെ ഇപ്പോൾ ആക്ച്വലി 2 പേര് അല്ലേ? ഇവിടെ 1 2 2 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ദേണ്ട ഇങ്ങനെ 2 റോ ആക്കി കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി മുകളിൽ നോക്ക്, 2 കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അവർക്കിടയിൽ ഒന്നിങ്ങനെയും വരച്ചു കൊടുക്കുക. തീർന്നടാ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് യുവർ പുന്നറ്റ് സ്ക്വയർ. ഇതാണ് പുന്നറ്റ് സ്ക്വയർ. പുന്നറ്റ് സ്ക്വയർ വരക്കാനുള്ള ഏറ്റവും സിമ്പിൾ ഐഡിയ ഇതായിട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ 2 വര ഇട്ട് കൊടുക്കുക, 2 സൈഡിലെയും ഗാമീറ്റ് കാണിക്കുക. എന്നിട്ട് എത്ര ഗാമീറ്റ് ഉണ്ടോ അതിനനുസരിച്ച് കോളങ്ങളും റോകളും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നോക്ക്, മുകളിൽ നിന്ന് ക്യാപിറ്റൽ ടി, സൈഡിൽ നിന്നും ക്യാപിറ്റൽ ടി, മുകളിൽ നിന്ന് സ്മോൾ ടി, സൈഡിൽ നിന്ന് ക്യാപിറ്റൽ ടി, മുകളിൽ നിന്ന് ക്യാപിറ്റൽ ടി, സൈഡിൽ നിന്ന് സ്മോൾ ടി, മുകളിൽ നിന്നും സ്മോൾ ടി, സൈഡിൽ നിന്ന് സ്മോൾ ടി. സോ യു ക്യാൻ റെപ്രസെന്റ് ഇൻ ദിസ് വേ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഇത്രയും തവണ ചോദ്യങ്ങളായി ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു തവണ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ചിത്രം തന്നു, എന്നിട്ട് വാട്ട് ഈസ് ദിസ് പ്രോസസ് എന്ന് ചോദിച്ചു. അതായത് നിങ്ങൾ ഈ ചിത്രം കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പീ പ്ലാന്റിന്റെ പ്രത്യേകത, ഇതൊരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ്, ഇതൊരു മൊണേഷ്യസ് പ്ലാന്റ് ആണ്. ആ പ്ലാന്റിൽ മെയിൽ സെക്സ് ഓർഗാൻസും ഫീമെയിൽ സെക്സ് ഓർഗാൻസും ഉണ്ടാകും. അതായത് ആന്തറും കാണാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റിൽ തന്നെ ആന്തറും ഉണ്ട് പിസ്റ്റിലും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ പ്ലാന്റിലെ പോളൻ ഗ്രെയിന് പോയിട്ട് സ്റ്റിഗ്മയിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്തറുകൾ റിമൂവ് ചെയ്യുന്ന പിക്ചറാണിത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ്, എന്താ വിളിക്കുക? വെരി ഗുഡ്, ഇമാസ്കുലേഷൻ എന്നാണ് വിളിക്കുക. വെരി ഗുഡ്, ഇമാസ്കുലേഷൻ. ഒരു തവണ ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് F2 ജീനോടൈപ്പിക് റേഷ്യോ, F2 ഫീനോടൈപ്പിക് റേഷ്യോ. ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടെസ്റ്റ് ക്രോസ്. എന്താണ് ടെസ്റ്റ് ക്രോസ്? എന്താണ് ടെസ്റ്റ് ക്രോസിന്റെ സിഗ്നിഫിക്കൻസ്? ടെസ്റ്റ് ക്രോസ് സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് F2 ജനറേഷനിൽ ഒരു ടോൾ പ്ലാന്റ് കിട്ടി, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ വയലറ്റും വൈറ്റും തമ്മിലുള്ള ക്രോസ് എടുക്കാം. ട്രൂ ബ്രീഡിംഗ് വൈറ്റ്, ട്രൂ ബ്രീഡിംഗ് വയലറ്റ്, അവർ തമ്മിൽ ക്രോസ് നടത്തി. അങ്ങനെ നമുക്ക് F1 ജനറേഷൻ കിട്ടി, F2 ജനറേഷൻ കിട്ടി. F2 ജനറേഷനിൽ ശ്രദ്ധിക്കട്ടോ, F2 ജനറേഷനിൽ നിങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടി വിച്ച് വാസ് വയലറ്റ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആ പ്ലാന്റ് ഒന്നുകിൽ ക്യാപിറ്റൽ ഡബ്ല്യു ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ഈ പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ് എന്ന് നിങ്ങൾക്ക് അറിയണം. സോ ടു ഫൈൻഡ് ദ ജീനോ ടൈപ്പ് ഓഫ് ആൻ അൺനോൺ പ്ലാന്റ്, ഒരു അൺനോൺ പ്ലാന്റിൻ്റെ ജീനോ ടൈപ്പ് ഇതാണോ എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ടെസ്റ്റ് ക്രോസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ജീനോ ടൈപ്പ് ഓഫ് ആൻ അൺനോൺ പ്ലാന്റ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ ടെസ്റ്റ് പ്ലാന്റ് ഉണ്ടല്ലോ, ഈ ടെസ്റ്റ് പ്ലാന്റിനെ ഇറ്റ് ഈസ് ക്രോസ്ഡ് വിത്ത് റെസസീവ് പാരന്റ്. ആരുമായിട്ട് ക്രോസ് ചെയ്യണം? റെസസീവ് പാരന്റുമായിട്ട് നിങ്ങൾ ക്രോസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അൺനോൺ പ്ലാന്റിനെ റെസസീവ് പാരന്റ്, എന്താ ഈ റെസസീവ് പാരന്റ് എന്ന് പറഞ്ഞാൽ? റെസസീവ് പ്ലാന്റ് എന്ന് മനസ്സിലാക്കിയാൽ മതിയടാ.
അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വയലറ്റ് പ്ലാന്റിനെ നിങ്ങൾ ഒരു ട്രൂ ബ്രീഡിങ് വൈറ്റ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്താൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അൺനോൺ പ്ലാന്റ് ഉണ്ടല്ലോ, അയാൾ നിങ്ങൾ ട്രൂ ബ്രീഡിങ് ആയുള്ള വൈറ്റ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുക. അയാളാണല്ലോ റെസസീവ്. ക്ലിയർ അല്ലേ? അയാളുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. അങ്ങനെ ക്രോസ് ചെയ്താൽ ശ്രദ്ധിക്കുക മക്കളെ, ഈ വയലറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വയലറ്റ് എന്താവാം, ക്യാപിറ്റൽ ഡബ്ല്യു ആവാം. ഇമാജിൻ ഇതെങ്ങാനും ക്യാപിറ്റൽ ഡബ്ല്യു ആണെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ശ്രദ്ധിക്ക്, ഇഫ് യുവർ ടെസ്റ്റ് പ്ലാന്റ് ഈസ് ക്യാപിറ്റൽ ഡബ്ല്യു, അങ്ങനെയാണെങ്കിൽ അയാളെ നിങ്ങൾ സ്മോൾ ഡബ്ല്യുമായിട്ട് ക്രോസ് ചെയ്താൽ അതാണ് റെസസീവ് പാരന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈറ്റിന്റെ കേസിലാണെങ്കിൽ പാരന്റിന്റെ റെസസീവ് പാരന്റിന്റെ ജീനോടൈപ്പ് എന്താ, സ്മോൾ ടി ആണ് അല്ലെ, അയാളുമായിട്ട് ക്രോസ് ചെയ്യാം. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ മക്കളെ ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുന്നത്? ഒരൊറ്റ ടൈപ്പ്. ഇവിടെ നിന്നോ ഒരൊറ്റ ടൈപ്പ് അല്ലേ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു എന്തായിരിക്കും സംഭവിക്കുക? എല്ലാ കുട്ടികളും വയലറ്റ് ആയിരിക്കും. ശരിയാണോ? സോ ഇഫ് യുവർ ടെസ്റ്റ് പ്ലാന്റ് ഈസ് എ ഹോമോസൈഗസ് ഡോമിനന്റ് പ്ലാന്റ്. എന്താ ഹോമോസൈഗസ് ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ? ഹോമോസൈഗസും ആണ്, കയ്യിലുള്ള അലീൽ ഡോമിനന്റ് അലീലുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഹോമോസൈഗസ് ഡോമിനന്റ്. ഇപ്പൊ ക്യാപിറ്റൽ ടി ഇയാൾ ഹോമോസൈഗസ് ആണ്, പ്ലസ് ഈ അലീലുകൾ എന്താ, ഡോമിനന്റ് ആണ്. ഇനി സ്മോൾ ടി ദിസ് ഈസ് ഹോമോസൈഗസ് റെസസീവ്. ക്ലിയർ ആണല്ലോ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെറ്റിറോസൈഗസ്. അപ്പോൾ ഹോമോസൈഗസ് ഡോമിനന്റ്, നിങ്ങളുടെ ടെസ്റ്റ് പ്ലാന്റ് ഹോമോസൈഗസ് ഡോമിനന്റ് ആണെങ്കിൽ ടെസ്റ്റ് ക്രോസിലെ കുട്ടികളെല്ലാം തന്നെ ഡോമിനന്റ് ഫീനോടൈപ്പ് ആണ് കാണിക്കുക. സെറ്റ് അല്ലേ? എല്ലാ കുട്ടികളും ഒരു ടെസ്റ്റ് ക്രോസിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോജനികളെല്ലാം ഡോമിനന്റ് ഫീനോടൈപ്പ് ആയിരിക്കും. ബട്ട് ഇഫ് യുവർ ടെസ്റ്റ് പ്ലാന്റ് ഈസ് ഹെറ്റിറോസൈഗസ്, സപ്പോസ് നിങ്ങളുടെ ടെസ്റ്റ് പ്ലാന്റ് ഇങ്ങനെയായിരുന്നെങ്കിലോ, ടെസ്റ്റ് ക്രോസിന്റെ റിസൾട്ട് മാറ്റം വരും. ഇവിടെ രണ്ട് ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആണ്, ക്യാപിറ്റൽ ഡബ്ല്യു ഉള്ള ഗാമീറ്റ്, സ്മോൾ ഡബ്ല്യു ഉള്ള ഗാമീറ്റ്. ഇവിടെയോ സ്മോൾ ഡബ്ല്യു ഉള്ള ഗാമീറ്റ് മാത്രം. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കടാ, ഇതും കൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇതും ഫ്യൂസ് ചെയ്താൽ സ്മോൾ ഡബ്ല്യു. അതായത് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ, ഈ കുട്ടി ഇയാളുടെ നോക്കടാ മക്കളെ, ഇയാളുടെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വയലറ്റ് ആയിരിക്കും. ഇയാളോ സ്മോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാലോ വൈറ്റ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് 50-50 റേഷ്യോ. ശരിയാണ് കുട്ടികളെ? പകുതി പേര് ഡോമിനന്റ് ഫീനോടൈപ്പും പകുതി പേര് റെസസീവ് ഫീനോടൈപ്പോ കാണിക്കുക. സോ ഇഫ് ദ ഫീനോടൈപ്പ് ഷോ 50-50 റേഷ്യോ, ഒരു ടെസ്റ്റ് ക്രോസിലെ ഫീനോടൈപ്പുകൾ 50-50 റേഷ്യോ കാണിക്കുന്നു, അല്ലെങ്കിൽ 1:1 റേഷ്യോ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ടെസ്റ്റ് പ്ലാന്റ് ഒരു ഹെറ്റിറോസൈഗസ് പ്ലാന്റ് ആണെന്നാണ്. എന്താണെന്നാണ്? ഹെറ്റിറോസൈഗസ്. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. റെഡിയാണോ? നിങ്ങളുടെ NCERT ഉള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ക്രോസിനെ കുറിച്ച് ഇത്രയാ ചോദിക്കുക. ഒന്നുകിൽ ഈ ഒരു ചോദ്യം അങ്ങനെയാണ്, ടെസ്റ്റ് ക്രോസ് വരച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. ഒന്നുകിൽ അല്ല എങ്കിൽ നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ് എന്നായിരിക്കും. റെഡി ആണല്ലോ? ഇതൊക്കെ ടെസ്റ്റ് ക്രോസ് ബേസ് ചെയ്ത് വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. യാസർ ഫ്രണ്ട്സ് ആവാൻ താല്പര്യമുണ്ടോ? ആരാ ചോദിക്കുന്നത്? ആ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറേ ചങ്ങായിമാർ ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഈ കുട്ടികളെ ഇടങ്ങറാക്കാൻ വേണ്ടി സാമൂഹിക ദ്രോഹികൾ കമൻറ്റിൽ വരലടാ. ഞങ്ങളെ പ്രിയപ്പെട്ട കുട്ടികൾ അവർ കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി വന്ന് അവരിതിനകത്ത് കമൻറ്റൊക്കെ ഇട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരമൊക്കെ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെ ഈ ഭൂലോക ദുരന്തങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചടപ്പറിയും. ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ കാണാനാണ്, അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനാണ്. ഉപദ്രവിക്കല്ലേ, പോ സാത്താൻ്റെ സന്തതികളെ. ഓക്കെ, സോ കം ഓൺ ഗൈസ്. ശരി, ക്ലിയർ അല്ലേ കുട്ടികളെ? റെഡിയല്ലേ? സത്യ ഭൂലോക തോൽവികൾ ഇവന്മാരല്ലേ മാക്രികളായി മാറട്ടെ എന്നൊക്കെ പറയാൻ തോന്നും എനിക്ക്. ഇടയ്ക്ക് എനിക്ക് തോന്നും അങ്ങനെ. വെറുതെ അല്ലേ പിള്ളേർ പരീക്ഷയുടെ തലേന്ന് കാര്യമായിട്ട് ആൻസർ എല്ലാം പറഞ്ഞ് ഓക്കെ സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ ഇതുവരെയുള്ള റെഡി അല്ലേ? ക്ലിയർ അല്ല? ക്ലിയർ അല്ലെങ്കിൽ പൊക്കോ. ഓക്കെ ശരി. ഇത്ര പരീക്ഷയുടെ തലേന്ന് ഇത്രയായിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ റെഡിയാണ്. ശരി, സന്തോഷം. അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ചത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണ്, അതിനെ ബേസ് ചെയ്ത് രണ്ട് ലോകൾ ഏതൊക്കെ കുട്ടികളെ പറഞ്ഞു? ഉറക്കെ പറഞ്ഞേ. വി ഹാവ് ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. അത് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാൻ വേണ്ടി പറയും. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്തായാലും റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുക. സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ് എന്താ? ടു ഫൈൻഡ് ദ ജീനോ ടൈപ്പ് ഓഫ് അൺനോൺ പ്ലാന്റ്, ഒരു അൺനോൺ പ്ലാന്റിന്റെ ജീനോ ടൈപ്പ് കണ്ടെത്താൻ. ദെൻ നമുക്ക് 1:1 റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതുപോലെ ഒരു ടെസ്റ്റ് ക്രോസ് നടത്തിയിട്ടുള്ള എല്ലാ കുട്ടികളും ഡോമിനന്റ് ഫീനോടൈപ്പ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ കാരണം? ആ രണ്ടും ക്ലിയർ ആണല്ലോ?
വെരി ഗുഡ്. അടുത്തത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസിൽ രണ്ട് ക്യാരക്ടറിനൊപ്പം പഠിക്കുക ചെയ്തത്. അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്തത് ട്രൂ ബ്രീഡിംഗ് റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റിനെ എടുത്തു. ഇത് രണ്ട് ഡോമിനൻ്റ് ക്യാരക്ടർ ആട്ടോ. റൗണ്ട് ഷേപ്പ്, യെല്ലോ കളർ സീഡ്, ഇത് രണ്ടും ഡോമിനൻ്റ് ക്യാരക്ടറുകളാണ്. സീഡഡ് പ്ലാന്റിനെ എടുത്തു, ഡോമിനൻ്റ് ട്രൈറ്റുകളാണ്. ഈ പ്ലാന്റിനെ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റിങ്കിൾഡ് ഷേപ്പ് റെസസീവ് ട്രൈറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ കളർ റെസസീവ് ട്രൈറ്റ് ആണ്. ഓക്കെ, സീഡഡ് പ്ലാന്റുമായിട്ടാണ് ക്രോസ് ചെയ്തത്. സോ റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റിനെ റിങ്കിൾഡ് ഗ്രീൻ സീഡഡ് പ്ലാന്റുമായിട്ട് ക്രോസ് നടത്തി. റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്താണെന്നറിയോ? ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ റൗണ്ട് ഷേപ്പിന്റെ രണ്ട് അലീലുകളും ഡോമിനന്റ്. ക്യാപിറ്റൽ ആർ ട്രൂ ബ്രീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹോമോസൈഗസ് ആയിരിക്കുമല്ലോ. ഇനി യെല്ലോ കളർ അല്ലേ, ക്യാപിറ്റൽ ഡബ്ല്യു, ഇതായിരിക്കും ഈ പ്ലാന്റിന്റെ ജീനോടൈപ്പ്. ഇനി റിങ്കിൾഡ് ഗ്രീനോ, നമുക്ക് സ്മോൾ ആർ സ്മോൾ വൈ ഇതേപോലെ തന്നെ റിങ്കിൾഡ് ഷേപ്പിന് സ്മോൾ ആർ. അപ്പോൾ രണ്ടും ഹോമോസൈഗസ് ആണ്. ട്രൂ ബ്രീഡിംഗ് ആണെന്ന് ഹോമോസൈഗസ് ആണ്. അപ്പോൾ സ്മോൾ ആർ. ദെൻ ഗ്രീൻ കളറിന് സ്മോൾ വൈ ആണ്. അപ്പോൾ രണ്ടും ഹോമോസൈഗസ് ആയതുകൊണ്ട് തന്നെ സ്മോൾ വൈ ആയിരിക്കും. റെഡി അല്ലേ? നോക്കൂ, ഇവിടെ നിന്ന് ഗാമീറ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റാ കിട്ടുക, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. പറ്റുമെങ്കിൽ കാണാതെ പഠിച്ചാൽ വളരെ നന്നായി. ഇനി കൂടുതൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓക്കെ, സ്മോൾ വൈ. നോക്കൂ, ഈ ഒരൊറ്റ ടൈപ്പേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് F1 ജനറേഷൻ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് F1 ജനറേഷൻ. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതാണ് F1 ജനറേഷൻ. നിങ്ങൾ നോക്ക്, ക്യാപിറ്റൽ ആർ ഡോമിനൻ്റ് ആണ്, സ്മോൾ ആർ റെസസീവ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആറിൻ്റെ ട്രൈറ്റ് ആയിരിക്കും കാണിക്കുക. ക്യാപിറ്റൽ ആർ കറസ്പോണ്ട് ടു റൗണ്ട് ഷേപ്പ്. ദെൻ ക്യാപിറ്റൽ വൈ ഉണ്ട്, സ്മോൾ വൈ ഉണ്ട്. ക്യാപിറ്റൽ വൈ കറസ്പോണ്ട് ടു യെല്ലോ കളർ. അപ്പോൾ ഇതാണ് F1 ജനറേഷൻ. നോക്കൂ, അപ്പോൾ ആദ്യം എടുത്ത് ഇത് പാരന്റൽ ജനറേഷൻ ആയിരുന്നുവെങ്കിൽ ദിസ് ഈസ് യുവർ F1 ജനറേഷൻ. F1 എല്ലാം എന്താണ് കുട്ടികളെ? റൗണ്ട് യെല്ലോ സീഡഡ് പ്ലാന്റുകളാണ്. ക്ലിയർ അല്ലേ? ഇനി ഇദ്ദേഹം ചെയ്തത് എന്താ? F1 പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ നടത്തി. സോ F1 പ്ലാന്റിന്റെ സെൽഫ് പോളിനേഷൻ, ദാറ്റ് ഈസ് നോക്ക്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഈ പ്ലാന്റിനെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇയാളുമായി തന്നെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് കിട്ടുമെന്ന് അറിയാം? നന്നായി ശ്രദ്ധിച്ചു, 4 ടൈപ്പ് കിട്ടൂടാ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഉള്ള ഗാമീറ്റ്, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഉള്ള ഗാമീറ്റ്, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഉള്ള ഗാമീറ്റ്, സ്മോൾ ആർ സ്മോൾ വൈ ഉള്ള ഗാമീറ്റ്. ഇവിടെയും ഇതേപോലെ തന്നെയാണ്. യു വിൽ ഗെറ്റ് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. ഒന്ന് പറഞ്ഞു നോക്കി, എൻ്റെ കൂടെ പറഞ്ഞേ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഇതെല്ലാം കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങളൊരു പുന്നറ്റ് സ്ക്വയർ വരച്ചു നോക്ക്. പുന്നറ്റ് സ്ക്വയർ വരക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? ഒരു സൈഡിലെ ഗാമീറ്റ് എഴുതി കൊടുക്കുക, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഒരു പ്ലാന്റിൻ്റെത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഓക്കെ, ഇവിടെയും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ അല്ലേ? ദെൻ നോക്കടാ, ഇവിടെ നമ്മൾ എത്ര നോക്ക്, 1 2 3 4 ആളില്ലേ? അപ്പോൾ 4 ഇങ്ങോട്ട് വേണ്ടി വരും അല്ലേ? ഇവിടെയും 4 ആളുള്ളതുകൊണ്ട് ഇങ്ങോട്ടും 4 വേണ്ടി വരും. 3 4. ഓക്കെ, എന്നിട്ട് നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ജീനോ ടൈപ്പുകൾ കിട്ടും. ആ ജീനോ ടൈപ്പുകൾ നോക്കിയിട്ട് ഇവരുടെ ഫീനോ ടൈപ്പുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ മെൻ്റലിന് കിട്ടിയ ഫീനോ ടൈപ്പുകൾ എന്തായിരുന്നു എന്നറിയോ? മെൻ്റലിന് കിട്ടിയ ഫീനോ ടൈപ്പിൻ്റെ റേഷ്യോ ഇങ്ങനെയായിരുന്നു കുട്ടികളെ. 9 റൗണ്ട് യെല്ലോ പ്ലാന്റ് ഈസ് ടു 3 റിങ്കിൾഡ് യെല്ലോ പ്ലാന്റ് ഈസ് ടു 3 wrinkled green plant is to 3 round green plant. 3 round green plant is to 1 wrinkled yellow plant. ഇതാണ് മെൻ്റലിൻ്റെ F2 റേഷ്യോ. ഇങ്ങനെ തന്നെ പഠിക്കണം. വെറുതെ 9:3:3:1 പഠിക്കരുത്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. 9 റൗണ്ട് യെല്ലോ കിട്ടി, അതുപോലെ 1 റിങ്കിൾഡ് ഗ്രീന് കിട്ടി. നോക്കൂ, മെൻ്റൽ എടുത്ത പാരന്റൽ ജനറേഷൻ നിങ്ങൾ നോക്കടാ. മെൻ്റലിൻ്റെ F2നെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. F2 ജനറേഷൻ ആണിത്. ഓക്കെ, മെൻ്റലിൻ്റെ പാരന്റ് റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും ആയിരുന്നു. അത് 9ഉം 1ഉം. 9 റൗണ്ട് യെല്ലോ കിട്ടി, 1 റിങ്കിൾഡ് യെല്ലോ അല്ല, റിങ്കിൾഡ് ഗ്രീന് കിട്ടി. റിങ്കിൾഡ് ഗ്രീന് കിട്ടി. റിങ്കിൾഡ് ഗ്രീന് കിട്ടി. ഓക്കെ, റിങ്കിൾഡ് ഗ്രീന് കിട്ടി. ഓക്കെ,
സോ ലുക്ക് പാരന്റൽ ടൈപ്പാണ് ഇത് രണ്ടും. ബാക്കി നടുവിൽ നോക്കുക, അതിൻ്റെ ഒരു മിശ്രിതമാണ്. 3 റിങ്കിൾഡ് യെല്ലോ, 3 റൗണ്ട് ഗ്രീന്. 3 റിങ്കിൾഡ് യെല്ലോയും 3 റൗണ്ട് ഗ്രീനും. സോ ഇങ്ങനെയാണ് റേഷ്യോ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഈ 2 പേരും പാരന്റൽ ടൈപ്പാണ്. അതേ സമയത്ത് നടുവിലുള്ള ഈ 2 സ്ത്രീകളും എന്താണ്, നോൺ പാരന്റൽ ടൈപ്സ് ആണ്. അല്ലെങ്കിൽ അവരെ നമുക്ക് റീകോംബിനൻസ് എന്ന് പറയാം. എന്താ പറയുക കുട്ടികളെ? റീകോംബിനൻസ്. അപ്പോൾ മെൻഡൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് മോണോഹൈബ്രിഡ് ക്രോസിൽ എനിക്ക് F2 ജനറേഷനിൽ കിട്ടിയതെല്ലാം പാരന്റിനെ പോലെ തന്നെയായിരുന്നു, പക്ഷെ ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് വന്നപ്പോൾ എനിക്ക് നോൺ പാരന്റൽ ടൈപ്സ് കിട്ടി, അല്ലെങ്കിൽ റീകോംബിനൻസ് കിട്ടിയല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. നോൺ പാരന്റൽ ടൈപ്സ് അല്ലെങ്കിൽ റീകോംബിനൻസ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്, പുതിയൊരു ലോ ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഗാമീറ്റ് ഉണ്ടായ സമയത്ത് ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ മാത്രം വരികയും സ്മോൾ ആറിൻ്റെ കൂടെ സ്മോൾ വൈ മാത്രവുമാണ് ഗാമീറ്റിൽ വരുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നോൺ പാരന്റൽ ടൈപ്പ് കിട്ടില്ലായിരുന്നു. പകരം ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും വരുന്നുണ്ട്, സ്മോൾ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അലീലുകൾ പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഇപ്പോൾ നോക്കൂ, ഇങ്ങനെ ഇപ്പോൾ എൻ്റെ വൈഫ് നാട്ടുകാരുടെ കൂടെ പോകാൻ പറ്റും. എനിക്ക് വൈഫൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറയും ഉണ്ടാവുന്ന കാലത്ത് വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഉണ്ടാവുന്ന കാലത്ത് എൻ്റെ കൂടെ വരിക എന്നല്ല, നാട്ടുകാരെ മൊത്തം കൂടെ ഞാൻ വിടുമോ? ഞാൻ വിടുകയല്ല, സത്യമായിട്ട്. ഓക്കെ, എന്നെ നാട്ടുകാരെ മൊത്തം കൂടെ പോകാൻ അവള് സമ്മതിക്കുമോ? ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ അച്ഛൻ നാട്ടിലുള്ള മൊത്തം പെണ്ണുങ്ങളെ അമ്മ മറ്റേ മട്ടലെടുത്ത് അടിച്ചു കൊടുക്കൂലേ വീട്ടിൽ നിന്ന്? യെസ്. അപ്പോൾ ദാറ്റ് ഈസ് ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ, അല്ലേ? അമ്മ അച്ഛൻ്റെ ഒപ്പം, അച്ഛൻ അമ്മൻ്റെ ഒപ്പം വരുള്ളൂ. ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ. ബട്ട് അപ്പോൾ ഇത് ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ്. ക്യാപിറ്റൽ ആറിന്റെ കൂടെ ക്യാപിറ്റൽ വൈ മാത്രം പോവുക, സ്മോൾ ആറിന്റെ കൂടെ സ്മോൾ വൈ മാത്രം പോവുക. നോ, ദർ ഈസ് നോ സച്ച് ഡിപ്പെൻഡൻസ്. അലീൽസ് ആർ ഇൻഡിപെൻഡന്റ്ലി അസോർട്ടിങ് ഈച്ച് അതർ. യു ഗോട്ട് ദ പോയിന്റ്. അതാണ് മെൻഡൽ പറഞ്ഞത്. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുന്നത് കൊണ്ടാണ് നോൺ പാരന്റൽ ടൈപ്പ് കിട്ടിയത്. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ. സോ ദ റേഷ്യോ വാസ് 9:3:3:1. അതിൽ നടുവിലുള്ള രണ്ടും നോൺ പാരന്റൽ ടൈപ്പ് ആയിരുന്നു. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ അപ്പിയറൻസ് ഓഫ് നോൺ പാരന്റൽ ടൈപ്പ്? മെൻഡൽ അന്വേഷിച്ചു, മെൻഡൽ കണ്ടെത്തി. അന്വേഷിപ്പിൻ കണ്ടെത്തും, അല്ലെ? മെൻഡൽ കണ്ടെത്തി, ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് അലീൽസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മെൻഡൽ പറഞ്ഞു, ലുക്ക്, the alleles in a dihybrid cross assort independently of each other. അതുകൊണ്ടാണ് നോൺ പാരന്റൽ ടൈപ്പ് കിട്ടുന്നത്. റെഡി ആണല്ലോ? സെറ്റ് ആണോ? Sir, you are deviating from the subject. Okay, ശരി. അപ്പോൾ I hope it is clear. റെഡി ആണെന്ന് വിചാരിക്കുന്നു. Now, work of a student is given below. From the above, give an example of genotype and phenotype. എന്താ genotype എന്ന് പറഞ്ഞാൽ? It is a genetic constitution. Phenotype എന്ന് പറഞ്ഞാൽ observable feature. Now, complete the work using Punnett square and find out the phenotypic ratio in the F2. F2 phenotypic ratio ആണ് 9:3:3:1. Punnett square ഉപയോഗിച്ച് അത് വരച്ച് കംപ്ലീറ്റ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. റെഡി ആണല്ലോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. The following table shows F2 generation of a dihybrid cross. Identify the phenotype with homozygous recessive genotype. And the homozygous recessive, small r, small y. ഇതാണ് homozygous recessive. That is wrinkled green. ഇയാളാണ് homozygous recessive. കാര്യമായി തമാശ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫുള്ള് ചിരിയും കളിയും ചാറ്റില്. എന്തോ തമാശ പറഞ്ഞാണ്. വളിച്ച കോമഡി അല്ല എന്റെ സ്ഥിരം അല്ല. ബിലാൽ ഇപ്പൊ ലുക്കായില്ലേ? ബിലാൽ ഈ അടുത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ ബിലാലെ? ബിലാൽ എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഫേഷ്യൽ ചെയ്തണോ? എന്തോ ചെയ്തല്ലേ? കാര്യം പറയും. ബിലാലിനെ ഒരു 1 month ബാക്ക് ഇപ്പത്തെ ബിലാൽ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലേ? പണ്ടത്തെ ബിലാൽ വൻ ലുക്കായിരുന്നു. പിന്നെ ഇടക്കൊന്നില്ലേ പിടിച്ചു നിൽക്കാൻ ശ്രമം. ഞാൻ വന്നത് ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ട് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എവിടെയെന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പബ്ലിഷ് ചെയ്തു. സുവോളജിയാണ് റെക്കോർഡ് ലീഡിങ് ചെയ്യുന്നത്. എത്ര 300 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫുൾ സാധനം ഉണ്ട് കേട്ടോ. മുഴുവൻ നോക്കിക്കോ. ഇയാള് ചിലപ്പോ നീറ്റിന്റെ ചോദ്യമൊക്കെ എടുത്തിട്ടുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള പ്രാക്ടീസ് ആട്ടോ. അത് കംപ്ലീറ്റ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യും? 100 കേട്ടോ. ആ ലെവലിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാ. അപ്പോൾ അതിന്റെ ലിങ്ക് ഇന്ന് ചാറ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിപ്പോ വീഡിയോ ആയിട്ട് ഇപ്പൊ പബ്ലിഷ് ചെയ്യും. അതിന്റെ അടിയിലും കിട്ടും. നേരെ ഡൗൺലോഡ് ചെയ്യുക. ബോട്ടണിക്ക് വേറാണ്, സുവോളജിക്ക് വേറാണ്. ഡൗൺലോഡ് ചെയ്യുക. നേരെ ഗ്രൂപ്പുകളിൽ ചാകുമ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എത്തിക്കുക കേട്ടോ. മാക്സിമം പേരിലേക്ക് എത്തിക്കുക.
ഫുൾ ഷെയർ വേണം. ഒരു പോസ്റ്റർ ഒക്കെ തരും, അതൊക്കെ വേണം സ്ക്രീൻഷോട്ട് വെച്ചോ. സുഹൈൽ സർ പവർ തന്നെ. എന്ത് ചെയ്യാനാ. ഓ ഞങ്ങൾ പഠിപ്പിക്കട്ടെ പിള്ളേര് അത് അടുത്ത് ബിലാലിന്റെ പേരൊന്നും പറയുന്നില്ല. ഫുൾ സുഹൈൽ സാർ. എന്ത് ചെയ്യാന് ബിലാലെ. കുഴപ്പമില്ല, സങ്കടമില്ല. കമോൺ നോമ്പിന് ക്ഷീണമൊന്നുമില്ലല്ലോ. ഓ ചങ്ങായോട് എന്തെങ്കിലും ഇന്ന് രാവിലെ അവര് കണ്ടതാ കിളി വാരി ക്ലാസ് എടുക്കുന്നത്, എന്തൊക്കെയോ പറഞ്ഞു. വെള്ളം കുടിച്ചില്ല. ഓക്കെ ശരി, കമോൺ. സോ കമോൺ ബഡീസ്. അപ്പോൾ സുഹൈൽ സാറ് ഇന്ന് വൈകിട്ട് തന്നെ സാറ് പ്രത്യേകം പറഞ്ഞായിരുന്നു സുഹൈൽ വേഗം അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ സുഹൈൽ സാർ ഫാൻസ് എല്ലാവരും കാണുന്നുണ്ട്. സന്തോഷം. സുഹൈൽ സാറിൻ്റെ ഫാൻസിനൊക്കെ എൻ്റെ എന്താ പറയുക നന്ദി രേഖപ്പെടുത്തുന്നു. കമോൺ ഗൈസ്, കം ഹിയർ. ഒരു ചോദ്യം നോക്ക്. ലുക്ക്, സ്മോൾ y എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റിങ്കിൾഡ് ഗ്രീൻ. ഇതാണ് ഹോമോസൈഗസ് റെസസീവ്. ഇയാൾ എപ്പോഴും ഹോമോസൈഗസ് റെസസീവ് ആണ് എന്ന് ഉറപ്പല്ലേ? റിങ്കിൾഡ് ഗ്രീൻ ആണ്, ഉറപ്പായിട്ടുമാണ്. അപ്പം നമ്മുടെ ഈ 9:3:3:1 റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോയിൽ ആരാണ് ഹോമോസൈഗസ് റെസസീവ്? ഇയാള് ഹോമോസൈഗസ് റെസസീവ് ആണ് എന്ന് എൻ്റെ കുട്ടികൾക്ക് ഉറപ്പിക്കാം. ആ കാര്യം മനസ്സിലായല്ലോ. ഈ ചോദ്യത്തിൽ എന്താ തന്നുള്ളതെന്ന് അറിയോ? ഒരു ജനറ്റിക് ക്രോസിലെ, ഒരു ഡൈഹൈബ്രിഡ് ക്രോസിലെ F2 ഫീനോടൈപ്പുകളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്, റേഷ്യോ അല്ല തന്നിട്ടുള്ളത്, എണ്ണമാണ് തന്നിട്ടുള്ളത്. ആ എണ്ണത്തെ എൻ്റെ കുട്ടികൾ റേഷ്യോയിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കൂ, ഇവിടെ എണ്ണ തന്നിട്ടുണ്ട് 21, 7, 63, 21. നോക്കൂ, എണ്ണത്തെ റേഷ്യോയിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്യുക. ശരിയാണല്ലോ? ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 7. അപ്പോൾ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇനി 21നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. നോക്കൂ, 21നെ ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 63 ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. സോ ഇറ്റ് ഈസ് ആക്ച്വലി 9:3:3:1 അല്ലേ? ആണ്. അതിൽ ആരാണ് കുട്ടികളെ ഹോമോസൈഗസ് റെസസീവ് ആവുക? അപ്പോൾ ആ 1 വരുന്ന ആള് റിങ്കിൾഡ് ഗ്രീനിന് കറസ്പോണ്ടിങ് ആയുള്ള ആള് ആരാ? ബി. സെറ്റാണോ മക്കളെ? ബി. അപ്പൊ ഇയാളാണ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ആള്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത് ചിലപ്പോൾ എന്താണെന്ന് അറിയാം, ഇപ്പോൾ മാത്സിലൊക്കെ വന്ന പോലെ ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആൻഡ് ടഫ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ആ കൂട്ടത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, വി കാണ്ട് എക്സ്പെക്ട് അല്ലേ. നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് നോക്കാമെങ്കിലും ഉറപ്പായിട്ടും സിമ്പിൾ ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ടൈറ്റൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. സെറ്റ് അല്ലേ? ഇനി നോക്കൂ അടുത്തത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡീവിയേഷൻസ് ഫ്രം മെന്റലിസം. മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, അതിനെ ബേസ് ചെയ്ത് മെന്റൽ ഉണ്ടാക്കിയ 3 ലോകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ഞാനിവിടെ ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ പറഞ്ഞ ഏകദേശം ഞാൻ ഒരു അരമണിക്കൂറോളമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി, അത് മാത്രം പഠിച്ചാൽ മതി. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡീവിയേഷൻസ് ഫ്രം മെന്റലിസം. ഉറപ്പാട്ടോ ഇതിനപ്പുറം ഒന്നും പഠിക്കണ്ട. ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്തെന്ന് ഞാൻ പറഞ്ഞ പോയിന്റിനപ്പുറം ഒന്നും പഠിക്കണ്ട. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡീവിയേഷൻ ഫ്രം മെന്റലിസം. മെന്റലിന്റെ ഈ കോൺസെപ്റ്റുകളിൽ നിന്നുള്ള കുറച്ച് ഡീവിയേഷൻസ് മെന്റലിന് ശേഷം വന്ന സയന്റിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, രണ്ടാമത്തത് കോഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അലീലിസം, മൂന്നാമത്തത് പ്ലിയോട്രോപ്പി, നാലാമത്തത് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ഇതിലെ പ്ലിയോട്രോപ്പിയും പോളിജീനിക് ഇൻഹെറിറ്റൻസും സാധാരണ ചോദിക്കാറേ ഇല്ല. ഇനി ചോദിക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷെ നമ്മളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഭാഗം പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കണം എന്ന് ഞാൻ പറയൂല. ഇതുവരെ ചോദിച്ച് കാണാത്ത ഭാഗമാണ്. ഇനി വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാണ്, കാരണം അത്രയും ചാൻസ് കുറവാണ്. ലൈക്ക് വരാതിരിക്കട്ടെ അല്ലേ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നാൽ ടോൾ ട്രേറ്റ് ആണ് കാണിക്കുക, ശരിയല്ലേ? ടോൾ ആയിരിക്കും. ഡോർഫിൻ്റെയും ടോളിൻ്റെയും ഇടയിലാവുമോ? അല്ല, ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വന്ന വയലറ്റ് ആയിരിക്കും. വയലറ്റിൻ്റെയും വൈറ്റിൻ്റെയും ഇടയിലായിരിക്കുമോ? ആയിരിക്കൂല. പക്ഷേ ശ്രദ്ധിക്കടാ, പക്ഷെ നമ്മൾ മെന്റലിന് ശേഷം വന്ന സയന്റിസ്റ്റുകൾ മറ്റ് ചില ചെടികളിൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നോക്കൂ, ആൻറ്റി റൈനം എന്ന് പറയുന്ന ചെടിയിൽ, ഈ ചെടിയുടെ ഉദാഹരണം പഠിക്കണേ, ആൻറ്റി റൈനം എന്ന് പറയുന്ന ചെടി, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്നാപ്പ് ഡ്രാഗൺ. ഡോഗ് ഫ്ലവർ എന്ന പേരുണ്ട് ഇതിന്. ഈ ചെടിയിലെ ഫ്ലവർ കളർ വെച്ചുകൊണ്ടുള്ള ഒരു ക്രോസ് നടത്തി. അവർ ട്രൂ ബ്രീഡിങ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെ
ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റുമായിട്ട് ക്രോസ് നടത്തി. ട്രൂ ബ്രീഡിംഗ് റെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ, ട്രൂ ബ്രീഡിംഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ. ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിളാ? ഒരൊറ്റ ടൈപ്പ് അല്ലേ ഉണ്ടാവുള്ളൂടാ. ഇവിടെ നിന്ന് ഒരൊറ്റ ടൈപ്പേ ഉണ്ടാവുള്ളൂ. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് F1 ജനറേഷൻ അല്ലേ. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് F1 ജനറേഷൻ ആൻഡ് ദാറ്റ് വിൽ ബി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ആൻഡ് ദിസ് വാസ് പിങ്ക്. നോക്കൂ കുട്ടികളെ, ഇത് പിങ്ക് ആയിരുന്നു. വയൽ റെഡും അല്ല വൈറ്റും അല്ല, പിങ്ക് ആയിരുന്നു ഇൻ ബിറ്റ്വീൻ. അപ്പൊ നോക്കൂ, ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ആർ. സോ ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വൺ അലീൽ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ അനദർ അലീൽ. ക്ലിയർ ആണോ? അപ്പൊ മക്കളെ, ഇത് പാരന്റൽ ജനറേഷൻ, ഇത് F1 ജനറേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്താ? F1 സെൽഫിങ്. ഓർമ്മയുണ്ടോ? F1 സെൽഫിങ് ആണ്. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കൊണ്ട് തന്നെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ എത്ര ടൈപ്പ് ഗാമീറ്റ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ നിന്നോ ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നമുക്കൊരു പുന്നറ്റ് സ്ക്വയർ വരച്ചു നോക്കാമല്ലോ. എന്താ പ്രശ്നം അല്ലേ? പുന്നറ്റ് സ്ക്വയർ വരച്ചു നോക്കാം. പുന്നറ്റ് സ്ക്വയർ വരക്കുമ്പോൾ നോക്ക്, ഇവിടെ രണ്ട് ടൈപ്പ് ഗാമീറ്റ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സെറ്റ് ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ എന്താ കിട്ടുക? ക്യാപിറ്റൽ ആർ ഇപ്പുറത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. റെഡിയാണോ? സോ ദാറ്റ് ഈസ്, നോക്കടാ, ഇത് നോക്ക്, ഇയാൾ എന്തായിരിക്കും? ഇയാൾ റെഡ് ആയിരിക്കും. ഇയാളോ? സ്മോൾ ആർ വൈറ്റ് ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇത് റെഡ്, ഇത് വൈറ്റ്. ഇത് രണ്ടോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആറോ? ഇത് രണ്ടും പിങ്ക് ആയിരിക്കൂടാ മക്കളെ, പിങ്ക്. സോ ലുക്ക്, F2 ഫീനോടൈപ്പിക് റേഷ്യോ നിങ്ങൾ നോക്ക്, 1 red is to 2 pink is to 1 white. സോ F2 ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1 is to 2 is to 1 ആണ്. F2 ജീനോടൈപ്പിക് റേഷ്യോയോ നിങ്ങൾ നോക്ക്, 1 ക്യാപിറ്റൽ ആർ 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 1 സ്മോൾ ആർ. സോ ദാറ്റ് അഗെയിൻ ഈസ് 1 is to 2 is to 1. സോ നിങ്ങളോടൊരു ചോദ്യം വരാണ്, ഏത് ക്രോസിലാണ് നമ്മൾ F2വിലെ ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും സെയിം ആയിട്ട് കാണാം? സോ ദാറ്റ് ഈസ് ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഏതിലാ കാണാം? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? ഇതേപോലെ എഴുതിയാൽ മതി. റെഡിയാണോ? പ്ലീസ് കമന്റ്. സെറ്റ് അല്ലേ? വെരി ഗുഡ്. അടുത്ത്, ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ആൻഡ് ട്രൂ ബ്രീഡിംഗ് വൈറ്റ്, F1 generation was pink. From this cross, identify the inheritance ഏതാ? Incomplete dominance. Give an example of this type of inheritance. Anti-rhinum അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ പ്ലാന്റിലെ ഫ്ലവർ കളർ ഇൻ ആന്റി-rhinum. Write the F2 phenotypic and genotypic ratio. രണ്ടും എന്താ? 1 is to 2 is to 1. Now let's talk about codominance and multiple allelism. നോക്കടാ, ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. നമ്മുടെ മനുഷ്യരുടെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് 3 അലീലുകളുണ്ട്. അതെങ്ങനെയാ സാറേ? ഒരാളുടെ ബോഡി 2 അലീലല്ലേ ഉണ്ടാവുള്ളൂ ഏതൊരു ക്യാരക്ടറിനും? അതെ, ഒരാളുടെ ബോഡിയിൽ 2 അലീലേ ഉണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഒരു പാരന്റിൽ നിന്ന് നിങ്ങൾക്ക് IA എന്ന് പറയുന്ന അലീൽ കിട്ടി, മറ്റേ പാരന്റിൽ നിന്നും IA എന്ന് പറയുന്ന അലീൽ കിട്ടി. IA എന്നല്ല കേട്ടോ, IA. ഓക്കെ, ഈ 2 അലീലും IA ആണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഒരു പാരന്റിൽ നിന്ന് IAയും മറ്റൊരു പാരന്റിൽ നിന്ന് സ്മോൾ I എന്ന് പറയുന്ന അലീലുമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അഗെയിൻ A ഗ്രൂപ്പ് ആയിരിക്കും. സെറ്റാണല്ലോ? സെറ്റാണ്. ഇനി ഒരു പാരന്റിൽ നിന്ന് IB എന്ന് പറയുന്ന അലീല് മറ്റേ പാരന്റിൽ നിന്നും IB ഹോമോസൈഗസ് ആണ്. അങ്ങനെയാണ് നിങ്ങൾ B ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഒരു പാരന്റിൽ നിന്ന് IB മറ്റേ പാരന്റിൽ നിന്ന് സ്മോൾ I, then again you are B group. then again നിങ്ങൾ B ഗ്രൂപ്പ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നോക്കടാ, 2 പാരന്റിൽ നിന്നും സ്മോൾ I കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ O ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഒരു പാരന്റിൽ നിന്ന് IA മറ്റേ പാരന്റിൽ നിന്ന് IB കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ AB ഗ്രൂപ്പ് ആയിരിക്കും. എന്താണ്? AB ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഓൾ ടുഗദർ ഒരാളുടെ ബോഡി 2 അലീലേ ഉണ്ടാവുള്ളൂ. ശരി, പക്ഷെ എന്നാലും നിങ്ങൾ മൊത്തത്തിലും നമ്മൾ മനുഷ്യരെ പരിഗണിക്കുമ്പോൾ A എന്ന് പറയുന്ന അലീലുണ്ട്, IB എന്ന് പറയുന്ന അലീലുണ്ട്, സ്മോൾ I എന്ന് പറയുന്ന അലീലുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീലിസം. അപ്പിയറൻസ് ഓഫ് മോർ ദാൻ 1 അലീൽ ഫോർ എ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനിന് 2-ലധികം അലീലുകൾ വരുന്ന അവസ്ഥയാണ് മൾട്ടിപ്പിൾ അലീലിസം. ക്ലിയർ ആണോ? പ്രസൻസ് ഓഫ് മോർ ദാൻ 2 അലീൽസ് ഇൻ എ സിംഗിൾ ജീൻ അല്ലെങ്കിൽ ഫോർ എ സിംഗിൾ ജീൻ, ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീലിസം. അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസം എന്താണെന്ന് മനസ്സിലായി. ഈ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സിംഗിൾ ജീൻ തന്നെ നിങ്ങൾക്ക് 2-ലധികം അലീലുകൾ മനുഷ്യരിൽ കാണാൻ പറ്റുന്നുണ്ട്. സെറ്റല്ലേ? നൗ വാട്ട് ഈസ് കോഡോമിനൻസ്? നോക്കടാ, IAയും സ്മോൾ Iയും വരുമ്പോൾ A ഗ്രൂപ്പാണ്. ആക്ച്വലി സ്മോൾ I കറസ്പോണ്ട് ടു O ഗ്രൂപ്പ്.
സ്മോൾ ഐ ഒ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയുള്ള ആളാണ്. പക്ഷെ ഐ എയും സ്മോൾ ഐയും വരുമ്പോൾ എ ഗ്രൂപ്പാണ് ആവുന്നത്. വാട്ട് ഇറ്റ് മീൻസ് ഐ എ ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ഐ. അതുപോലെ ഐ ബിയും സ്മോൾ ഐയും വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇറ്റ് ഈസ് ബി ഗ്രൂപ്പാണ് ആവുന്നത്. സോ ദാറ്റ് മീൻസ് ഐ ബി ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ഐ. ക്ലിയർ ആണോ? ഐ ബി ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ ഐ. പക്ഷേ നിങ്ങൾ നോക്കടാ, ഐ എയും ഐ ബിയും വരുമ്പോൾ എ ബി ഗ്രൂപ്പാണ്. എയും ഉണ്ട് അവിടെ, ബിയും വരുന്നുണ്ട്, എ ബി ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദം എക്സ്പ്രസ് ടുഗദർ. രണ്ട് അലീലുകളും ഒന്നിച്ച് എക്സ്പ്രസ് ആവുന്നുണ്ട്. ഐ എയും ഐ ബിയും വരുമ്പോൾ രണ്ട് അലീലുകളും ഒന്നിച്ച് എക്സ്പ്രസ് ആവുന്നുണ്ട്. ക്ലിയർ ആണോ കുട്ടികളെ? രണ്ട് അലീലുകൾ ഒന്നിച്ച് എക്സ്പ്രസ് ആവുക. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോഡോമിനൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ്. സോ ഇഫ് ടു അലീൽസ് എക്സ്പ്രസ് ടുഗദർ, here both alleles expressed together. രണ്ട് അലീലുകളും ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. റെഡിയാണോ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്ക്. ഇനി ഇവിടെ നമ്മളോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി, അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ആവാം എന്ന് ചോദ്യം വരും. അപ്പോൾ അച്ഛൻ എ ആണെങ്കിൽ തൽക്കാലം നമുക്ക് ഐ എ സ്മോൾ ഐ എന്നെടുക്കാം. അമ്മ ബി ആണെങ്കിൽ ഐ ബി സ്മോൾ ഐ എന്നെടുക്കാം. എടാ മക്കളെ, അച്ഛൻ്റെ അടുത്ത് നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിളാ? ഐ എ ഉള്ള ഗാമീറ്റ്, സ്മോൾ ഐ ഉള്ള ഗാമീറ്റ്. അമ്മയുടെ അടുത്ത് നിന്ന് ഇതുപോലെ ഐ ബി ഉള്ള ഗാമീറ്റ്, സ്മോൾ ഐ ഉള്ള ഗാമീറ്റ്. ഇതും കൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടി ഐ എ ഐ ബി എ ബി ഗ്രൂപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടി ഐ എ സ്മോൾ ഐ എ ഗ്രൂപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ ഐ ബി സ്മോൾ ഐ കുട്ടി ബി ഗ്രൂപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ സ്മോൾ ഐ കുട്ടി ഒ ഗ്രൂപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ലുക്ക്, നിങ്ങളുടെ അച്ഛൻ എയും അമ്മ ബിയും ആയ കുട്ടി ഏത് ഗ്രൂപ്പ് ആവാൻ, എ ആവാം, ബി ആവാം, ഒ ആവാം, എ ബി ആവാം, ഇതിനെല്ലാമുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി മറ്റൊരു ചോദ്യം, കുട്ടി എ ബി ഗ്രൂപ്പ് ആയാൽ അച്ഛനും അമ്മയും ഏതൊക്കെ ഗ്രൂപ്പ് ആവും? എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ആയിരിക്കും. ഇനി കുട്ടി എ ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എയും ആവാം ബിയും ആവാം, രണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെറ്റാണോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക. സെറ്റല്ലേ? ഇപ്പൊ നോക്ക്, ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് എ ചൈൽഡ് ഈസ് ഒ, ഹിസ് ഫാദർ ഈസ് എ ഗ്രൂപ്പ് ആൻഡ് മദർ ഈസ് ബി ഗ്രൂപ്പ്. റൈറ്റ് ഡൗൺ ദ ജീനോടൈപ്പ് ഓഫ് ചൈൽഡ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് പാരൻസ്. കുട്ടി ഒ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടി സ്മോൾ ഐ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു സ്മോൾ ഐ ഈ കുട്ടിയുടെ ഫാദറിൽ നിന്നും ഒരു സ്മോൾ ഐ ഈ കുട്ടിയുടെ മദറിൽ നിന്നും അല്ലേ കിട്ടിയിട്ടുണ്ടാവുക? അതെ, അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഏതൊരു അലിയിലെടുത്താലും അതിൽ ഒന്ന് നമ്മുടെ ഒരു പാരന്റിൽ നിന്നും മറ്റേത് മറ്റേ പാരന്റിൽ നിന്നും ആയിരിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്മോൾ ഐ കിട്ടിയിട്ടുണ്ട്, അമ്മയിൽ നിന്നും ഒരു സ്മോൾ ഐ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛനെ പറ്റി പറയുന്നു, അച്ഛൻ എ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നു. അച്ഛൻ എ ആവണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒരു സ്മോൾ ഐ ഉണ്ട്, അപ്പോൾ മറ്റേത് എന്തായിരിക്കണം? ഐ എ ആയിരിക്കണം. അമ്മ ബി ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ ഒരു സ്മോൾ ഐ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേത് എന്തായിരിക്കണം മക്കളെ? ഉറക്കെ പറ, ഐ ബി ആയിരിക്കണം. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ? സെറ്റ്. അപ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് പലതവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സട്ടൻ ആൻഡ് ബോവറി. ആ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വാൾട്ടർ സട്ടനും തിയഡോർ ബോവറിയോ ആണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തത്. വെള്ളം എടുത്തുപോലെ. ഈ ഒരു കോൺസെപ്റ്റിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞു ഏതൊരു ക്യാരക്ടറിനും നമുക്ക് രണ്ട് അലീലുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആക്ച്വലി നമ്മുടെ ബോഡിയിൽ എത്ര പെയർ ക്രോമസോമുകൾ ഉണ്ട്? നമ്മുടെ ഓരോ സെല്ലിലും നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ട് അല്ലേ? അതിലെ നോക്കൂ, ഒന്നാമത്തെ പെയർ ഓഫ് ക്രോമസോം, ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഒന്നാമത്തെ പെയർ ഓഫ് ക്രോമസോം എടുക്കാം. സപ്പോസ് നിങ്ങളുടെ ജീൻ ഫോർ ബോഡി കളർ ഒന്നാമത്തെ പെയർ ഓഫ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദിസ് ഈസ് വൺ അലീൽ ഫോർ ജീൻ ഓഫ് ബോഡി കളർ. ഇതൊരു ക്രോമസോമിൽ ഉണ്ടാകും. ദെൻ മറ്റേ അലീൽ ഇതേൻ്റെ അടുത്ത ക്രോമസോമിലാണ് ഉണ്ടാവുക. നമ്മുടെ 23 പെയർ ഓഫ് ക്രോമസോമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് എന്നാ വിളിക്കുക. ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ്. നമുക്ക് 23 ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമുകൾ ഉണ്ട്. ക്ലിയർ അല്ലേ? ആ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്ന് ഓരോ പെയർ എടുത്താലും അതിൽ ഒന്ന് ഫാദറിൽ നിന്നും മറ്റേത് മദറിൽ നിന്നും, അങ്ങനെയാണ് നമ്മുടെ ഓരോ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 സെക്കൻഡ്. ഹലോ, ഞാനൊരു ക്ലാസ്സിലാണ്. ഐ വിൽ കോൾ യു ബാക്ക്. അതെ. ഹലോ,
ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഓക്കെ ശരി. ഹലോ, സോറി കേട്ടോ, ഞാൻ എന്തോ ഇമ്പോർട്ടൻ്റ് കോളുകൾ വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. റിയലി സോറി ഗൈസ്, റിയലി സോറി. സോറി, അത് പോക്കറ്റിൽ കിടന്നപ്പോൾ ഞാൻ ഫോണിൽ മാറ്റിയേക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നോക്കൂ, നമുക്ക് 23 ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമുകളുണ്ട്. ഓക്കെ, അതിൽ ഓരോ പേരിലും ഒന്ന് നമ്മുടെ ഒരു പാരന്റിൽ നിന്നും മറ്റേത് മറ്റേ പാരന്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയുള്ളത്. അങ്ങനെ നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോമുകളുണ്ട്. അതിലെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഏതൊരു ജീനിൻ്റെയും ഒരു അലിയിൽ ഒരു പാരന്റിൽ നിന്നും മറ്റേ അലിയിൽ മറ്റേ പാരന്റിൽ നിന്നുമാണെന്ന്. അങ്ങനെയാണ് നിങ്ങളുടെ ജീൻ ഫോർ ഹൈറ്റിൻ്റെ ഒന്നാമത്തെ ഒരു അലിയിൽ കിട്ടിയിട്ടുള്ളത് ഈ ക്രോമസോമിലാണ് ഉണ്ടാവുക, മറ്റേ അലിയിൽ ഈ ക്രോമസോമിലാണ് ഉണ്ടാവുക. സോ ദ 2 alleles ഓഫ് എ ജീൻ ആർ ലൊക്കേറ്റഡ് ഓൺ ഹോമോലോഗസ് ക്രോമസോംസ്. എവിടെയാണ് മക്കളെ? ഹോമോലോഗസ് ക്രോമസോമുകളാണുള്ളത്. അത് മാത്രമല്ല, അവർ ഒരേപോലത്തെ ലൊക്കേഷനിലും ഉണ്ടാവുക, ഒരേ പൊസിഷനിലുമാണ് ഉണ്ടാവുക. ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഹോമോലോഗസ് ലോക്കസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹോമോലോഗസ് ലോക്കസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഒരേ പൊസിഷനിൽ, ഒരേ ലോക്കസിലാണ് ഉള്ളത്. ക്ലിയർ ആണോ കുട്ടികളെ? റെഡി ആണോ? പ്ലീസ് ഡു കമൻറ്റ്. ഇതാണ് സട്ടനും ബോവറിയും പറഞ്ഞാൽ ദിസ് ഈസ് നോൺ എസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിനെയാണ് നമ്മൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കുട്ടികളെ, വേഗം കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ പ്ലീസ്. റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത കുട്ടികളെ നോക്കൂ, എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഓഫ് ക്രോമസോമൽ തിയറി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ലുക്ക്, ദ 2 alleles ഓഫ് എ ജീൻ ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഹോമോലോഗസ് ലോക്കസ്, അല്ലെങ്കിൽ ലോക്കസിന്റെ പ്ലൂരലാണ് ലോക്കൈ, ഒരേ പൊസിഷൻ എന്ന് പറയാനാണ്. ഹോമോലോഗസ് ലോക്കൈ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീൻ ഫോർ വെയിറ്റ്, നിങ്ങളുടെ ജീൻ ഫോർ ഹൈറ്റ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ സെക്കൻഡ് ക്രോമസോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജീൻ ഫോർ ഹൈറ്റിൻ്റെ 2 അലീലുകളും രണ്ടാമത്തെ പെയർ ഓഫ് ക്രോമസോമിലാണ് ഉള്ളത്. അത് മനസ്സിലായോ? അതിൻ്റെ 2 അലീലുകളും രണ്ടാമത്തെ പെയർ ഓഫ് ക്രോമസോമിലാണ് ഉള്ളത്. അതിൻ്റെ ഒരേ ലൊക്കേഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി എക്സ്പെരിമെൻറ്റിലൂടെ ഈ ക്രോമസോമൽ തിയറി ശരിയാണ് എന്ന് പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് തോമസ് ഹണ്ട് മോർഗൻ. ആരുടെ വർക്കൊക്കെ പറഞ്ഞ്? TH മോർഗൻ. ചോദിക്കും, TH മോർഗന് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തത് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഫ്ലൈയെയാണ്. ആരെയാടാ? ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെയാണ്. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് വാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടേക്കിംഗ് ഡ്രോസോഫില? ഡ്രോസോഫിലയെ സെലക്ട് ചെയ്തത് കൊണ്ട് മോർഗന് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. ഇയാൾ കുറച്ച് ദിവസത്തിനകം തന്നെ അയാളുടെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കും. അതാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ലൈഫ് സൈക്കിൾ, നമുക്കൊരു 10-15 വയസ്സൊക്കെ ആവേണ്ടത്, നമ്മൾ ലൈംഗിക പ്രായപൂർത്തിയാവണമെങ്കിൽ അതിനുശേഷമല്ലേ കുട്ടി ഉണ്ടാകാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ടേക്ക് ഓൾമോസ്റ്റ് 15 years. നമ്മുടെ ലൈഫ് സൈക്കിൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ജനിച്ച് കുട്ടി ഉണ്ടാകുന്ന ആ ഒരു പീരീഡ്, അതിനാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. പക്ഷേ ഡ്രോസോഫില 2 ആഴ്ച കൊണ്ട് തന്നെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കും. ഷോർട്ട് ലൈഫ് സൈക്കിളാണ്, അറൗണ്ട് 2 weeks. രണ്ടാമത്തെ കാര്യം, സിംഗിൾ മേറ്റിംഗ്, ഒരൊറ്റ മെയ്റ്റിങ്ങിൽ നിന്ന് ഒരുപാട് പ്രോജനികളെ ഉണ്ടാക്കും. ക്ലിയർ അല്ലേ കുട്ടികളെ? സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സ്പ്രിങ്സ്. ഒരു സിംഗിൾ മേറ്റിങ്ങിൽ തന്നെ ഒരുപാട് ഓഫ് സ്പ്രിങ്ങുകളെ, ഒരുപാട് പ്രോജനികളെ കിട്ടും. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, സെറ്റ് അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മൂന്നാമത്തെ കുട്ടികളെ, ലുക്ക്, ഇറ്റ് ക്യാൻ ബി ഈസിലി ഗ്രോൺ ഇൻ ലാബ്. ഓക്കെ, സോ ഈസി ടു ഗ്രോ ഇൻ ലാബ്. ലബോറട്ടറിയിൽ വളർത്താൻ വളരെ എളുപ്പമാണ്. ഈസി ടു ഗ്രോ ഇൻ ലാബിൽ വളർത്താൻ എളുപ്പമാണ്. ഓക്കെ, നാലാമത്തെ ഒരു പോയിന്റ് കൂടെ പഠിച്ചോ. ദേ എക്സിബിറ്റ് ക്ലിയർ സെക്ഷുവൽ ഡൈമോർഫിസം. അങ്ങനെ പറഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ 3 പഠിച്ചാൽ മതി. ഒരു പോയിന്റ് കൂടെ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോ. മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഈ ക്രോസ് ഒക്കെ നടത്താൻ വേണ്ടി മെയിലിനെയും ഫീമെയിലിനെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ദ എക്സിബിറ്റ് ക്ലിയർ സെക്ഷുവൽ ഡൈമോർഫിസം, ഈസി ടു ഗ്രോ ഇൻ ലാബ്, സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്രോജനി, ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. ദീസ് ആർ ദ പോയിന്റ്സ്. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോകേണ്ട പരീക്ഷയ്ക്ക്. ബാക്കിയുള്ളത് പഠിച്ചില്ല, ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകണ്ട. ഞാനിവിടെ പറഞ്ഞ ഓരോ പോയിന്റും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകേണ്ട കാര്യമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളത് പഠിച്ചു. ഓക്കെ, റീസൺ ഫോർ സെലക്ടിങ് ഡ്രോസോഫില.
ഇനി ഡ്രോസോഫിലയിൽ ഇയാൾ ചെയ്തത് എന്താണെന്ന് അറിയും, ഇദ്ദേഹം ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നടത്തിയത്. ഇദ്ദേഹം ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഡ്രോസോഫിലനെ എടുത്തു, മെയിൽ ഡ്രോസോഫിലനെ എടുത്തിട്ട് ക്രോസ്ഡ് വിത്ത് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഡ്രോസോഫിലയുമായിട്ടാണ്, വൈറ്റ് ഐഡ് ഫീമെയിലുമായിട്ടാണ് ഇദ്ദേഹം ക്രോസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇദ്ദേഹം ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം പഠിച്ച ഈ രണ്ട് ക്യാരക്ടറുകൾ, അതിൻ്റെ ജീനുകളുടെ ജീൻസ് വേർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം, ജീനുകൾ എക്സ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നോക്കൂ, ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ രണ്ടും ഡോമിനൻ്റ് ഫീനോടൈപ്പ് ആണ്, രണ്ടും ഡോമിനൻ്റ് ആണ്. ബ്രൗൺ ബോഡി കളർ, ഐ കളർ യെല്ലോ, രണ്ടും ഡോമിനൻ്റ് ആണ്. ആ ജീനുകൾ എക്സ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എടാ മെയിൽ എന്ന് പറഞ്ഞാൽ XY അല്ലേ, ഫീമെയിൽ XX ആണ് സെക്സ് ക്രോമസോമുകൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് XY ഉണ്ടോ, Y ക്രോമസോമാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് XX. ശ്രദ്ധിക്കണേ മക്കളെ, XX വേണ്ട ഒരു X, അടുത്ത X ഇതാ. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ജീൻസ്. ഈ ജീനുകളെ കുറിച്ച് നോക്കാം. നോക്കടാ, ബ്രൗൺ ബോഡി കളറിന് വേണ്ടിയിട്ടുള്ള ജീനിനെ നമ്മൾ Y+ എന്നാണ് എഴുതുക. ഓക്കെ, Y+. ദെൻ റെഡ് ഐ കളറിന് വേണ്ടിയുള്ള ജീനിനെ W+ എന്നാണ് നമ്മൾ അലീലിനെ റെപ്രസെൻ്റ് ചെയ്യുക. നോക്കൂ, മെയിൽ XY ആയതുകൊണ്ട് തന്നെ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, മറ്റേത് Y ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ, XY, ബിക്കോസ് ദ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. Now let's talk about yellow bodied white eyed female. ഹോമോസൈഗസ് ആണ്, ട്രൂ ബ്രീഡിംഗ് ആണ്. എപ്പോഴും നമ്മൾ പാരന്റൽ ജനറേഷനിൽ എടുക്കുക ട്രൂ ബ്രീഡിംഗ് ആണ്. ട്രൂ ബ്രീഡിംഗ് യെല്ലോ ബ്രൗൺ റെഡ് മെയിലിനെയും ട്രൂ ബ്രീഡിംഗ് യെല്ലോ വൈറ്റ് ഫീമെയിലിനെയാണ് അവരെടുത്തത്. ഓക്കെ, സോ ലുക്ക്, യെല്ലോ ബോഡി കളറിന് വേണ്ടിയിട്ടുള്ള അലീലിനെ നമ്മൾ Y എന്നാണ് പറയുക. എന്താണ് Y? അപ്പോൾ നോക്കൂ, രണ്ട് പാരന്റിൽ നിന്നും ഓരോ Y വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ഹോമോലോഗസ്. നോക്കൂ, ഈ രണ്ട് അലീലുകൾ നോക്കൂ, രണ്ടും എക്സ് ക്രോമസോം ആയതുകൊണ്ട് തന്നെ രണ്ടിലും ഉണ്ടാവും. എന്തുകൊണ്ടാണ് മെയിലിൻ്റെ കേസിൽ ഇതിന് കറസ്പോണ്ടിങ് ആയത് വൈയിൽ ഇല്ലാത്തത്? നോക്കൂ, ഈ രണ്ട് ക്രോമസോമുകളും എക്സ് അല്ല. ഓക്കെ, നമ്മൾ 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 23 പെയർ ഓഫ് ക്രോമസോമിലെ ഒന്നാമത്തെ പെയർ എടുത്താൽ രണ്ടും ഒരേപോലെയുള്ള ക്രോമസോം ആവും, രണ്ടാമത്തെ പെയർ എടുത്താൽ രണ്ടും ഒരേപോലെയുള്ള ക്രോമസോം ആവും. പക്ഷേ ആണുങ്ങളുടെ കേസിൽ 23ാമത്തെ പെയർ എടുത്താൽ അതിലൊന്നിലെ എക്സ് ക്രോമസോമും മറ്റേത് Y ക്രോമസോമും ആവും. അത് രണ്ടും ഒരേപോലെയല്ല. അതേ സമയത്ത് സ്ത്രീകളുടെ കേസിൽ ദർ ഈസ് നോ പ്രോബ്ലം, 23 പെയർ വരെയുള്ള എല്ലാ പെയറിലും ഒരേപോലെയുള്ള ക്രോമസോമാണ്. റെഡിയല്ലേ? റെഡിയാണോ? അപ്പോൾ നോക്കൂ, ഒരു Y ഇവിടെ, ഒരു Y അവിടെ. അതുപോലെ തന്നെ ബോഡി ഐ കളറിന് വേണ്ടിയിട്ടുള്ള ഈ വൈറ്റ് ഐ കളർ തരാൻ വേണ്ടിയിട്ടുള്ള അലീൽ എന്ന് പറയുന്നത് W ആണ്. സോ രണ്ട് എക്സിൻ്റെ അടുത്തും Y ഉണ്ടാവും, W ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, ഇവരെടുത്തിട്ടാണ് ക്രോസ് ചെയ്തത്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ, റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ പ്ലീസ്. ശരിക്കും AB ബ്ലഡ് ഗ്രൂപ്പാണ് കോഡോമിനൻസ്, അതല്ല ഇവിടെ എഴുതി കാണിച്ചത്. എന്നിട്ടും എന്താണ് ഇത് മനസ്സിലാവാത്തത്? ഇതല്ലേ കോഡോമിനൻസ്, ഞാൻ പറഞ്ഞതല്ലേ. ഇത് റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, സോ ഇദ്ദേഹം എടുത്ത് ഇനിയിപ്പോൾ ഇതൊന്നും നോക്കാൻ വയ്യെങ്കിൽ മൈൻഡേ ആക്കണ്ട, ഒറ്റ കാര്യം ആലോചിക്കുക. ഇദ്ദേഹം എടുത്തത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലിനെയും യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിനെയും ആയിരുന്നു. ഓക്കെ, സോ ലുക്ക്, അത് മാത്രം പഠിച്ചാൽ മതി. ഇത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് മൈൻഡ് കൊടുക്കണ്ട, ഇത് മാത്രം പഠിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാരൻ്റൽ ജനറേഷൻ. അങ്ങനെ അദ്ദേഹം ജനറ്റിക് ക്രോസ് ഒക്കെ നടത്തി. അങ്ങനെ F2 ജനറേഷനിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ പാരൻ്റൽ ടൈപ്പിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് നോൺ പാരൻ്റൽ ടൈപ്പ് വളരെ കുറച്ചാണ് കിട്ടിയത്. നോക്കൂ, നോൺ പാരൻ്റൽ ടൈപ്സ് വെറും 1.3% ആണ് നോൺ പാരൻ്റൽ ടൈപ്പ് കിട്ടിയത്. ദാറ്റ് ഈസ് റീകോംബിനൻസിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അത്ര ഓർത്താൽ മതി. നോക്കൂ, നമ്മുടെ മോർഗന് ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയ സമയത്ത് നമുക്ക് മോർഗൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോവാം. മോർഗനിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസ് എൻ്റെ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നോക്കട്ടെ, ഇത്രയധികം നോൺ പാരൻ്റൽ ടൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് നോൺ പാരൻ്റൽ ടൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ TH മോർഗന്, തോമസ് ഹണ്ട് മോർഗന് നോക്കൂ, ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി ഡ്രോസോഫിലയെ ഉപയോഗിച്ചുകൊണ്ട് ആ ഡൈഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് റീകോംബിനൻസ് അല്ലെങ്കിൽ നോൺ പാരൻ്റൽ ടൈപ്പ് കിട്ടിയത്. അതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ്
both the genes are located on same chromosome. രണ്ട് ജീനുകളും ഒരേ ക്രോമസോമിൽ ലൊക്കേറ്റ്, ദാറ്റ് ഈസ് എക്സ് ക്രോമസോം. രണ്ട് ജീനുകളും ഒരേ ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തത് കൊണ്ടാണ് അത്രേ ഇദ്ദേഹത്തിന് വളരെ കുറച്ച് റീകോമ്പിനൻസ് കിട്ടിയത്. യു ഗോട്ട് ദ പോയിന്റ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേക്ക്. ഇത് ഓൾറെഡി അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്ന് പെട്ടെന്ന് റിവിഷൻ ആയി കിട്ടും. അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്, വിട്ടേക്ക്. ഈ ഒരു കാര്യം ഓർത്തൂടെ. ബ്രൗൺ റെഡ് മെയിലിനെയും ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലിനെയും യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിനെയും കൂടിയാണ് ക്രോസ് നടത്തിയത്. അപ്പോൾ F2 ജനറേഷനിൽ അദ്ദേഹത്തിന് പാരന്റിനെ പോലെ തന്നെയുള്ള ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലിനെയും അതുപോലെ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ആളുകളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. F2 ജനറേഷനിൽ പാരന്റൽ ടൈപ്പിനെ കിട്ടിയിട്ടുണ്ട്. അതായിരുന്നു മെജോറിറ്റി. നോൺ പാരന്റൽ ടൈപ്പിന്റെ എണ്ണം വളരെ 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 കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ നോൺ പാരന്റൽ ടൈപ്പിന്റെ എണ്ണം കുറയാനുള്ള കാരണമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത്, കാരണം അദ്ദേഹം പഠിച്ച ഈ രണ്ട് ജീനുകളും ഒരൊറ്റ സെയിം ക്രോമസോമിൽ ലൊക്കേറ്റ് ആയിട്ടുള്ള ജീനുകളാണ്. അദ്ദേഹം മറ്റ് രണ്ട് ടേമുകൾ കൂടെ ഇതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം രണ്ട് ടേമുകൾ കൂടെ കോയിൻ ചെയ്തു. ഒന്നാമത്തെ ടേമാണ് ലിങ്കേജ്. എന്താണ് ലിങ്കേജ്? രണ്ടാമത്തെ ടേമാണ് റീകോമ്പിനേഷൻ. എന്താണ് റീകോമ്പിനേഷൻ? സോ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ എന്താണെന്ന് ചോദിക്കൂട്ടോ, ഓഫ് ടു ജീൻസ് ഓൺ സെയിം ക്രോമസോം. എടാ, നമ്മുടെ ഏതൊരു ക്രോമസോം എടുത്താലും ആ ക്രോമസോമുകളിൽ അനേകം ജീനുകളുണ്ട്. അപ്പോൾ ഒരേ ക്രോമസോമിൽ ലൊക്കേറ്റ് ഇരിക്കുന്ന ജീനുകളെ മൊത്തം നമ്മൾ ലിങ്ക്ഡ് ജീനുകൾ എന്നാണ് പറയുക. എന്താ പറയുക? ലിങ്ക്ഡ് ജീനുകൾ. അപ്പോൾ നോക്കൂ, ദ ജീൻ ഫോർ ബോഡി കളർ, ജീൻ ഫോർ ഐ കളർ ഇൻ ഡ്രോസോഫിലയിലെ ബോഡി കളറിൻ്റെ ജീന് അതുപോലെ ഐ കളറിൻ്റെ ജീൻ, അത് രണ്ടും ലിങ്ക്ഡ് ജീനാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ടു ജീൻസ് ഓൺ ദ സെയിം ക്രോമസോം. അദ്ദേഹം കോയിൻ ചെയ്ത മറ്റൊരു ടേമാണ് റീകോമ്പിനേഷൻ. അദ്ദേഹത്തിൻ്റെ ഈ ക്രോസിന് ശേഷം റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് ഓഫ് നോൺ പാരന്റൽ ടൈപ്പ് ഇൻ എ ജനറ്റിക് ക്രോസ്. അപ്പിയറൻസ് ഓഫ് നോൺ പാരന്റൽ ടൈപ്സ് ഇൻ എ ജനറ്റിക് ക്രോസ്. ഒരു ജനറ്റിക് ക്രോസിൽ നോൺ പാരന്റൽ ടൈപ്പ് വരുന്ന അവസ്ഥയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ മതി. ഇത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കടാ. ഇത് മനസ്സിലായില്ലെങ്കിൽ മൈൻഡ് ആക്കണ്ട. നെവർ മൈൻഡ്, ലീവ് ഇറ്റ്. ഇത് ഓർത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് ടേം അദ്ദേഹം കോയിൻ ചെയ്തു. നോക്കൂ, നമ്മുടെ മോർഗാനിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ് എന്ന് പറയുന്ന ആളുണ്ട്. നോക്കൂ, മോർഗാനിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ് എന്നാ ചെയ്തതെന്ന് അറിയോ? 1 സെക്കൻഡ്. ഓക്കെ, മോർഗാന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ഇൻ എ ജനറ്റിക് ക്രോസ്. ഒരു ജനറ്റിക് ക്രോസിൽ നിങ്ങൾക്ക് കിട്ടുന്ന റീകോമ്പിനൻസിന്റെ നോൺ പാരന്റൽ ടൈപ്പിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എത്രയാണോ അത് വെച്ചുകൊണ്ട് രണ്ട് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. ആരാ മുന്നോട്ട് വെച്ചത്? ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ്, മോർഗാനിന്റെ സ്റ്റുഡന്റ് ആണ്. നോക്കൂ, ആൽഫ്രഡ് സ്റ്റുർട്ടിവന്റ് പറഞ്ഞത് TH മോർഗാന്റെ എക്സ്പെരിമെന്റിൽ ആ രണ്ട് ജീനുകളും ഒരേ ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സപ്പോസ് ദിസ് ഈസ് ജീൻ ഫോർ ബോഡി കളർ. ഞാൻ ഒരു ഡയഗ്രാം ആയിട്ട് കാണിക്കുകയാണ്. ബോഡി കളറിന്റെ ജീനാണിത്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ജീൻ ഫോർ ഐ കളർ. അപ്പോൾ ഈ രണ്ട് ജീനുകളും ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് 1.3% റീകോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഈ രണ്ട് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.3 സെന്റിമോർഗൻ ആണ് എന്ന് പറഞ്ഞു. എന്താണ് 1.3 സെന്റിമോർഗൻ? ഇനി നിങ്ങൾ മറ്റ് രണ്ട് ക്യാരക്ടർ എടുത്തു. ഇപ്പോൾ ഐ കളറ് അതുപോലെ വിങ് സൈസ്. ഓക്കെ, ജീൻ ഫോർ ഐ കളറും ജീൻ ഫോർ വിങ് സൈസും ഉള്ള മറ്റൊരു ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. ഓക്കെ, ജീൻ ഫോർ വിങ് സൈസ് അത് ഉൾപ്പെടുന്ന മറ്റൊരു ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 37.2% റീകോമ്പിനൻസ് കിട്ടി. നോൺ പാരന്റൽ ടൈപ്പ് കിട്ടിയെന്ന് ഇമാജിൻ ചെയ്യൂ. മോർഗൻ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർഗൻ ഏകദേശം 37.2% റീകോമ്പിനൻസ് കിട്ടി, നോൺ പാരന്റൽ ടൈപ്പ് കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ രണ്ട് ജീനുകളും തമ്മിൽ, ജീൻ ഫോർ ഐ കളറും ജീൻ ഫോർ വിങ് സൈസും തമ്മിൽ ഏകദേശം 37.2 സെന്റിമോർഗൻ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. എത്രയാ? 37.2 സെന്റിമോർഗൻ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ മോർഗനിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ എന്താ ചെയ്തതെന്ന് അറിയോ?
Look, he considered the frequency of recombination, അല്ലെങ്കിൽ he used the frequency of recombination in a genetic cross to represent the distance between two genes. രണ്ട് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷനെ ഉപയോഗിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ജീനുകൾ ഒരേ ക്രോമസോമിലാണെങ്കിൽ ആ ജീനുകൾ ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ്, ഇപ്പോൾ ജീൻ ഫോർ ബോഡി കളർ, ഐ കളർ, അത് ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയാൽ അതിനകത്തെ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനൻസ് വളരെ കുറവായിരിക്കും. ആ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനൻസ് എത്രയാണോ അത്രയാണ് ആ ഒരേ ക്രോമസോമിലുള്ള രണ്ട് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ് കണ്ടെത്തിയത്. ആൻഡ് ദിസ് ഈസ് ക്രോമസോം മാപ്പിംഗ്. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രോമസോം മാപ്പിംഗ്. അത്ര പഠിച്ചാൽ മതി, കൂടുതൽ ഡാറ്റയൊന്നും പഠിക്കണമെന്നില്ല. നമുക്ക് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഇത്രയും കാര്യങ്ങൾ, ഇത് മാത്രം. ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെയാണ് എക്സ്പെരിമെന്റിന് വേണ്ടി സെലക്ട് ചെയ്തത് മോർഗന്. അതിനുള്ള റീസൺസ് നമ്മൾ പഠിച്ചു. ആരെയൊക്കെയാണ് ക്രോസ് ചെയ്ത്? ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലിനെയും, അത് ഡോമിനൻ്റ് ആട്ടോ. ബോഡി കളറും ഐ കളർ ഉൾപ്പെടുന്ന ക്രോസ് ആണ്. ബോഡി കളർ ബ്രൗൺ ആണ് ഡോമിനൻ്റ്, യെല്ലോ ആണ് റെസസീവ്. ഐ കളർ റെഡ് ആണ് ഡോമിനൻ്റ്, വൈറ്റ് ആണ് റെസസീവ്. എനിവേ, ഇത് ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. ആ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റിസൾട്ട് നോക്കി, F2 ജനറേഷൻ നോക്കി. റീകോമ്പിനൻസിൻ്റെ എണ്ണം, നോൺ പാരൻ്റൽ ടൈപ്പിൻ്റെ എണ്ണം വളരെ തുച്ഛമായിരുന്നു. റീകോമ്പിനൻസിൻ്റെ പെർസെൻറ്റേജ്, ഫ്രീക്വൻസി വളരെ കുറവായിരുന്നു. അപ്പോൾ മോർഗൻ എന്ത് പറഞ്ഞു? ഈ രണ്ട് ജീനുകളും സെയിം ക്രോമസോമിലാണുള്ളത്, അതുകൊണ്ടാണ് ഇവർ ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോൾ നമുക്ക് റീകോമ്പിനൻസിൻ്റെ എണ്ണം വളരെ കുറച്ച് കിട്ടുന്നത്. അപ്പോൾ മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. ഈ റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പറയാൻ പറ്റും. ലുക്ക്, എനി ടു റീസൺസ് ഫോർ സെലക്ടിങ് ഡ്രോസോഫില ഫോർ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നോക്ക്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോമസോം മാപ്പ് ഈസ് ഗിവൺ ബിലോ. വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്? ഇതിലേത് ജീനാ കൂടുതൽ ലിങ്ക് ആയിട്ടുള്ളത്? നോക്ക്, Y ഉണ്ട്, W ഉണ്ട്, M ഉണ്ട്. ഇതിലേതാ വളരെ ക്ലോസ് ആയിട്ടുള്ള ജീനുകൾ? ഏറ്റവും ലിങ്ക് ചെയ്ത് കിടക്കുന്ന ജീനുകൾ ഏതാ? വേഗം പറ. ഏറ്റവും ലിങ്ക് ചെയ്ത് കിടക്കുന്ന, വെരി ഗുഡ്, Y ആൻഡ് W, ഇവരാണ് വളരെ അടുത്തടുത്ത്. ഹൂ മാപ്ഡ് ദ ക്രോമസോം ഫസ്റ്റ്ലി? ആരാ? ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ്. അല്ല, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ് ആണ് ക്രോമസോം മാപ്പിംഗ് നമുക്ക് ആദ്യം പറഞ്ഞത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെക്സ് ഡിറ്റർമിനേഷൻ. എങ്ങനെയാണ് നമ്മുടെ സെക്സിൻ്റെ ഡിറ്റർമിനേഷൻ നടക്കുന്നത്? നോക്കൂ, നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ ആദ്യത്തെ 22 പെയർ ഓഫ് ക്രോമസോമുകളും നമ്മുടെ സെക്ഷുവൽ ക്യാരക്ടർ അല്ലാത്ത മറ്റ് ക്യാരക്ടറുകളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ 23ാമത്തെ പെയർ ഓഫ് ക്രോമസോമുകളാണ് നമ്മുടെ സെക്സ്, നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ തീരുമാനിക്കപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ 22 പെയർ ഓഫ് ക്രോമസോമുകളെ നമ്മൾ ഓട്ടോസോംസ് എന്നാണ് പറയുക. എന്താ പറയുക? ഓട്ടോസോംസ്. ഇനി ആ അവസാനത്തെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോമുകളെ നമ്മൾ അലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് എന്നാണ് പറയുക. സെക്സ് ക്രോമസോംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ക്രോമസോംസ് എന്ന് പറയുന്നത്. രണ്ട് ഗ്രൂപ്പാണ്. വി ഹാവ് ഓട്ടോസോംസ് പ്ലസ് അലോസോം. റെഡിയല്ലേ കുട്ടികളെ? ഇനി നോക്ക്, എങ്ങനെയാണ് ഓരോ ജീവികളുടെയും സെക്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. നമ്മൾ മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ സെക്സ് ക്രോമസോം മെയിലിൽ എക്സ്, ഫീമെയിലിൽ XX ആയിരിക്കും, മെയിലിൽ XY ആയിരിക്കും സെക്സ് ക്രോമസോം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ മനുഷ്യരുടെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് XX-XY മെക്കാനിസമാണ്. സോ ഇൻ അവർ കേസ് ഫീമെയിൽസ് ആർ XX അല്ലേ? ഫീമെയിൽ XX ആണ്, മെയിൽ എന്താണ് കുട്ടികളെ? XY ആണ്. ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് നോക്കടാ, ഫീമെയിലിൻ്റെ അടുത്ത് നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആണ്? X ഉള്ള ഗാമീറ്റ് മാത്രം. മെയിലിൻ്റെ അടുത്ത് നിന്നോ നോക്കി, കാരണം X ഉള്ള മാത്രം ഒരൊറ്റ ടൈപ്പേ ഉണ്ടാവുള്ളൂ. മെയിലോ? X ഉള്ള ഗാമീറ്റും അതുപോലെ Y ഉള്ള ഗാമീറ്റും പോസിബിൾ ആണ്. ഇനി നോക്ക്, ഇതും കൂടെയാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടി എന്തായിട്ട് മാറും? പെണ്ണായിട്ട് മാറും, XX. ഇതുകൂടെ ഫ്യൂസ് ചെയ്യുന്നെങ്കിലോ XY, കുട്ടി മെയിലായിട്ട് മാറും. ശരിയാണോ കുട്ടികളെ? കുട്ടി മെയിലായിട്ട് മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. നോക്കൂ, ഫീമെയിൽ എപ്പോഴും ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് X ഉള്ള ഗാമീറ്റ് മാത്രം. മെയിലോ? X ഉള്ള ഗാമീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, Y ഉള്ള ഗാമീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിലെ ഈ Y ആണ് ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടി ആൺകുട്ടിയാവുന്നു, X ആണെങ്കിൽ കുട്ടി പെൺകുട്ടിയാവുന്നു. സോ നമ്മുടെ കേസിൽ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് ആരാ? മെയിലാണ് മനുഷ്യൻ്റെ കേസിൽ.
ക്ലിയർ ആണോ കുട്ടികൾ? ഓക്കെ. ആൻഡ് ദിസ് ഈസ് ലുക്ക് എത്ര ടൈപ്പ് ഗാമീറ്റ് മെയിൽ ഉണ്ടാക്കേണ്ടത്? 2 ടൈപ്പ്. ഫീമെയിലോ ഒരൊറ്റ ടൈപ്പ് മാത്രം. അപ്പോൾ മെയിലല്ലേ വ്യത്യസ്ത ഗാമീറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെയിൽ heterogamity. എന്താ പറയുക? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെയിൽ heterogamity. ആൻഡ് ഹിയർ സെക്സ് ഓഫ് ഓഫ്സ്പ്രിങ്ങിൻ്റെ സെക്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെയിൽ. ഓഫ്സ്പ്രിങ്ങിൻ്റെ സെക്സ് ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? മെയിലാണ്, അല്ലെങ്കിൽ മെയിലിൻ്റെ ഗാമീറ്റ് ആണ്. ഇതിൻ്റെ എക്സാമ്പിളുകൾ ആരൊക്കെയാണെന്ന് അറിയോ? 1 ഹ്യൂമൻസ്, മനുഷ്യർ. 2 ഡ്രോസോഫില. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോസോഫില ഉണ്ടല്ലോ, അയാളുടെ കേസിലും സെക്സ് ഡിറ്റർമിനേഷൻ ഇതേ മെക്കാനിസം ആണ്. Now let's talk about the next mechanism, that is XX exo അല്ലെങ്കിൽ X0 mechanism, and it is seen in insects like grasshopper. ഗ്രാസ്ഹോപ്പറിനെ പോലെയുള്ള ഇൻസെക്റ്റുകളിലാണ് നമ്മളിത് കാണുക. ഓക്കെ, നോക്കി ഇവരുടെ കേസിൽ ഫീമെയിൽസ് ആർ XX. ഫീമെയിൽ XX ആണ്. മെയിലിന് ഒരൊറ്റ X ക്രോമസോമേ ഉള്ളൂ. XY ഒന്നുമില്ല, ഒരു X മാത്രം. അപ്പോൾ മെയിലിൻ്റെ അവസാനത്തെ പെയർ ഓഫ് ക്രോമസോം ഉണ്ടല്ലോ, അതിലൊരൊറ്റ ഒന്നേ ഉള്ളൂ. അപ്പുറത്ത് പെയർ ചെയ്യാൻ കൂടെ ആളുണ്ടാവില്ല. ആ X മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കും. ഫീമെയിലിൻ്റെ കേസിലാണെങ്കിൽ 2 X ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, എനിവേ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ഈ ഗ്രാസ് ഹോപ്പറിൻ്റെ കേസിൽ മെയിലിന് ഒരു എല്ല് കുറവാണ്. മെയിൽ പാവാണ് അല്ലേ? മെയിലിനൊരു ക്രോമസോം കുറവാണ്. എല്ലല്ല, ക്രോമസോം കുറവാണ്. പെണ്ണുങ്ങൾക്ക് ഒരു എല്ല് കൂടുതലാണ്. ഓക്കെ, എനിവേ കം ഹിയർ. ശ്രദ്ധിക്കടാ, ഈ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുമ്പോൾ എക്സ് ഉള്ള ഗാമീറ്റ് അല്ലേ ഉണ്ടാവുക? അതെ, എങ്ങനെ ഗാമീറ്റ് ഉണ്ടായാലും എക്സ് ഉള്ള ഗാമീറ്റ് ആയിരിക്കും. മെയിൽ ഉണ്ടാക്കുമ്പോഴോ നോക്ക്, എക്സ് ഉള്ള ഗാമീറ്റ് എക്സ് ഇല്ലാത്ത ഗാമീറ്റ് പോസിബിളാണ്. കാരണം ഇയാളുടെ ഇങ്ങനെ 2 പെയറും സെപ്പറേറ്റ് ആവുകയാണ്. ക്രോമസോമുകൾ ഇങ്ങനെ പെയറായി നിൽക്കുന്ന ക്രോമസോം സെപ്പറേറ്റ് ആവുകയാണ്. അങ്ങനെ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് അവസാനത്തെ പെയറിൽ നിന്ന് എക്സ് ഒരു ഗാമീറ്റിലേക്ക് പോകും, എക്സ് ഇല്ലാത്ത ഒരു ഗാമീറ്റും ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? 2 ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആണ്. ഇതും കൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടി പെണ്ണായിട്ട് മാറും. ഇതും കൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടി ആണായിട്ട് മാറും. സോ ഹിയർ ഓൾസോ മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. സോ ഇറ്റ് ഈസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് male heterogamity, and here also sex of offspring is determined by male. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കുട്ടികളെ നെക്സ്റ്റ് മെക്കാനിസം ആണ്, ദാറ്റ് ഈസ് ZZZW മെക്കാനിസം. ഇറ്റ് ഈസ് സീൻ ഇൻ ബേർഡ്സിലാണ് നമ്മൾ ZZZW മെക്കാനിസം കാണുന്നത്. ഇൻ കേസ് ഓഫ് ബേർഡ്സ് മെയിൽസ് ആർ ZZ. മെയിൽസ് ZZ ആണ്, ഫീമെയിൽസ് ZW ആണ്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ മെയിൽ എത്ര ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കുക? Z ഉള്ളത് മാത്രമേ അയാൾക്ക് പോസിബിൾ ആവുള്ളൂ. അയാൾ ZZ ആ. ഫീമെയിലോ Z ഉള്ള ഗാമീറ്റ്, അതുപോലെ W ഉള്ള ഗാമീറ്റ്. സെറ്റാണോ? റെഡി അല്ലടാ? റെഡി അല്ലേ മക്കളെ? ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടി എന്തായിട്ട് മാറും? മെയിലായിട്ട് മാറും. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ ZW, കുട്ടി ഫീമെയിലായിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കുന്ന ഫീമെയിലാണ്. സോ ദിസ് ഈസ് ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. ഇവിടെ ഓഫ് സ്പ്രിങ്ങിൻ്റെ സെക്സ് തീരുമാനിക്കുന്നത് മെയിലാണോ? അല്ല, മെയിൽ ഈ ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റേ ഉണ്ടാക്കുന്നുള്ളൂ. ഫീമെയിൽ ഉണ്ടാക്കുന്ന ഏത് ഗാമീറ്റ് ആണ് മെയിലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ ഹിയർ സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹൂം? ബൈ ഫീമെയിൽ. സെറ്റാണോ? ഓക്കെ, സോ ദിസ് ഈസ് എക്സാമ്പിൾ ഓഫ് ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. ആൻഡ് ഹിയർ സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫീമെയിൽ. ഫീമെയിലാണ് ഓഫ് സ്പ്രിങ്ങിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. റെഡി അല്ലേ? ഇനി നമുക്ക് ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൂടിയുണ്ട്, ഹാപ്ലോഡിപ്ലോയിഡ് സിസ്റ്റം. ശ്രദ്ധിക്ക്, ഇറ്റ് ഈസ് സീൻ ഇൻ ഹണി ബീയിൽ അതുപോലെ തന്നെ നമ്മുടെ ഉറുമ്പുകളിലൊക്കെയാണ് നമ്മൾ ഈ ഹാപ്ലോഡിപ്ലോയിഡ് സിസ്റ്റം കാണുന്നത്. അതായത് ഇൻ ഹണി ബി മെയിൽസ് ആർ ഹാപ്ലോയിഡ്. മെയിൽസ് ഹാപ്ലോയിഡ് ആണ്, ഫീമെയിൽസ് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, ഫീമെയിൽസിന് ഇപ്പോൾ ഉദാഹരണത്തിന് മെയിലിന് 18 ക്രോമസോം, 16 ക്രോമസോം, ഫീമെയിലിന് 32 ക്രോമസോം. ഓക്കെ, ഇനി ഫീമെയിലിൽ നിന്ന് എങ്ങനെയാ ഗാമീറ്റ് ഉണ്ടാവുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? ഗാമിറ്റോജനസിസ്. ഫീമെയിലിന് ഗാമിറ്റോജനസിസ് നടക്കുന്നത് മിയോസിസിലൂടെയാണ്, ബൈ മിയോസിസ്. അപ്പോൾ എന്താ, 32 ക്രോമസോമുള്ള സെല്ലിന് മിയോസിസ് നടന്നാൽ ഹാപ്ലോയിഡ് ആയുള്ള 16 ക്രോമസോം വീതമുള്ള 2 ഗാമീറ്റുകൾ പോസിബിൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് മെയിലിൻ്റെ കേസിൽ ഗാമിറ്റോജനസിസ് ബൈ മൈറ്റോസിസ്. ഓക്കെ, മൈറ്റോസിസിലൂടെയാണ് ഗാമിറ്റോജനസിസ് നടക്കുന്നത് മെയിലിൻ്റെ കേസിൽ. അപ്പോൾ ഹാപ്ലോയിഡ് ആയുള്ള മെയിലിൻ്റെ ബോഡിയിൽ ഹാപ്ലോയിഡ് ആയി തന്നെയുള്ള ഗാമീറ്റ് മൈറ്റോസിസിലൂടെ രൂപപ്പെടും. ശ്രദ്ധിക്ക്,
ഇങ്ങനെ ഉണ്ടാകുന്ന മൈറ്റോസിസിലൂടെ ഉണ്ടാകുന്ന മെയിൽ ഗാമീറ്റും മൈറ്റോസിസിലൂടെ ഉണ്ടാകുന്ന ഫീമെയിൽ ഗാമീറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, കുട്ടി എന്തായിരിക്കും? 2n ഉള്ള കുട്ടിയായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ഫീമെയിൽ. ക്ലിയർ ആണോ? അപ്പോൾ ഹണി ബീയിൽ ഫീമെയിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബൈ ഫെർട്ടിലൈസേഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. സെറ്റ് അല്ലേ? ഇനി ശ്രദ്ധിക്കുക കേട്ടോ, എങ്ങനെയാണ് ഹണിബിയിൽ ആൺകുട്ടി ഉണ്ടാവുക എന്നറിയോ? അമ്മയുടെ ഓവമുണ്ടല്ലോ, ഫീമെയിൽ ഗാമീറ്റ്, അയാൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ നേരിട്ട് ഒരു പുതിയ ഓഫ് സ്പ്രിങ് ആയിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവം നേരിട്ട് ഒരു പുതിയ ഓഫ് സ്പ്രിങ് ആയിട്ട് മാറും. അങ്ങനെയാണ് ഹണിബിയുടെ കേസിൽ മെയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഫാദർലെസ് ആണ്, ഫാദർലെസ് ആണ് ഹണിബിയിലെ മെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ കുട്ടികളെ? ഹണിബിയിലെ മെയിൽ ഫാദർലെസ് ആണ്. ഓക്കെ, ഹണിബിയിലെ ഫീമെയിലോ ഫാദർ ഉണ്ട്, മെയിൽ ഫാദർലെസ് ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ സിസ്റ്റം. റെഡിയാണോ കുട്ടികളെ? യെസ് ഓർ നോ? ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, കാരണം അമ്മക്കൊരു അച്ഛൻ ഉണ്ടാവുമല്ലോ, പക്ഷെ നേരിട്ട് ഹണിബിക്ക് എന്തില്ല? ഫാദർ ഇല്ല. ഓക്കെ, അതിന് ബേസ് ചെയ്തുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ്. മെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ ഉദാഹരണം എന്താണ്, ഫീമെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ ഉദാഹരണം എന്താണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇത്തരം സിമ്പിൾ ചോദ്യങ്ങളാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ജനറ്റിക് ഡിസോർഡേഴ്സ്. നോക്കട്ടെ, ജനറ്റിക് ഡിസോർഡേഴ്സിനെ നമുക്ക് ബ്രോഡ്ലി 2 ഗ്രൂപ്പാക്കാം. ഒന്നാമത്തേതാണ് കുട്ടികളെ, ഒന്നാമത്തെ ഗ്രൂപ്പാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. രണ്ടാമത്തേതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ, സോ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആർ ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓഫ് എ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനിലുള്ള തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് മെൻഡേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഇൻ എ സിംഗിൾ ജീൻ. മ്യൂട്ടേഷൻ ഇൻ എ സിംഗിൾ ജീൻ, ഒരു സിംഗിൾ ജീനിൽ സംഭവിക്കുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുക. അതേസമയത്ത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ ഡ്യൂ ടു ആബ്സെൻസ് or excess number of chromosomes. ക്രോമസോമുകളുടെ എണ്ണം ഒന്നുകിൽ കുറയുക അല്ലെങ്കിൽ കൂടെ. ഇപ്പോൾ ഈ 46 ക്രോമസോം നമുക്ക് നോർമലി വേണം, അതിന് പകരം 45 ആവുക, ചിലർക്ക് ഒരെണ്ണം കൂടിയിട്ട് 47 ആവുക. ഇത്തരം കണ്ടീഷനുകളെയാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക. ഇനി നോക്ക്, മെൻഡേലിയൻ ഡിസോർഡറുകളെ നമുക്ക് വീണ്ടും ഒരുപാട് ഗ്രൂപ്പുകളാക്കാം. ഓക്കെ, നോക്കൂ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഓട്ടോസോമുകളിലെ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്. നമ്മുടെ സെക്സ് ക്രോമസോമുകളിലെ ജീനുകൾക്ക് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ, അതിലൂടെ ഉണ്ടാകുന്ന മെൻഡേലിയൻ ഡിസോർഡറുകളെ നമ്മൾ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ്. ഇനി ഓട്ടോസോമൽ ഡിസോർഡറുകളെ തന്നെ നമുക്ക് വീണ്ടും 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആൻഡ് റെസസീവ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡറുകളുണ്ട്, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറുകളുണ്ട്. ഇതുപോലെ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഡിസോർഡറുകളുണ്ട്, അതുപോലെ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറുകളുണ്ട്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒക്കെ ഉദാഹരണം നമ്മളോട് ചോദിക്കും. ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡറിൻ്റെ ഒരൊറ്റ ഉദാഹരണമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് മയോട്ടോണിക് അല്ലെങ്കിൽ മസ്കുലാർ ഡിസ്ട്രോഫി. ആണ് മസ്കുലാർ ഡിസ്ട്രോഫി. ഒരൊറ്റ ഉദാഹരണം, മസ്കുലാർ ഡിസ്ട്രോഫി. ഇനി ഓട്ടോസോമൽ റെസസീവ് ഡിസീസസിൻ്റെ ഒരു 3 ഉദാഹരണം പഠിച്ചോളൂ. ഒന്നാമത്തേതാണ് സിക്കിൾ സെൽ അനീമിയ. രണ്ടാമത്തേതാണ് ഫീനൈൽ കീറ്റോണ്യൂറിയ. മൂന്നാമത്തേതാണ് തലസീമിയ. ഇനി സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന മറ്റൊന്നു കൂടിയുണ്ട്, അത് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ 3 പഠിക്കുക. സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോണ്യൂറിയ, തലസീമിയ. ഓക്കെ, ഇനി സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിൻ്റെ ഉദാഹരണങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കാനില്ല. സെക്സ് ലിങ്ക്ഡ് റെസസീവിൻ്റെ 2 ഉദാഹരണങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേതാണ് ഹീമോഫീലിയ. രണ്ടാമത്തേതാണ് കളർ ബ്ലൈൻഡ്നെസ്. ഹീമോഫീലിയയും കളർ ബ്ലൈൻഡ്നെസ്സും സെറ്റാണോ? ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് ക്രോമസോമൽ ഡിസോർഡർ ആണ്. 5 മാർക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് പരീക്ഷയ്ക്ക് കിട്ടാൻ പോവാണ്. അതിലെ 5 മാർക്കിൽ 3 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇത് സെറ്റാണോ? ഓക്കെ, സോ നമുക്ക് ഓരോ ഡിസോർഡറിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പഠിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
Now let's talk about sickle cell anemia. എടാ സിക്കിൾ സെൽ അനീമിയയിൽ ദ പ്രോബ്ലം ഈസ് ആക്ച്വലി വിത്ത് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് ജീനോ ടൈപ്പുകൾ നോക്കാം. HbA ആക്ച്വലി നമ്മുടെ നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിന് 4 ചെയിനുകളുണ്ട്, 2 ആൽഫ ചെയിൻ, 2 ബീറ്റ ചെയിൻ. ശ്രദ്ധിക്കുക, ആദ്യം ഇത് പഠിക്കുക. നമ്മുടെ ഹീമോഗ്ലോബിന് 4 ചെയിനുകളുണ്ട് ടോട്ടലി, 2 ആൽഫ ഗ്ലോബിൻ ചെയിനുകൾ, 2 ബീറ്റ ഗ്ലോബിൻ ചെയിനുകൾ. ഇൻ സിക്കിൾ സെൽ അനീമിയ ദ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈസ് അഫക്റ്റഡ്. ബീറ്റ ഗ്ലോബിൻ പ്രൊഡക്ഷൻ ഈസ് അഫക്റ്റഡ്. ബീറ്റ ഗ്ലോബിൻ പ്രൊഡക്ഷൻ ആണ് അഫക്റ്റഡ് ആകുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ നോർമൽ ബീറ്റ ഗ്ലോബിൻ ജീൻ, നോർമലി നമ്മുടെ ബീറ്റ ഗ്ലോബിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീൻ അല്ലെങ്കിൽ അതിന് കാരണമാവുന്ന ജീനാണ് HbA. എന്താണ് HbA? ആ ജീനിന് ചില തകരാറുകൾ സംഭവിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള മറ്റൊരു അലീലാണ് HbS. ഓക്കെ, സോ നോർമൽ ബീറ്റ ഗ്ലോബിൻ അലീൽ, ഈ ബീറ്റ ഗ്ലോബിൻ ഉണ്ടാവാനുള്ള നോർമൽ അലീൽ എന്ന് പറയുന്നത് HbA ആണ്. സെറ്റാണല്ലോ HbA. ഇനി ആ അലീലിന് എങ്ങനെയോ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായ മറ്റൊരു അലീലാണ് ആക്ച്വലി HbS. ഓക്കെ, സോ ദ മ്യൂട്ടേറ്റഡ് അലീൽ ദറ്റ് ഈസ് HbS. ഓക്കെ, ശ്രദ്ധിക്കുക, എങ്ങനെയെങ്കിലും ഒരാൾ, നിങ്ങളുടെ ഒരു പാരന്റിൽ നിന്ന് നിങ്ങൾക്ക് HbA കിട്ടി, മറ്റൊരു പാരന്റിൽ നിന്നും HbA കിട്ടി, നിങ്ങളുടെ 2 പാരന്റിൽ നിങ്ങൾക്ക് HbA ആണ് കിട്ടിയത്. അതായത് ഈ രണ്ടും നോർമൽ അലീലാണെങ്കിൽ നിങ്ങൾ നോർമൽ ഇൻഡിവിജ്വൽ ആണല്ലോ, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി 2 പാരന്റിൽ നിന്നും നിങ്ങൾക്ക് HbS കിട്ടിയാലോ, ആ മ്യൂട്ടേറ്റഡ് അലീൽ, എന്തോ കംപ്ലൈൻ്റ് ഉള്ള അലീലാണ് 2 പാരന്റിൽ നിന്നും കിട്ടിയത്. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ നോർമൽ ആയിരിക്കുമോ? നിങ്ങളുടെ ബീറ്റ ഗ്ലോബിൻ അല്ല, നോർമൽ ബീറ്റ ഗ്ലോബിൻ ഉണ്ടാവില്ല, പകരം അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ആണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുക. അങ്ങനെ അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ഉണ്ടായാൽ ദാറ്റ് ലീഡ് ടു സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സോ സിക്കിൾ സെൽ അനീമിയാക്ക് എന്ന് പറയാം. സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾ, അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻഡിവിജ്വൽ, ഇയാൾ രോഗമുള്ള ആളാണെന്ന് പറയും. ഇനി ശ്രദ്ധിക്കടാ, ഒരു പാരന്റിൽ നിന്ന് HbA, മറ്റൊരു പാരന്റിൽ നിന്ന് HbS. ഇവിടെ നോക്കൂ, ഇതൊരു ഓട്ടോസോമൽ റെസസീവ് രോഗമാണ്. വാട്ട് ഇറ്റ് മീൻസ്? ഈ രോഗത്തിന് കാരണമാകുന്ന അലീൽ റെസസീവ് ആണ്. ടിയാന്, ഇയാൾ റെസസീവ് ആണ്. ഡോമിനന്റ് നോക്കൂ, നോർമൽ അലീലായിരിക്കും ഡോമിനന്റ്, പ്രശ്നക്കാരനായ അലീൽ ഇവിടെ റെസസീവ് ആണ്. അപ്പോൾ ഇയാൾക്ക് രോഗം ഉണ്ടാവോ? ഉണ്ടാവൂല. ഇയാൾ നോർമൽ ആയിരിക്കും, ബട്ട് ഇയാളുടെ അടുത്ത് രോഗത്തിന് കാരണമാവുന്ന അലീലുണ്ടല്ലോ, ഉണ്ട്. സോ നമ്മൾ പറയും ബട്ട് കാരിയർ ഓഫ് ദ ഡിസീസ്, ഈ ഡിസീസിന്റെ കാരിയർ ആണ് ഇയാൾ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഈ രോഗത്തിലെ പ്രശ്നം എന്താണ്? ശരി, നിങ്ങൾക്ക് 2 പാരന്റിൽ നിന്നും HbS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ ദിസ് രോഗം? എന്താണ് പ്രശ്നം? ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ, നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിനിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് അമിനോ ആസിഡ് വാലിൻ ആണ്, രണ്ടാമത്തെ അമിനോ ആസിഡ് ഹിസ്റ്റിഡിൻ ആണ്, മൂന്നാമത്തെ അമിനോ ആസിഡ് ല്യൂസിൻ ആണ്, നാലാമത്തെ അമിനോ ആസിഡ് ത്രയോണിൻ ആണ്, അഞ്ചാമത്തെ അമിനോ ആസിഡ് പ്രോലിൻ ആണ്, ആറാമത്തെ അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്, ഏഴാമത്തെ അമിനോ ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്, എട്ടാമത്തെ അമിനോ ആസിഡ് മുതൽ നിങ്ങൾ പഠിക്കണ്ട, 7 വരെ നിങ്ങൾ പഠിക്കണം. ഇതാണ് നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ 2 പാരന്റിൽ നിന്നും നിങ്ങൾക്ക് HbS എന്ന് പറയുന്ന അലീലാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങളുടെ ബീറ്റ ഗ്ലോബിന് നോക്കൂ പ്രശ്നമായിരിക്കും അല്ലേ. സോ അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ ഉണ്ടാവും നിങ്ങളുടെ ബോഡിയിൽ. എന്താണ് അവിടുത്തെ പ്രശ്നം നമുക്ക് നോക്കാം. അബ്നോർമൽ ബീറ്റ ഗ്ലോബിൻ, ദ പ്രോബ്ലം ഈസ് 6th പൊസിഷൻ, 6ാമത്തെ, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. വാലിൻ, ഹിസ്റ്റിഡിൻ, ല്യൂസിൻ, ത്രയോണിൻ, പ്രോലിൻ, 5ാമത്തെ പൊസിഷൻ വരെ ക്ലിയർ ആണ്. 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരും. ആരാണ്? വാലിൻ. 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും. 7ാമത്തെ പൊസിഷനിൽ മാറ്റമൊന്നുമില്ല, ഗ്ലൂട്ടാമിക് ആസിഡ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി 6ാമത്തെ പൊസിഷൻ, 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റിയിട്ട് പകരം വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരിക. അതാണ് ഇവിടുത്തെ പ്രശ്നം. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? ഇറ്റ് ഈസ് ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ഗ്ലോബിൻ ചെയിനിലെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റിയിട്ട് പകരം വാലിൻ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക എന്നറിയോ? നോക്കൂ,
നമ്മുടെ ആർ ബി സിയുടെ നോർമൽ ഷേപ്പ് ബൈകോൺകേവ് ഷേപ്പാണ്. അവിടെ നിന്ന് ആ ഷേപ്പ് മാറിയിട്ട് ആർ ബി സി ബിക്കം സിക്കിൾ ഷേപ്പ്ഡ്. ആർ ബി സി സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ട് മാറും. ആർ ബി സികൾ പെട്ടെന്ന് നശിക്കാനും തുടങ്ങും. അങ്ങനെയാണ് ഈ പേഷ്യൻസിന് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇത് ഓർക്കാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ, ഇങ്ങനെ പഠിച്ചോ, വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്, എനിക്കത് അങ്ങനെ ഓർക്കാൻ നല്ല സുഖം. ഓക്കെ, വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ, വാലിനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ല്യൂതറും കൂടെ, ല്യൂതർ എന്ന് കേട്ടില്ല നിങ്ങൾ? ഓക്കെ, മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ കേട്ടില്ലേ? അതുപോലെ വാലിൻ ആൻഡ് ഹിസ് ഫ്രണ്ട് ല്യൂതർ, ഫ്രണ്ട് എന്ന് ഓർക്കണ്ടേ, വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. യെസ്, വെരി ഗുഡ്. അതോർത്താൽ ഇതാണ് നോർമൽ ചെയിൻ. ഇതിൽ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് മാറ്റി വാലിൻ വരുന്നത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അലീലുകൾ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ, എങ്ങനെ ഒരാൾക്ക് രോഗം കിട്ടുക നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ 2 പാരൻസും കാരിയർ ആണെന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങൾക്ക് 2 പാരൻസ് ഉണ്ട്, 2 പേരും കാരിയർ ആണ്. അപ്പോൾ 2 പേർക്കും രോഗമില്ല, HbA HbS. ഓക്കെ, അവരറിയുന്നില്ല അവർക്ക് ഈ രോഗമുള്ളത്, ബിക്കോസ് ദേ ആർ കാരിയേഴ്സ്. നോക്കൂ, ഇയാളിൽ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് കിട്ടും? HbA ഉള്ള ഗാമീറ്റ്, HbS ഉള്ള ഗാമീറ്റ്. ഇവിടെ നിന്നോ HbA ഉള്ള ഗാമീറ്റ്, HbS ഉള്ള ഗാമീറ്റ് അല്ലേ? ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ HbA ദാറ്റ് ഈസ് നോർമൽ ആളായിരിക്കും. ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ HbA HbS കാരിയർ ആയിരിക്കും. ഇതുകൂടെ ഫ്യൂസ് ചെയ്ത HbA HbS കാരിയർ ആയിരിക്കും. ഇതുകൂടെ ഫ്യൂസ് ചെയ്ത HbS ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളായിരിക്കും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഈ രോഗം കിട്ടുക. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. നോക്കൂ, ചോദ്യത വിച്ച് എമംഗ് ദ എബവ് ഇൻഡിക്കേറ്റ് സിക്കിൾ സെൽ അനീമിയ. എബവ് എന്ന് പറഞ്ഞാൽ ഈ തന്ന ആൾക്കാരാണ്. ഇതിൽ ഏതാ സിക്കിൾ സെൽ അനീമിയ? 6ാമത്തെ പൊസിഷൻ നോക്ക്, ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നിട്ടുണ്ട്. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താ? ബിക്കോസ് ഇൻ ദ, അപ്പോൾ നമ്മൾ പറയും ഇത് ഏതാ രോഗം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 2ാമത്തെ കേസാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദർ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ ഓർ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വാലിൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ റീപ്ലേസ് ചെയ്യാന്നാണ് അർത്ഥം. ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് റീപ്ലേസ്ഡ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വാലിൻ. അടുത്തത്, ഡിസ്ക്രൈബ് വാട്ട് ഈസ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ഇവിടെ വരുന്നതല്ല, നമുക്ക് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഈ ചേഞ്ച് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ? നന്നായി ശ്രദ്ധിക്കട്ടോ. ഈ ചേഞ്ച് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം, നമുക്ക് നോർമലി നമ്മുടെ ജീൻ ഫോർ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഈ ബീറ്റാ ചെയിൻ ഉണ്ടാവാനുള്ള ജീന്, ആ ജീനിൻ്റെ നോർമൽ ഘടന എങ്ങനെയാണ്? GAG CTC, ഇങ്ങനെയാണ് ആ ജീനിൻ്റെ നോർമൽ ഘടന. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്ന് mRNA ഉണ്ടാകും. mRNA ഉണ്ടാകുമ്പോൾ ഈ CTCക്ക് കറസ്പോണ്ടിങ് ആയി mRNA ഉണ്ടാകുമ്പോൾ ആലോചിച്ച് നോക്കൂ, GUG എന്ന് പറയുന്ന mRNA ആണ് ഉണ്ടാവുക. GUG എന്ന് പറയുന്ന കോഡോണുള്ള mRNA ആണ് ഉണ്ടാവുക. ഈ GUG എന്ന് പറയുന്ന കോഡോണ് ഇറ്റ് കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ, GUG അല്ല, GAG, GAG. ഓക്കെ, GAG ആണ് ഉണ്ടാവുക. ദാറ്റ് കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. ഇറ്റ് കോഡ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. കാരണം എന്താ? ഇപ്പം നോക്ക്, ഇവിടെ നോക്കടാ, ഇത് കുറച്ച് വലിയ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കണ്ട, പറ്റുന്നവർ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. കുറച്ച് വലിയ കോൺസെപ്റ്റ് ആണ്. GAG ഉണ്ട്, ഇവിടെ CTC. ഇങ്ങനെയാണ് നോർമൽ ബീറ്റാഗ്ലോബിൻ ജീനിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിലെ ബേസുകൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ജീനിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന mRNA ഉണ്ടാവുമ്പോൾ ഇവിടെ C ആകുമ്പോൾ ഇവിടെ G, ഇവിടെ T ആകുമ്പോൾ ഇവിടെ A, ഇവിടെ C ആകുമ്പോൾ G, ഇങ്ങനെയാണ് mRNA ഉണ്ടാവുക. GAG എന്ന് പറയുന്ന കോഡോണിന് കറസ്പോണ്ടിങ് ആയുള്ള അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ വരുന്ന ആളുകളുടെ കേസിൽ സംഭവിക്കുന്ന ഒരു മ്യൂട്ടേഷൻ എന്താ അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ T മാറിയിട്ട് ഇവിടെ A വരും, ഇവിടുത്തെ A മാറിയിട്ട് ഇവിടെ T വരും. സോ ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇവിടെയുള്ള T എന്ന് പറയുന്ന ബേസിനെ റീപ്ലേസ് ചെയ്തു വിത്ത് A. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ബേസിൽ ഇവിടെ T ആയിരുന്നു, അയാളെ മാറ്റി പകരം Aനെ വെച്ചു. അതാണ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സിംഗിൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കട്ടെ, ഇവിടെ നിന്ന് mRNA ഉണ്ടാവുമ്പോൾ നിങ്ങൾ നോക്ക്, C ആയതുകൊണ്ട് ഇവിടെ G വരും. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ യുറാസിലാണുള്ളത്, തൈമിൻ RNA ഇല്ല, യുറാസിലാണ് ഉണ്ടാവുക. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് G വരും. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം നോക്കൂ, GUG എന്ന് പറയുന്ന കോഡോൺ ഇറ്റ് കോഡ് ഫോർ വാലിൻ.
ഇറ്റ് കോഡ് ഫോർ വാലിൻ. ക്ലിയർ ആണോ? ഇത് നിർബന്ധം പിടിക്കൂല, പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫീനൈൽ കീറ്റോണ്യൂറിയ. എടാ ഫീനൈൽ കീറ്റോണ്യൂറിയ ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണെന്ന് പഠിക്കുക. 1 സെക്കൻഡ്. ഫീനൈൽ കീറ്റോണ്യൂറിയ ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണെന്ന് പഠിക്കുക. ഇതിൻ്റെ കൂടെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. എന്താണ് മക്കളെ? നമ്മുടെ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ് ഇത് എന്ന് ഓർത്തോളൂ. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിൽ സാധാരണഗതിയിൽ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് നിരന്തരമായിട്ട് തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡായിട്ട് നമ്മുടെ ബോഡിയിൽ മാറുന്നുണ്ട്. ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ആരടാ? ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. നമ്മുടെ ബോഡിയിൽ ഈ എൻസൈം ഒരു മ്യൂട്ടേഷൻ കാരണം ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു ബോഡിയിൽ. അങ്ങനെ കുറഞ്ഞാൽ എന്നാ സംഭവിക്കുക? ഫീനൈൽ അലാനിന് മര്യാദക്ക് തൈറോസിനായിട്ട് മാറൂല. അപ്പോൾ ഫീനൈൽ അലാനിൻ ബോഡിയിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങും. അങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാരണം ഈ കുട്ടികളുടെ മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധി വളർച്ച മുരടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയാണ് ഫീനൈൽ കീറ്റോണ്യൂറിയ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസത്തിൽ ജന്മനാലുള്ള ഒരു എററാണിത്. അത്ര പഠിച്ചാൽ മതി. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹീമോഫീലിയ. തീരാൻ പോവാണ്. ഓക്കെ, ഹീമോഫീലിയ മാത്രങ്ങൾ പഠിച്ചാൽ മതി. ഇൻ ഹീമോഫീലിയ ദ പ്രോബ്ലം ഈസ് ആക്ച്വലി ഇത് ഇവിടെ മ്യൂട്ടേഷൻ കാരണം ഇറ്റ് ലീഡ് ടു ഡെഫിഷ്യൻസി ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ. നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയുള്ള ഫാക്ടറിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് നയിക്കും. ഓക്കെ, സോ ഡ്യൂ ടു മ്യൂട്ടേഷൻ ദാറ്റ് ലീഡ് ടു ഡെഫിഷ്യൻസി ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ. ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ഫാക്ടർ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആവും. സോ ദാറ്റ് ലീഡ് ടു പ്രൊലോങ്ഡ് ബ്ലീഡിങ്. അല്ലേ? ബോഡിയിൽ നിന്ന് കുറേ അധികം ബ്ലഡ് നഷ്ടപ്പെടാൻ കാരണം ഫ്രം എ മൈനർ കട്ട്. ഒരു ചെറിയ കട്ടിൽ നിന്ന് പോലും പ്രൊഫ്യൂസ് ബ്ലീഡിങ്, പ്രൊലോങ്ഡ് ബ്ലീഡിങ് ഉണ്ടാവുകയും ആൾ മരിച്ചു പോകാൻ വരെ കാരണമാവുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? യെസ്, ആരോ കമൻറ്റിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടാം. ഹീമോഫീലിയ ഈസ് അതർവൈസ് കോൾഡ് റോയൽ ഡിസീസ്. ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലുള്ള രോഗമായതുകൊണ്ട് തന്നെ ഇതിനെ റോയൽ ഡിസീസ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഹീമോഫീലിയയുടെ ജീനോ ടൈപ്പ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. ഇതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. സോ ദാറ്റ് മീൻസ് ദ അലീൽസ് ആർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കൂ, ഒരു ഫീമെയിൽ എടുക്കാം. അയാളുടെ 2 അലീലും ഇത് എക്സ് ക്രോമസോമിലാണെന്ന് കാണിക്കാനാണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നത്. എച്ച് ആണ് ശരിക്കും അലീൽ. അപ്പോൾ എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡോമിനൻ്റ് അലീലുകളാണ് രണ്ടും. ഇയാളൊരു നോർമൽ ഫീമെയിൽ ആയിരിക്കും. ഇനി നോക്ക്, എക്സ് സ്മോൾ എച്ച്. ഇയാളോ? ഈ സ്മോൾ എച്ച്, എക്സ് സ്മോൾ എച്ച് ഈ അലീലാണ് പ്രശ്നക്കാരനായ അലീൽ. സ്മോൾ എച്ച് ആണ് പ്രശ്നക്കാരനായ അലീൽ. അപ്പോൾ ഇയാൾ നോക്കൂ, 2 അലീലും റെസസീവാണ്. ഇതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് രോഗമാണ്. അപ്പോൾ രോഗത്തിന് കാരണമായിട്ടുള്ള ഈ സ്മോൾ എച്ച് എന്ന് പറയുന്ന അലീൽ റെസസീവാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇയാൾ എന്തായിരിക്കും? അഫക്റ്റഡ് ഫീമെയിൽ അല്ലെങ്കിൽ ഹീമോഫീലിയാക്ക് ഫീമെയിൽ ആയിരിക്കും ഇയാൾ. ഇനി എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച്, ഇയാളോ? നോർമലാണോ അഫക്റ്റഡ് ആണോ? ആലോചിച്ച് നോക്ക്. സ്മോൾ എച്ച് റെസസീവ്, അതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് രോഗാടാ. അപ്പോൾ സ്മോൾ എച്ച് റെസസീവ് ആണ്, ഇയാളായിരിക്കും ഡോമിനൻ്റ്. അപ്പോൾ ഇയാൾ നോർമൽ ആയിരിക്കും, കാരണം ഈ അലീലാണല്ലോ, നോർമൽ അലീലാണല്ലോ ഡോമിനൻ്റ്. അപ്പോൾ നോർമലാണ്, ബട്ട് കാരിയർ ആണ് അല്ലേ? സോ ഇവരെന്താ? കാരിയർ. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. ക്യാപിറ്റൽ എച്ച് ആണ്, നോർമൽ അലീലാണ്. അപ്പോൾ നോർമൽ മെയിൽ. റെഡിയാണോ? ഇനി എക്സ് സ്മോൾ എച്ച് വൈ, ഇയാൾ എന്തായിരിക്കും? അഫക്റ്റഡ് മെയിൽ അല്ലേ? അഫക്റ്റഡ് മെയിൽ ആയിരിക്കും. സെറ്റാണോ? ഇനി ഈ രോഗം എങ്ങനെയാണ് നമുക്ക് കിട്ടുക അറിയോ? സാധാരണ ഒരു കാരിയർ ഫീമെയിലും നോർമൽ മെയിലും കൂടെ കല്യാണം കഴിക്കുമ്പോൾ ഈ കാരിയർ ഫീമെയിലിൽ നിന്ന് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ആൺകുട്ടികൾക്കാണ് ഈ രോഗം കിട്ടുക. സാധാരണഗതിയിൽ കാരിയർ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച്. നോർമൽ മെയിൽ എന്ന് പറഞ്ഞാലോ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ. സെറ്റാണോ? ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിളാ? എക്സ് ക്യാപിറ്റൽ എച്ച് ഉള്ള ഗാമീറ്റ്, വൈ ഉള്ള ഗാമീറ്റ്. ഇവിടെ നിന്നോ എക്സ് ക്യാപിറ്റൽ എച്ച് ഉള്ള ഗാമീറ്റ്, എക്സ് സ്മോൾ എച്ച് ഉള്ള ഗാമീറ്റ്. സെറ്റല്ലടാ? പ്രിയപ്പെട്ട കുട്ടികളെ നോക്ക്, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ എക്സ് ക്യാപിറ്റൽ എച്ച് നോർമൽ ഫീമെയിൽ. സെറ്റാണല്ലോ? ഇനി ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താലോ? എക്സ് ക്യാപിറ്റൽ എച്ച് വൈ നോർമൽ മെയിൽ. ഇനി ഇതും ഫ്യൂസ് ചെയ്താലോ? എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച് കാരിയർ ഫീമെയിൽ. ഇനി ഇതുകൂടെ ഫ്യൂസ് ചെയ്താലോ? എക്സ് സ്മോൾ എച്ച് വൈ. നോക്കൂ, അഫക്റ്റഡ് മെയിൽ. കണ്ടോ? അഫക്റ്റഡ് മെയിൽ.
അപ്പോൾ ഈ സ്ത്രീയിൽ നിന്ന്, ഈ കാരിയർ ഫീമെയിലിൽ നിന്ന് ഇവർക്ക് ആക്ച്വലി ടോട്ടൽ 2 ആൺകുട്ടികളുണ്ട്. ആ 2-ൽ ഒരാൾക്ക് ഈ രോഗം കിട്ടുന്നുണ്ട്. സോ എ കാരിയർ ഫീമെയിൽ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു ഹെർ 50% ഓഫ് മെയിൽ പ്രോജനി. അവരുടെ ആൺകുട്ടികൾ, അവർക്ക് ജനിക്കാൻ പോകുന്ന ആൺകുട്ടികളുടെ 50% ആൾക്ക് അവരിൽ നിന്ന് ഈ രോഗം കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? സർ, വൈ ഇറ്റ് ഈസ് കോൾഡ് ക്രിസ് ക്രോസ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഇപ്പം ഞാനൊരു ഞാനൊരു ഹീമോഫീലിയ ഉള്ള മെയിലാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഈ രോഗം എൻ്റെ പെൺമക്കൾക്കാണ് കിട്ടുക. അതായത് ഈ രോഗത്തിന് കാരണമാവുന്ന അലീൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പെൺമക്കൾക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താ? എടാ, ഫാദറിൽ നിന്ന് വൈ ക്രോമസോം എപ്പോഴും ആൺകുട്ടികൾക്ക് കിട്ടുക, ഫാദറിൽ നിന്ന് എക്സ് ക്രോമസോം പെൺകുട്ടികൾക്കാണ് കിട്ടുക. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഈ അലീൽ എൻ്റെ പെൺമക്കൾക്കാണ് കിട്ടുക. ഇനി അവരിൽ നിന്നോ, ആണിൽ നിന്ന് പെൺകുട്ടിക്ക് കിട്ടി, പെൺകുട്ടിയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ ആൺമക്കൾക്കാണ് ഈ രോഗം കിട്ടുക. ക്ലിയർ ആണോ? അപ്പോൾ അച്ഛന് രോഗമുണ്ട്, അച്ഛന് രോഗമുണ്ട്, മോൾക്കില്ല, പേരക്കുട്ടിക്ക് രോഗമുണ്ട്. കണ്ടോ? ഫാദറിനുണ്ട്, ഡോട്ടറിനില്ല, ഗ്രാൻഡ് സണ്ണിനുണ്ട്. സോ അതാണ്, ദാറ്റ് ഈസ് ക്രിസ് ക്രോസ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ പറയാറ്. അതൊന്നും പഠിക്കണമെന്നില്ല. പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഹീമോഫീലിയയുടെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താ ചോദിച്ചാൽ പറയാ, ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മതി. പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താന്ന് ചോദിച്ചാൽ. സെറ്റാണോ? നമ്മൾ ആഷിക്ക് പറഞ്ഞിട്ട് സാറിൻ്റെ ടീഷർട്ട് സൂപ്പർ ആണെന്ന്. താങ്ക് യു. നമ്മൾ യാസീൻ സാറിൻ്റെ സെലക്ഷനാ. ഓക്കെ, ശരി, സെറ്റല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗൈസ്. അപ്പോൾ അത് റെഡിയാണ് അല്ലേ? അപ്പോൾ അതിന് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇനി കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഉദാഹരണം മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസുകളുടെ പ്രത്യേകത എപ്പോഴും ഫീമെയിൽസ് ലെസ് അഫക്റ്റഡ് ആയിരിക്കും, ഫീമെയിൽസ് അധികം കാരിയേഴ്സ് ആയിരിക്കും, മെയിൽ ആയിരിക്കും മോസ്റ്റ്ലി അഫക്റ്റഡ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പെഡിഗ്രി അനാലിസിസ്. എന്താണ് പെഡിഗ്രി അനാലിസിസ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ടു റെപ്രസെൻറ്റ് the inheritance of a particular disease in a family tree. അല്ലെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ഡിസീസ് ഇൻ ഫാമിലി ട്രീ. നിങ്ങളുടെ ഫാമിലി ട്രീ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, പിന്നെ നിങ്ങളുടെ ഫാദർ മദർ, പിന്നെ ഫാദറിൻ്റെയും മദറിൻ്റെയും പാരൻസ്, പിന്നെ അവരുടെ പാരൻസ്, അങ്ങനെ ഫാമിലി ട്രീ വരക്കുന്നു. ആ ഫാമിലി ട്രീയിൽ ഒരു രോഗം ആർക്കൊക്കെ ഉണ്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇൻഹെറിറ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് പെഡിഗ്രി അനാലിസിസ്. സോ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ഡിസീസ് ഇൻ എ ഫാമിലി ട്രീ. ഒരു ഫാമിലി ട്രീയിൽ ഒരു പർട്ടിക്കുലർ ഡിസീസിൻ്റെ ഇൻഹെറിറ്റൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ പെഡിഗ്രി അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ. നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾസ് അല്ലേ ഇത്? സാർ ഒന്ന് ഫാസ്റ്റ് ആക്കുമോ, തറാവീഹ് നിസ്കരിക്കണം. മോൾ പോയി തറാവീഹ് നിസ്കരിച്ചോളൂ, എന്നിട്ട് വന്നാൽ മതി ക്ലാസ് കാണാൻ, ഒരു കുഴപ്പമില്ലല്ലോ. അല്ലെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാമല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത് ക്ലാസ്, ഈ നോമ്പ് തുറന്ന് നിങ്ങളെപ്പോലെ നോമ്പ് വെച്ച ആളാണ് ഞാൻ. ജസ്റ്റ് ഒരു ചെറിയ ഫുഡും കഴിച്ച് ഇങ്ങോട്ട് കയറിയതാണ്. വി ആർ ടേക്കിംഗ് ദ ക്ലാസ്. അറ്റ്ലീസ്റ്റ് ഷോ സം സോർട്ട് ഓഫ് കോമൺ സെൻസ് ഗൈസ്. ഓക്കെ, സോ ഇതിൽ സ്പീഡിൽ എങ്ങനെയായി ക്ലാസ് ഒക്കെ എടുക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ് പോകണമെന്ന് ഐ ഡോണ്ട് നോ. ഓക്കെ, ശരി, സെറ്റല്ലേ മക്കൾ? ഈ സിമ്പിൾസ് നിങ്ങളെല്ലാം ഇതേപോലെ പഠിക്കണം. മെയിലിൻ്റെ സിമ്പിൾ ചതുരം, ഫീമെയിലിൻ്റെ റൗണ്ട്, അല്ലേ? ദെൻ ഒരു എന്താ പറയുക, റോംബോയിഡ് ഷേപ്പ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് സെക്സ് അൺസ്പെസിഫൈഡ് ഉണ്ട്. അതുപോലെ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്, ഇത് ഇതേപോലെ പഠിക്കാം. ഓക്കെ, ശരി, ദാറ്റ്സ് ഇറ്റ്. ദെൻ പാരൻസ് വിത്ത് ഓഫ് സ്പ്രിങ്സ് ഒക്കെ നോക്കൂ. നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവണം കേട്ടോ. ഇനി എങ്ങനെ നമ്മൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്ന് പറയാം? ഇത് ഒരു മെയിലാണ്, ദിസ് ഈസ് അഫക്റ്റഡ് മെയിൽ, ഷെയ്ഡ് ചെയ്താൽ മതി അല്ലേ, ഷെയ്ഡ് ചെയ്താൽ മതി. ഇനി അതുപോലെ ദിസ് ഈസ് ഫീമെയിൽ, ദിസ് ഈസ് അഫക്റ്റഡ് ഫീമെയിൽ അല്ലേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മെയ്റ്റിംഗ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കൺസാങ്ക്യൂനസ് മെയ്റ്റിംഗ്. ദറ്റ് ഈസ് മെയ്റ്റിംഗ് ബിറ്റ്വീൻ ബ്ലഡ് റിലേറ്റീവ്സ്. മുറച്ചെറുക്കനും മുറപ്പെണ്ണും കൂടെ കല്യാണം കഴിക്കുക. അപ്പോൾ എന്താ? ദേ ആർ ബ്ലഡ് റിലേറ്റീവ്സ്. അങ്ങനെ പറഞ്ഞാൽ രണ്ടാളുടെയും ഗ്രാൻഡ് പാരൻസ് സെയിം ആടേ. അപ്പോൾ റിലേറ്റീവ്സ് ആണ്, മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ്. മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്ന അമ്മാവൻ്റെ മോളെ, അമ്മായിയുടെ മോളെല്ലാം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് കൺസാങ്ക്യൂനസ് മെയ്റ്റിംഗ് അല്ലെങ്കിൽ മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് എന്ന് പറയും. അതാണ് രണ്ട് വരയിട്ട് കാണിക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയാം. ഇനി ഇവിടെ സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാം. നോക്കൂ, ഇങ്ങനെ ഒരു പെഡിഗ്രി തന്നു. ഇങ്ങനെ ഒരു പെഡിഗ്രി തന്നിട്ട് ഇത് ഏത് ഡിസീസാണ് എന്ന് നിങ്ങളോട് ചോദിച്ചു. ഇമാജിൻ
നിങ്ങൾ ഈ പെഡിഗ്രിയിലേക്ക് നോക്കുക. ഏറ്റവും താഴെയാണ് നിങ്ങൾ നോക്കേണ്ടത്. കണ്ടോ, ഇയാൾക്ക് രോഗമുണ്ട്, ഇയാൾ അഫക്റ്റഡാ, കാണുന്നുണ്ടോ? ഇയാൾക്ക് രോഗമുണ്ട്. അപ്പം ഇയാളുടെ പേരൻസിനെ നിങ്ങൾ നോക്കൂ. അതേ പേരൻസിൽ ഏതെങ്കിലും ഒരു പേരൻറ്റിന് രോഗമുണ്ട് അല്ലേ? ഉണ്ടല്ലോ. ശരി, അടിപൊളി. ഏറ്റവും താഴെയുള്ള ആളെ നോക്കുക. അപ്പം ഈ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ഇയാളെ നോക്കേണ്ടി വരും. ഇയാൾക്കുണ്ട്, ഇയാളുടെ പാരന്റിൽ രണ്ടിൽ ഒരാൾക്ക് എന്തായാലും രോഗമുണ്ട്. അപ്പം ഇയാൾക്കുണ്ട് കേട്ടോ. ഇനി ഇയാളുടെ പാരന്റിൽ ആർക്കെങ്കിലും രോഗമുണ്ടോ നോക്ക്. ഇയാളുടെ പാരന്റിനും രോഗമുണ്ട്. ഇനിയിപ്പോൾ ഇയാളെ നോക്ക്, അത് നോക്കണമെന്നില്ല, ഇയാളെ നോക്ക്, ഇയാൾക്ക് രോഗമുണ്ട്. അപ്പോൾ ഇയാളുടെ ഏതെങ്കിലും ഒരു പാരന്റിന് രോഗമുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ അയാളുടെ പാരന്റിന് തൊട്ട് മുന്നത്തെ പാരന്റിന്, ഇങ്ങനെ പാരന്റുകൾക്ക് എല്ലാ രോഗം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് ഉറപ്പിച്ചോ. ഏതാടാ? ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ക്ലിയർ ആണോ? ഞാൻ ഐഡിയ പറഞ്ഞു. മേലോട്ട് നോക്കുക. ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ എന്തായാലും അയാളുടെ പേരന്റിന് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് രോഗം ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പെഡിഗ്രി നോക്കാം. നോക്കടാ, ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ പാരൻസിനെ നിങ്ങൾ നോക്ക്. ഇയാളുടെ പാരൻസിന് ആർക്കെങ്കിലും രോഗമുണ്ടോ? നോക്ക് നിങ്ങൾ, പാരൻസിന് രോഗമുണ്ടോ? ഇല്ല. ഇയാൾക്കുണ്ട്, പാരൻസിന് ഇല്ല അല്ലേ? ഇനിയിപ്പോൾ നോക്കുക, ഇയാൾക്ക് രോഗമുണ്ട്, പാരന്റിന് രോഗമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഡോമിനന്റ് ഡിസീസ് ആവില്ല, അത് റെസസീവ് ഡിസീസ് ആയിരിക്കും. ഉറപ്പിച്ചു എന്തായിരിക്കും? റെസസീവ് ഡിസീസ്. പക്ഷെ അത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണോ ഓട്ടോസോമൽ റെസസീവ് ആണോ നോക്കണം. ഡോമിനന്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. റെസസീവ് ആണെങ്കിൽ അത് ഓട്ടോസോമൽ റെസസീവ് ആവും, അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ആവും. അത് ഏതാ നോക്കണം? നിങ്ങൾ നോക്കുക, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ രോഗം ഉണ്ടോ നോക്കുക. അപ്പോൾ ഈ പെഡിഗ്രി നോക്കുമ്പോൾ ആണുങ്ങൾക്കും രോഗമുണ്ട്, പെണ്ണുങ്ങൾക്കും രോഗമുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഓട്ടോസോമൽ റെസസീവ് ആയിരിക്കും. എന്തായിരിക്കും കുട്ടികളെ? ഓട്ടോസോമൽ റെസസീവ് ആയിരിക്കും. ഓട്ടോസോമൽ റെസസീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു പെഡിഗ്രി നോക്കടാ. ഇവിടെ നോക്ക്, ഇവർക്കൊക്കെ രോഗമുണ്ട്, ഇവരുടെ പാരന്റിന് 2 പേർക്കും രോഗമില്ല. ഇവർക്കൊക്കെ രോഗമുണ്ട്, പാരന്റിന് 2 ആൾക്ക് രോഗമില്ല. ഇനി നോക്ക്, വേറെ എവിടെയോ ഒരു മുത്തശ്ശന് രോഗമുണ്ട്. ഓക്കെ ഫൈൻ. എടാ അപ്പോൾ ഇത് റെസസീവ് ആണ്. ഇയാൾക്ക് രോഗമുണ്ട്, പാരന്റ്സിന് രോഗമില്ല എന്നുണ്ടെങ്കിൽ റെസസീവ് ആണ്. റെസസീവ് ആണെന്ന് ഉറപ്പിക്കാം. ഇനി ആണുങ്ങൾ മാത്രമാണ് അഫക്റ്റഡ്. ഞാൻ പറഞ്ഞൊരു പെഡിഗ്രിയിൽ റെസസീവ് ആണ്, ആണുങ്ങൾ മാത്രമാണ് അഫക്റ്റഡ് എങ്കിൽ ഉറപ്പിച്ചോ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. എന്താണ്? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. സെറ്റ് അല്ലേ കുട്ടികളെ? ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആക്ച്വലി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് 2 എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഡിപ്ലോയിഡ് അല്ലേ? 2 എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ്. N എന്ന് പറഞ്ഞാലോ ഹാപ്ലോയിഡ് ആണ്. ഇനി 3N 4N 5N എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോളിപ്ലോയിഡി എന്നാണ് പറയുക. എന്താ പറയുക? പോളിപ്ലോയിഡി. നമ്മുടെ ക്രോമസോം നമ്പർ ഇരട്ടിയായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനോട് കൂടി കൂടുക. 23യുടെ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 46 ആണ് 2N. അത് കഴിഞ്ഞ് നമുക്ക് 69, അതുപോലെ തന്നെ 92 ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ദാറ്റ് ഈസ് പോളിപ്ലോയിഡി കണ്ടീഷൻ ആണെന്ന് പറയും. ഓക്കെ, അതേ സമയത്ത് നമുക്ക് 46 ക്രോമസോം, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂടി 47 വരിക, അതാണ് 2N+1. അതുപോലെ 46 1 കുറയുക, 45 മാറുക, 2N-1. ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്യൂപ്ലോയിഡി. എന്താണ്? എന്യൂപ്ലോയിഡി. ക്ലിയർ ആണോ? ഈ എന്യൂപ്ലോയിഡി കാരണം ഉണ്ടാകുന്ന 3 രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ക്രോമസോം അധികമായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ക്രോമസോമിൻ്റെ എണ്ണം കുറയുക. ഈ എന്യൂപ്ലോയിഡി വരാനുള്ള കാരണം എന്താന്ന് ചോദിക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് chromosomes ഡ്യൂറിങ് മിയോസിസ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ. ഗാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ക്രോമസോമുകൾക്ക് നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ കാണാതെ പഠിച്ചു. ഇനി ഇതെന്താ സാറേ ഞങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. പരീക്ഷയുടെ തലേന്ന് ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതേ ഓപ്ഷനുള്ളൂ. കുറച്ച് മുന്നേ ആയിട്ടെങ്കിൽ നടക്കും. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു കാണാതെ പഠിച്ചോ, സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ, വളരെ ഈസി അല്ലേ. ഇറ്റ് ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് മിയോസിസ് ഓർ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ. അത് കാരണമാണ് എന്യൂപ്ലോയിഡി ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് 2N+1 2N-1 ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അതിൽ 2N+1 കണ്ടീഷൻ, ഒരു ക്രോമസോം അധികം വരുന്ന കണ്ടീഷന് നമ്മൾ ട്രൈസോമി എന്നാണ് പറയുക. എന്താ പറയുക? ട്രൈസോമി. ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥനെ നമ്മൾ മോണോസോമി എന്നാണ് പറയുക. എന്താ പറയുക? മോണോസോമി.
സെറ്റ് ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് 3 രോഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 3 രോഗങ്ങളും മെന്യൂപ്ലോയിഡി കാരണമാണ്. അപ്പോൾ രോഗങ്ങളുടെ ഒക്കെ കാരണം, അപ്പോൾ ഡൗൺ സിൻഡ്രോം കാരണം എന്താ? ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് മിയോസിസ്. ഇനി റീസൺ ഫോർ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ്. ടർണർ സിൻഡ്രോം. ഇതേ ഉത്തരം പറയാം, എല്ലാവർക്കും ഇതേ ഉത്തരം എഴുതാം. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറയുക, ട്രൈസോമി ഓഫ് 21st ക്രോമസോം. 21ാമത്തെ പെയറിൽ, സാധാരണ എല്ലാ പേരിലും 2 എണ്ണം വെച്ചിട്ടാണ്, ഇവിടെ 21ാമത്തെ പെയറിൽ 2 എണ്ണത്തിന് പകരം ഒന്നുകൂടെ അധികം വരിക. അങ്ങനെ 3 ക്രോമസോമുകൾ അതിൽ വരിക. അപ്പോൾ ടോട്ടൽ 47 ക്രോമസോം ആകും. ആ അവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, സോ ട്രൈസോമി ഓഫ് 21st ക്രോമസോം അതാണ് ഡൗൺ സിൻഡ്രോം. റെഡി അല്ലേ? അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ 47 ക്രോമസോം ഉണ്ടാവും. ഇനി ഇത്തരം ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുക? 1, മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധി വളർച്ച മുരടിക്കും. 2ാമത്തത് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. ഓക്കെ, അടുത്ത കുട്ടികളെ റിങ്കിൾഡ് അല്ലെങ്കിൽ ഫറോവ്ഡ് ടങ്. ഓക്കെ, ഫറോവ്ഡ് ടങ് ആയിരിക്കും ഇവരുടേത്. പാർഷ്യൽ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഈ എന്നെ നോക്ക്, നീ ഇത് സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെക്കരുത് കേട്ടോ, ആദ്യം പറഞ്ഞുതരാം. ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നീ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുതേ. സ്ക്രീൻഷോട്ട് എടുത്തവന്മാരെല്ലാം തോൽക്കണേ. അവിടെ സ്ക്രീൻഷോട്ട് എടുക്കണ്ട, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താ അറിയോ, ഇവരുടെ നാവ് ഭയങ്കര വലുതായിരിക്കും, ശരിക്കും ബ്രോഡ് ആൻഡ് ഫറോവ്ഡ് ടങ് ആയിരിക്കും. ഭയങ്കര വലിയ നീളം എന്നല്ല, ശരിക്കും വീതി കൂടിയ ഭയങ്കര വലിയ നാവായിരിക്കും. നാവ് എപ്പോഴും ഇങ്ങനെ അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ബ്രോഡ് ഫറോവ്ഡ് ടങ് ആയിരിക്കും. പാർഷ്യലി ഓപ്പൺ മൗത്ത് എപ്പോഴും അങ്ങനെ പാർഷ്യലി ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാലുള്ള രോഗം ഉണ്ടാവും. അതുപോലെ മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധി വളർച്ച മുരടിക്കും. ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറയാം, നമ്മൾ തൽക്കാലം ഇത്ര പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇതാ ബിഗ് ആൻഡ് റിങ്കിൾഡ് ടങ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അതുപോലെ തന്നെ അത്ര പഠിച്ചാൽ മതി. പിന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ അതൊക്കെ ഓർത്താൽ മതി കേട്ടോ. 21ാമത്തെ ക്രോമസോം 21ാമത്തെ പെയറിൽ 3 എണ്ണം വരുന്നു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അനദർ ഡിസീസസ്. ദേ ആർ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് Klinefelter syndrome. ഓക്കെ, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആക്ച്വലി 44 ഓട്ടോസോമിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ XXY സെക്സ് ക്രോമസോമിന്റെ സ്ഥാനത്ത് ഒരെണ്ണം കൂടുതൽ ഉണ്ടാകും. ദാറ്റ് ഈസ് സാധാരണ XXO അല്ലെങ്കിൽ XYO വരണ്ട, ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ വരിക. സോ ദാറ്റ് ഈസ് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം. സെക്സ് ക്രോമസോമിൽ ട്രൈസോമി ഉണ്ടാവുക. നോക്കൂ, ഈ ആളെ നിങ്ങൾ നോക്കിയാൽ ടോൾ മെയിലായിരിക്കും. കാഴ്ചയിൽ മാത്രം കേട്ടോ, ടോൾ മെയിലായിരിക്കും. ഓക്കെ, പക്ഷെ ഇവർ സ്റ്റെറൈലായിരിക്കും. ഇവർക്ക് കുട്ടീനുണ്ടാക്കാനുള്ള കഴിവൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇവർ സ്റ്റെറൈലായിരിക്കും. ഓക്കെ, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ആളെ കുട്ടി ഉണ്ടാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. ബ്രസ്റ്റ് ആണുങ്ങളിൽ ഡെവലപ്പ് ആവുന്ന അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുക. അപ്പോൾ ഇതാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിന്റെ പ്രത്യേകത. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ആളുകളെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ചിലർക്ക് ഹൈറ്റ് ഉള്ളവരെ പറ്റുള്ളൂ, അപ്പോൾ അത് നോക്കുക. ഇനി അടുത്ത കുട്ടികളെ ശ്രദ്ധിക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? സാർ ഹൈറ്റില്ലേ? ഞാൻ ഹൈറ്റ് 172 സെന്റിമീറ്റർ. ഭയങ്കര ഹൈറ്റ് ഉള്ളവരെ. ഞാൻ പണ്ടൊരാളോടെ വെറുതെ ഇങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഹൈറ്റുള്ള ആണുങ്ങളെ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയാം, ഹൈറ്റുള്ളവരെ കുഴപ്പമില്ല, നോക്കുന്നത് നല്ലതാ. ഓക്കെ, എനിവേ കം ഹിയർ. അടുത്ത ഡിസീസ് നോക്കാം. അപ്പോൾ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ല, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. എനിക്ക് വിഷമമൊന്നുമില്ല. ഓക്കെ, അടുത്ത കാര്യം നോക്ക്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടർണർ സിൻഡ്രോം. അപ്പോൾ റീസൺ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ്. എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് ടർണർ സിൻഡ്രോം അല്ലേ? ടർണർ സിൻഡ്രോമിൽ ആക്ച്വലി ഓട്ടോസോമിൽ കുഴപ്പമൊന്നുമില്ല. 44 ഓട്ടോസോം ഉണ്ടാവും, പ്ലസ് X0 ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ XX അല്ലെങ്കിൽ XY വേണം. ഇവിടെ ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരെണ്ണം മിസ്സിംഗ് ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി മോണോസോമി അല്ലേ?
രണ്ടെണ്ണം വേണ്ടടുത്ത് ഒരെണ്ണേ ഉള്ളൂ. മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം. സോ ദിസ് ഈസ് ആക്ച്വലി മോണോസോമി ഓഫ് സെക്സ് ക്രോമസോം ആണിത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഷോർട്ട് ഫീമെയിൽ ആയിരിക്കും, ഷോർട്ട് ഫീമെയിൽ. ആൻഡ് അപ്പോൾ നിങ്ങൾ പേടിക്കണം, അയ്യോ ഇപ്പോൾ പെൺകുട്ടികൾ ദൈവമേ ഞാൻ ഹൈറ്റ് കുറവാണല്ലോ അതുകൊണ്ട് ഞാൻ ടെർണർ സിൻഡ്രോം ഉള്ള ആളാണോ? അല്ലടാ, ടെർണർ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് നോക്കൂ, റുഡിമെൻ്ററി ഓവറി ആയിരിക്കും, ഇവർക്ക് പീരീഡ്സ് ഒന്നും ഉണ്ടാവില്ല. റുഡിമെൻ്ററി ഓവറി ആയിരിക്കും, റുഡിമെൻ്ററി ഓവറി, ഒരു വളർച്ച എത്താത്ത റുഡിമെൻ്ററി ഓവറി ആയിരിക്കും ഇവരുടെ കേസിൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ കുട്ടികളെ? അതുപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം ആബ്സെൻ്റ് ആയിരിക്കും. ഇവർക്ക് പ്യൂബിക് ഹെയർ ഉണ്ടാവില്ല, അതുപോലെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, സൗണ്ട് ചേഞ്ച് ആവില്ല. ഇങ്ങനത്തെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം ആബ്സെന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇവരും സ്റ്റെറൈലാണ്. സോ ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? അപ്പോൾ ഇവർക്ക് ടോട്ടൽ 47 ക്രോമസോം ഇവർക്കും ഉണ്ടാവും, പക്ഷേ ഇവരുടെ കേസിൽ 45 ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. റെഡി അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഓൾ അബൌട്ട് principles of inheritance and variation. Now let's talk about human health and disease. Are you ready? റെഡി ആണോ? സെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഗ്രേറ്റ്. സെറ്റേഷ്, ഓക്കെ സെറ്റേഷ്. നൗ ലുക്ക്, കോമൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലേക്ക് എത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസും അത് ഉണ്ടാക്കുന്ന ആൾക്കാരും. നോക്കൂ, ഒന്നാമത്തത് ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? സാൽമോണെല്ല ടൈഫി, വിച്ച് ഈസ് എ ബാക്ടീരിയം. ടൈഫോയിഡിൻ്റെ പ്രശ്നം എന്താ? ടൈഫോയിഡിനെ എൻഡറിക് ഫീവർ എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താ അറിയോ? ടൈഫോയിഡുള്ള ആൾക്ക് നല്ല പനി ഉണ്ടാവും. പനി ഉണ്ടായാൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ തലവേദന ഉണ്ടാവും അല്ലേ? ഹെഡ് ഏക്ക് ഉണ്ടാവും. പനിയും തലവേദനയും കൂടി വന്ന് ആകെ ക്ഷീണിച്ച് അവശനാവും, ടയേർഡ്നെസ് ഉണ്ടാകും. ഫീവർ, ഹെഡ് ഏക്ക്, ടയേർഡ്നെസ്. പിന്നീട് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ ദർ വിൽ ബി അബ്ഡോമിനൽ പെയിൻ. നമുക്ക് ഒരു 4 സിംറ്റമെങ്കിലും പഠിച്ചോ. ഇനി സിവിയർ കേസസ്, രോഗം ഭയങ്കര മൂർച്ഛിച്ചാൽ ഇൻറ്റസ്റ്റൈനിന് ഓട്ട വരാനും പിന്നെ നിങ്ങൾ മണ്ണൂരിലേക്ക് യാത്രയാവാനും സാധ്യതയുണ്ട്. മണ്ണൂർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെമിത്തേരിയിലേക്ക്. So look, in severe cases intestinal perforation and death can happen. Intestinal perforation, ഡെത്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ ഈ രോഗം പകരുക? നിങ്ങളുടെ ഇൻറ്റസ്റ്റൈനിനെയോ സ്റ്റൊമക്കിനെയോ ഒക്കെ ബാധിക്കുന്ന എല്ലാ രോഗവും ഇറ്റ് ഈസ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഈ ബാക്ടീരിയയുള്ള ഫുഡോ വാട്ടറോ നിങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെയാണ് ഏത് തരം നിങ്ങളുടെ ഇൻറ്റസ്റ്റൈനെയോ സ്റ്റൊമക്കിനെയോ ഒക്കെ ബാധിക്കുന്ന ഏത് രോഗങ്ങളും കിട്ടുക ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ. സോ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, സോ ഇത് ഓർത്താൽ മതി, ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇനി കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് ടൈഫോയിഡ്. നിങ്ങൾ ഡോക്ടറാണ്, ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു രോഗി വന്ന് പനിയുമായിട്ട്. അപ്പോൾ പനി ചിലപ്പോൾ ഡെങ്കിപ്പനി കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ കാരണമായിരിക്കാം, അല്ലെങ്കിൽ അത് ന്യൂമോണിയ കാരണമായിരിക്കാം, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വൈറൽ ഫീവർ ആയിരിക്കാം. സോ നിങ്ങൾക്ക് അറിയണം ഇത് എന്ത് രോഗം കാരണമാണെന്ന്. അപ്പോൾ നിങ്ങൾ അതിന് കൺഫേം ചെയ്യാൻ, ടൈഫോയിഡ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ ചെയ്യുന്ന ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. എന്താണ് വൈഡാൽ ടെസ്റ്റ്? ഓക്കെ, സോ ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് ടൈഫോയിഡ് ഈസ് വൈഡാൽ ടെസ്റ്റ്. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ രോഗമാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാക്കാൻ 2 ബാക്ടീരിയകൾക്ക് പറ്റും. ദേ ആർ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, രണ്ടാമത്തെ ആളാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. സെറ്റ് അല്ലേ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും. ഫുൾ കോഴികളാണ് സാറേ, എനിക്ക് മടുത്ത് ഇവന്മാരെ കാണുമ്പോൾ തന്നെ. എടാ, ഈ കമൻറ്റ് ബോക്സിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക? നിങ്ങളിങ്ങനെ കമൻറ്റിനോട് പ്രശ്നം ഉണ്ടായിട്ടല്ല, അതെന്താ വെച്ചാൽ നമ്മൾ കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഈ കമൻറ്റ് ബോക്സ്. ഇതിനകത്ത് ഇങ്ങനെ ചിലച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്ററാക്ഷൻ നടക്കില്ല. നിങ്ങൾക്ക് ക്ലാസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ വേറെ എന്തോരം ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു നല്ല സിനിമയും ഡൗൺലോഡ് ചെയ്ത് കണ്ടുകൂടെ? സീരിയസ്ലി പറയാം,
കേരളക്കരയിലെ എല്ലാവന്മാരും കൂടി, ഞാൻ എപ്പം പറയില്ലേ, കേരളത്തിൽ എല്ലാവരും കൂടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല ഞാൻ. സത്യമായിട്ട് അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട കഷ്ടപ്പെടണമെന്നല്ല എന്ത് ചെയ്യൂടാ അല്ലേ? നാട്ടിലുള്ള എല്ലാവരും രക്ഷപ്പെട്ട, നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ട പ്രശ്നമാണ് നമുക്ക്. മറ്റേ ഞാൻ എപ്പം പറയണതാണ്, ബസ് ഓടിക്കാൻ ആളുണ്ടാവില്ല, നമ്മൾ വീട്ടിൽ വണ്ടി എടുത്ത വണ്ടിക്ക് ഡ്രൈവറെ വെക്കാൻ ഡ്രൈവർ ഒന്നും കിട്ടൂല, എല്ലാത്തിനും ഇപ്പോൾ ബംഗാളിനെ വെക്കാൻ പറ്റുമോ? തേപ്പിനും പടവിനും എല്ലാം ബംഗാളിനെ വിളിച്ചാൽ ചില ബംഗാളിക്ക് അത്ര, നമ്മുടെ നാട്ടിൽ സംഭവം മടിയന്മാരാണ്, പണി കുഴപ്പമില്ലാണ്ട് എടുക്കും. അപ്പം ഇങ്ങനെ തേപ്പിന് പടവിന് അതേപോലെ തന്നെ കൊത്തിക്കളക്കാൻ, നാട്ടിൽ വെറുതെ പീഡിയത്തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കാൻ, കട നടത്താനൊക്കെ ആൾക്കാർ വേണം. അപ്പം നിങ്ങളെല്ലാവരും കൂടി പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും വലിയ എൻ്റർപ്രണേഴ്സും IAS ഭയങ്കര നിങ്ങൾ, ഞാനൊരു കാര്യം പറഞ്ഞു തന്നേക്കാം. ഞാൻ ഈ അടുത്ത് എവിടെയോ കേട്ടാ, നമ്മളിപ്പോൾ അംബാനി കേട്ടിട്ടുണ്ടാവില്ലേ? മുകേഷ് അംബാനി ആക്ച്വലി IITN ആണ്. ഓക്കെ, അദ്ദേഹം IIT അഡ്മിഷൻ കിട്ടിയിട്ട് പിന്നെ പിന്നെ അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറിംഗ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. നിങ്ങൾ വലിയ ബിസിനസ് എൻ്റർപ്രണേഴ്സിനൊക്കെ എടുത്തു. നമ്മൾ പറയേണ്ടത് ബിസിനസ് ഒട്ടും പഠിച്ചില്ലെങ്കിലും ചെയ്യാം, നമുക്ക് വെറുതെ ഒട്ടും പഠിച്ചില്ലെങ്കിൽ നാട്ടിൽ തേങ്ങാ കച്ചവടം ചെയ്യാം. അത്യാവശ്യം നല്ല വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന പ്രശസ്തരായ ആളുകൾ നിങ്ങൾ ആരെയും എടുത്തു, അവരൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ചവരാ, പഠിക്കേണ്ട കാലത്ത് പഠിച്ചവരാ. ഓക്കെ, പഠിപ്പുണ്ടാവുന്നുള്ളൊരു ബേസിക് കാര്യമാണ്. അപ്പോൾ ഇതേമാതിരി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊന്നും അല്ലാണ്ട് നാട്ടിൽ ഓരോ ചെറിയ പണിയെടുക്കാനൊക്കെ നമുക്ക് ആൾക്കാരെ വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്നും പഠിക്കണ്ട, ആ ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ പഠിച്ചാൽ എല്ലാവരും ഡോക്ടർ, എല്ലാവരും കളക്ടറായ ആരെയുടെ കിട്ടുക? മറ്റേ തേപ്പിനും പടവിനും ആളെ കിട്ടുമോ? ഡോക്ടറൊക്കെ അങ്ങനെ സ്റ്റെതസ്കോപ്പ് തോളിലിട്ട് ഒരു തുണി മടക്കി കുത്തി നിന്ന് തേക്കേണ്ടി വരും വീടുണ്ടാക്കണമെങ്കിൽ. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ വേണം, നോ പ്രോബ്ലം. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പഠിക്കുന്ന കുട്ടികളെ ശല്യം ചെയ്യാതിരുന്നാൽ മതി. പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? എല്ലാവരും കൂടി രക്ഷപ്പെടേണ്ട. ഓക്കെ, സോ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, നിങ്ങൾ പഠിക്കണം എന്നുള്ള എനിക്ക് ഒരു ഞാൻ പറയൂല, വേണമെങ്കിൽ പഠിച്ചാൽ മതി. നമ്മളെല്ലാവരും കൂടി അങ്ങനെ പഠിച്ചാൽ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ വാ, കം ഹിയർ. ദയവേദി കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ആക്കരുത്. ഞാൻ പറഞ്ഞു തന്നേക്കാം, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോന്നിനും നിങ്ങൾ കുറേ കഴിഞ്ഞ് ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. ജീവിതത്തിൽ അങ്ങനെ രക്ഷപ്പെടുന്ന ആരും കരുതണ്ട. കുറുക്കു വഴികളിലൂടെ രക്ഷപ്പെടും. ജീവിതത്തിൽ കുറുക്കു വഴികളിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നവരെക്കാൾ മണ്ടന്മാരായിട്ട് ലോകത്ത് ഒരാളും ഇല്ല. രക്ഷപ്പെടൂല. കുറുക്കു വഴികളിലൂടെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുക. ജീവിതത്തിൽ ടോപ്പായിട്ടിരിക്കുന്ന ഏത് മനുഷ്യരെ നോക്കിക്കോ, ഓരോ വാതിലുകൾ അടയുമ്പോൾ അടുത്തടുത്ത വാതിലുകളെ മുട്ടി തുറക്കാൻ വേണ്ടിയുള്ള മെൻറ്റാലിറ്റിയും മനസ്സാന്നിധ്യവും ഉള്ളവർ, കറേജ് ഉള്ളവരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമുക്കിങ്ങനെ പറയാം, അവൻ കോടീശ്വരനായത്, അവൻ ബൂർഷ്വാസിയാണ്, അവൻ മറ്റേ ശ്വാസിയാണ്, അവൻ മറ്റേതാണ്, ഇപ്പോൾ ഭയങ്കര പൈസക്കാരൻ, ഇവരെല്ലാം മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് വെറുതെ ആളുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ നിങ്ങൾ കാലാകാലം പറയുള്ളൂ. ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. രക്ഷപ്പെട്ടവനെ നോക്കി കൊഞ്ഞനം കുത്തിയിരിക്കുന്ന ആളുകളിൽ പെടണോ, ജീവിതത്തിൽ രക്ഷപ്പെടണോ തീരുമാനിച്ചോ കേട്ടോ. ദാറ്റ്സ് അപ് ടു യു. Okay, anyway, come here. So, let's talk about pneumonia. Pneumonia ഉണ്ടാക്കാൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. നോക്കൂ, ബാക്ടീരിയ നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തി എന്തായാലും നിങ്ങൾക്ക് പനിക്കും അല്ലേ, ഫീവർ ഉണ്ടാവും. ഫീവർ വിത്ത് ചിൽസ്, പനിയും വിറയിലും കൂടി ഉണ്ടാവും. പഠിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഫീവർ പഠിച്ചാൽ മതി. ഫീവർ ഉണ്ടെങ്കിൽ ഹെഡ് ഏക്ക് ഉണ്ടാവും. ഫീവറും ഹെഡ് ഏക്കും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടയേർഡ്നെസ് ഉണ്ടാകും. ഇത് ന്യൂമോണിയ അല്ലേ, അപ്പോൾ എന്തായാലും ചുമയുണ്ടാവൂടാ. അതേമാതിരി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ബിക്കോസ് ഇൻ ന്യൂമോണിയ യുവർ ആൽവിയോളസ് ഗെറ്റ്സ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. നിങ്ങളുടെ ലങ്ങിൻ്റെ ആൽവിയോളസിൽ ഫ്ലൂയിഡ് നിറയുക ചെയ്യുക. അങ്ങനെ ഫ്ലൂയിഡ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഗ്യാസിൻ്റെ, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒന്നും എക്സ്ചേഞ്ച് നടക്കൂല. അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും. ഇൻ സിവിയർ കേസസ്, ബോഡിയിലേക്ക് നോക്കൂ, ആൽവിയോളസുകളിലൂടെയല്ലേ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ആൽവിയോളസിലൊക്കെ ഫ്ലൂയിഡ് വന്ന് നിറയുന്ന അവസ്ഥയാണ് ന്യൂമോണിയ. അത് ആൽവിയോളസ് ഗെറ്റ്സ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. ആൽവിയോളസിൽ ഫ്ലൂയിഡ് നിറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഓക്സിജൻ എക്സ്ചേഞ്ച് തീരെ നടക്കൂല, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച്. അപ്പോൾ ബോഡിയിൽ ഓക്സിജൻ ഭയങ്കരമായിട്ട് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കര കൂടുകയും ചെയ്യും. സോ ഇൻ സിവിയർ കേസിൽ എന്താ പ്രശ്നം നോക്കൂ, ദർ വിൽ ബി ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞ അവസാനം ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് ഒക്കേഴ്സ്. നമ്മുടെ ലിപ്പുകളുടെയും ഫിംഗർ നെയിൽസിൻ്റെയും ഒക്കെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, ഓക്കെ, ആ ഭാഗമൊക്കെ ബ്ലൂ ആവാൻ തുടങ്ങും ഇൻ സിവിയർ കേസസ്. ഇനി എങ്ങനെയാണ് പകരുക? നമ്മുടെ ലങ്ങിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഏതൊരു രോഗവും ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ, അല്ലെങ്കിൽ എ ഹെൽത്തി പേഴ്സൺ അക്വയർ ദിസ് ഇൻഫെക്ഷൻ ബൈ ഇൻഹെയിലിംഗ് ദ ഡ്രോപ്ലെറ്റ്സ് റിലീസ്ഡ് ബൈ കൊഫ് ഓർ സ്നീസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് പേഴ്സൺ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ റിലീസ് ചെയ്യുന്ന, ഓക്കെ, സോ ലുക്ക്, ഇൻഫെക്റ്റഡ് പേഴ്സൺ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റുകളെ നിങ്ങൾ ശ്വസിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രോഗം കിട്ടും. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോമൺ കോൾഡ്. കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് റൈനോ വൈറസുകൾ എന്നറിയപ്പെടുന്ന വൈറസുകളാണ്.
കോമൺ കോൾഡിൽ ദാറ്റ് ഈസ് ജലദോഷം. ജലദോഷം എന്തൊക്കെ ഉണ്ടാവുക? മൂക്കടപ്പ്, ഒലിപ്പ് അല്ലേ? നാസൽ കഞ്ചഷൻ ആൻഡ് ഡിസ്ചാർജ്, അതാണ് അടപ്പ്, അതാണ് കഞ്ചഷൻ, മൂക്കടക്കുക. ഒലിപ്പ്, നാസൽ ഡിസ്ചാർജ്. ആൻഡ് ദർ വിൽ ബി സോർ ത്രോട്ട്, തൊണ്ടവേദന ഉണ്ടാവും. അതുപോലെ ചെറിയ ചുമ ഉണ്ടാകും. അതുപോലെ സൗണ്ട് ചേഞ്ച് ആവും, അതാണ് ഹോഴ്സ്നെസ് ഓഫ് വോയിസ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ കോൾഡിൻ്റെ സിംറ്റംസ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് എങ്ങനെ കിട്ടുക? ത്രൂ ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് റിലീസ്ഡ് ബൈ കൊഫ് ഓർ സ്നീസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് പേഴ്സൺ കൊഫ് ചെയ്യുമ്പോൾ കൊഫ് ചെയ്യുക അല്ലെങ്കിൽ തുമ്മുക, സ്നീസ് ചെയ്യുക, അത് ചെയ്യുന്ന സമയത്ത് റിലീസ് ആവുന്ന ഡ്രോപ്ലെറ്റ് നിങ്ങൾ ശ്വസിച്ചാൽ നിങ്ങൾക്ക് ഈ രോഗം കിട്ടും. ക്ലിയർ ആണല്ലോ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അസ്കാരിയാസിസ്. നമ്മൾ വേമുകൾ ഉണ്ടാക്കുന്ന 2 രോഗം പഠിക്കാനുണ്ട്. ഇതിൽ ഒന്നാമത്താണ് അസ്കാരിയാസിസ്, രണ്ടാമത്താണ് എലഫൻഡയാസിസ്. സെറ്റാണല്ലോ? അസ്കാരിയാസിസ് ഈസ് കോസ്ഡ് ബൈ അസ്കാരിസോർ കോമൺ റൗണ്ട് വേം വിച്ച് ഈസ് എ ഹെൽമിന്ത്. ഇയാളൊരു ഹെൽമിന്താണ്, വിരയാണ്. എലഫൻഡയാസിസ് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അസ്കാരിയാസിലെ സിംറ്റം എന്തൊക്കെയാണ്? ഇയാൾ നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വേമാണ് അസ്കാരിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിലൊക്കെ ഇയാൾ മുറിവുണ്ടാക്കും. ആ മുറിവിലൂടെ ബ്ലഡ് നഷ്ടപ്പെടും, അതാണ് ഇന്റേണൽ ബ്ലീഡിങ്. അതുപോലെ തന്നെ ബ്ലഡ് ധാരാളം ബോഡിയിൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അനീമിയ ഉണ്ടാവും, ബ്ലഡിൽ RBC ഒക്കെ കുറയാൻ തുടങ്ങും. ഓക്കെ, ദെൻ ഇവന്മാർ പതിയെ നിങ്ങളുടെ ബ്ലഡിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡിലേക്ക് ഇവരുടെ കുട്ടികൾ കയറി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലഡിലേക്ക് രോഗാണു എത്തി എന്തായാലും നിങ്ങൾക്ക് ഫീവർ ഉണ്ടാകും. അതുപോലെ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ ഇവന്മാർ ബ്ലോക്ക് ഉണ്ടാക്കും. ക്ലിയർ അല്ലേ? ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്കേജ് ഭയങ്കരമായിട്ട് സിവിയർ ആയി കഴിഞ്ഞാൽ ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്, ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ബ്ലോക്ക് ആക്കാൻ, ഇവർ പെരുകി ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? നൗ എങ്ങനെയാണ് ഒരാൾക്ക് രോഗം കിട്ടുക? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഒരു ഹെൽത്തി പേഴ്സണ് രോഗം എങ്ങനെ കിട്ടുക വെച്ചാൽ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഈ പാത്തോജൻ ഉള്ള ഫുഡോ വാട്ടറോ നിങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് കിട്ടുക. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എലഫൻഡയാസിസ്. ഓക്കെ, സോ ലുക്ക്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ 2 worms. 2 വേമുകളാണ്. ദേ ആർ വുച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മലായി. ഇവർ നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് ഫൈലേറിയൽ വേംസ്. എന്താ വിളിക്കുക? ഫൈലേറിയൽ വേംസ്. ഇവന്മാരെന്താ ചെയ്യാന്നറിയോ? നമുക്ക് ഈ രോഗം കിട്ടിയ ത്രൂ ദ ബൈറ്റ് ഓഫ് മൊസ്കിറ്റോസ്. മൊസ്കിറ്റോകളാണ് ഈ രോഗത്തിൻ്റെ വാഹകർ. ഈ രോഗാണുവിനെ, ഈ ഹെൽമിന്തിനെ വഹിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയിലേക്ക് പറഞ്ഞയക്കുന്നത് കൊതുകുകളാണ്. എസ്പെഷ്യലി ക്യൂലെക്സ് മൊസ്കിറ്റോസ്. ദ ആക്ട് ആസ് ദ വെക്ടേഴ്സ് ഓഫ് ദിസ് ഡിസീസ്. ഈ ഡിസീസിൻ്റെ വെക്ടേഴ്സ് ആയിട്ട്, വാഹകരായിട്ട് ആക്ട് ചെയ്യുന്ന ക്യൂലെക്സ് മൊസ്കിറ്റോകളാണ്. ഓക്കെ, അങ്ങനെ ഇവർ നിങ്ങളുടെ ബോഡിയിലേക്ക് ഈ വിരകൾ, വുച്ചറേറിയ ബാൻക്രോഫ്റ്റി, വുച്ചറേറിയ മലായി, ഇവർ നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ കോസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് വെസൽസ് ലീഡിങ് ടു എഡിമ ആൻഡ് ഡിഫോമിറ്റി ഓഫ് അഫക്റ്റഡ് പാർട്ട്. നമ്മുടെ ശരീരത്തിലെ ലിംഫ് വെസലുകളിൽ ഇൻഫ്ലമേഷൻ, നിരന്തരമായിട്ട് വീക്കം ഉണ്ടാക്കും. അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് വെസൽസ്. എസ്പെഷ്യലി ലോവർ ലിംസ്, കാലുകളിലൊക്കെയാണ് മെയിൻലി കാണുക. ദാറ്റ് ലീഡിങ് ടു ഡിഫോമിറ്റി ഓഫ് അഫക്റ്റഡ് പാർട്ട്. അതുള്ള ഈ ലിംഫ് വെസലിൽ ഒബ്സ്ട്രക്ഷൻ, എവിടെയാണോ ലിംഫ് വെസലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ആ ഭാഗത്തിൻ്റെ ഷേപ്പ് മൊത്തം അബ്നോർമലായിട്ട് പറഞ്ഞതാണ് ഡിഫോമിറ്റി. എങ്ങനെ നമുക്ക് ഈ രോഗം കിട്ടുക? ത്രൂ ദ ബൈറ്റ് ഓഫ് മൊസ്കിറ്റോ വെക്ടേഴ്സ്. മൊസ്കിറ്റോ വെക്ടറുകളുടെ ബൈറ്റിലൂടെയാണ്, കടികളിലൂടെയാണ് നമുക്ക് ഈ രോഗം കിട്ടുക. റെഡിയാണോ ഗൈസ്? റെഡിയാണോ? സെറ്റല്ലേ? സർ 12-നുള്ളിൽ തീരുമോ? തീർക്കും. 12-നുള്ളിൽ എന്തായാലും തീർക്കും. കാരണം ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ നമ്മൾ പലതവണ റിവൈസ് ചെയ്തതാണ്, പലതവണ നമ്മൾ പഠിച്ചതാണ്, നമുക്ക് അത്യാവശ്യം അറിയുന്നതായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇതും എവല്യൂഷനും കൂടെ നമുക്കൊരു കുറച്ച് ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കഴിഞ്ഞാൽ ഇനി എവല്യൂഷൻ, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അത്രയല്ലേ ഉള്ളൂ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. വേഗം തീരും, ഉറപ്പായിട്ടും തീരും കേട്ടോ. ഇത് തന്നെ ഇപ്പോൾ വേഗം തീരും. അപ്പോൾ ഗൈസ്, ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ. സാർ, ഈ ന്യൂഡിൽസ്, ഇത് ന്യൂഡിൽസ് അല്ലടാ മക്കളെ, ഇത് നമ്മുടെ അസ്കാരിസ് ഇൻറ്റസ്റ്റൈനിൽ പെരുകി ഇൻറ്റസ്റ്റൈൻ ബ്ലോക്ക് ആക്കുന്ന പരിപാടിയാണിത് കേട്ടോ. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ? ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. സോ 5 മിനിറ്റ് ആക്കണ്ട, 9:33 സോ 9:40, ഒരു 10 മിനിറ്റ് എടുക്കാം. വേണ്ട, 5 മതി അല്ലേ? 9:43, അറൗണ്ട് 10. ഞാൻ മാക്സിമം ഇട്ടതാണ് PM. We will be back.
ബ്രേക്ക് എടുത്തതാ. തൊണ്ടെല്ലാം വേദന.
ടൈം ഈസ് ഫ്ലൈയിങ് അല്ലേ? 43 ഔദ്യോഗികമല്ല ടൈം. ഇവരിപ്പോൾ എന്നെ ഒന്ന് തെറി വിളിക്കുന്നുണ്ടാവും, സാറെന്താ വരാത്തത്, ക്ലാസ് തുടങ്ങൂ. ഓക്കെ എടാ, സമയം എന്ത് ഫാസ്റ്റാടാ അല്ലേ? ഞാൻ ഒന്ന് പുറത്തു പോയി വന്നപ്പോഴത്തേക്ക് സമയമായി. ഒന്ന് വെള്ളം കുടിച്ച് വരുമ്പോഴത്തേന് സമയം എങ്ങനെ നീണ്ടു പോയാലോ. റിയലി സോറി. 44 ഓക്കെ ശരി, സോറി. എനിവേ 2 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. പോടാ, ഇത് 45 ആയിട്ടുള്ളൂ. സോ ഗൈസ്, വാ. ഇരിക്കുന്നില്ല, എത്ര നേരം നിന്നടുത്ത്. സാർ, വിൽ യു ബി ടേക്കിംഗ് മോളിക്കുലാർ? നെഹി ബായ്, മോളിക്കുലാർ മോർണിംഗ് ടേക്ക് കിയ അല്ലേ? മോളിക്കുലാർ രാവിലെ എടുത്തതാണ്. ഓക്കെ, ഇനി വീണ്ടും മോളിക്കുലാർ എടുക്കുക. സോ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത രോഗം എന്താ കുട്ടികളെ? ഇത് ഞാൻ എപ്പോഴും ഇടുന്ന ഒരു പസിലാണ്. വാട്ട് ഈസ് ദിസ്? റിംഗ് വേം, വട്ടച്ചൊറി. അടുത്ത രോഗമാണ് റിംഗ് വേം, വട്ടച്ചൊറി. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗൈ ബിലോങ്ങിങ് ടു 3 ജനേറ. 3 ജീനസുകളിൽപ്പെട്ട ഫംഗസുകളാണ് നമുക്ക് വട്ടച്ചൊറി ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാടാ കുട്ടികളെ? ഏതൊക്കെ ജീനസ് പറഞ്ഞേ? വി ഹാവ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ. ഏതൊക്കെ? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ. ഇങ്ങനെ 3 ജീനസിൽപ്പെട്ട ആളുകൾ. വട്ടച്ചൊറിയുടെ സിംറ്റം എന്താ? ആക്ച്വലി ലുക്ക് അറ്റ് ദിസ് പിക്ചർ. വളരെ ഡ്രൈ ആയിട്ടുള്ള, നിറയെ സ്കെയിലുകളുള്ള, മൊരികൾ പോലെ കാണാൻ പറ്റും. സ്കെയിലുകളുള്ള ലീഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഡ്രൈ സ്കെയിലി ലീഷൻസ് വിത്ത് ഇൻറ്റൻസ് ഇച്ചിങ്. നല്ല ചൊറിച്ചിലുള്ള ഡ്രൈ സ്കെയിലി ലീഷനാണ് വട്ടച്ചൊറിയുടെ ലക്ഷണങ്ങൾ. ക്ലിയർലി? വട്ടച്ചൊറി എങ്ങനെയാണ് പകരുക? റിംഗ് വേം ബൈ ഷെയറിങ് ക്ലോത്ത്സ് ഓർ കോംബ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. രോഗമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ക്ലോത്തുകളോ അല്ലെങ്കിൽ കോംബ്, ചീർപ്പൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പ്രോട്ടോസോവകൾ ഉണ്ടാക്കുന്ന 2 രോഗം കൂടെ പഠിച്ചാൽ പരിപാടി തീർന്നു. ദാറ്റ് ഈസ് വി ഹാവ് അമീബയാസിസ് ഓർ അമീബിക് ഡിസെൻറ്ററി, അതുപോലെ തന്നെ മലേറിയ. 2 ഉണ്ട്, അമീബയാസിസും മലേറിയയും. നോക്കൂ, അമീബയാസിസ് ഓർ അമീബിക് ഡിസെൻറ്ററി ഈസ് കോസ്ഡ് ബൈ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. ഇറ്റ് അറ്റാക്ക് യുവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ. നിങ്ങളുടെ ലാർജ് ഇൻറ്റസ്റ്റൈനെയാണ് ഇയാൾ പോയി അറ്റാക്ക് ചെയ്യുക. എങ്ങനെ നമുക്ക് ഈ രോഗം കിട്ടുക? അപ്പോൾ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെയോ ലാർജ് ഇൻറ്റസ്റ്റൈനെയോ ഒക്കെ ബാധിക്കുന്ന ഏത് രോഗവും നിങ്ങൾക്ക് കിട്ടുന്നത് വിൽ ബി ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡിലൂടെയും വാട്ടറിലൂടെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, now what are the symptoms? സിംറ്റം എന്തൊക്കെയാ വെച്ചാൽ, ഒന്നാമത് കുട്ടികൾ, ദർ വിൽ ബി സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. മലത്തിൽ ബ്ലഡ് ഉണ്ടാവുക, മലം ഡയേറിയ പോലെ ലൂസായിട്ട് വരിക, അതിനകത്ത് ബ്ലഡ് ഉണ്ടാവുക. അതിനാണ് ആക്ച്വലി നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. സോ ഇൻ അമീബിക് ഡിസെൻട്രി ഈസ് കോസ്ഡ് ബൈ അമീബ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. അതിനകത്ത് ദർ വിൽ ബി സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. മലത്തിൽ ധാരാളം മ്യൂക്കസ്, വഴുവഴുപ്പുള്ള മ്യൂക്കസും ബ്ലഡ് ക്ലോട്ടും ഉണ്ടാകും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ, വയറ് സ്തംഭനം, മലം പോവാത്ത അവസ്ഥയും ഇടയ്ക്കുണ്ടാകും. ക്ലിയർ അല്ലേ? ആൻഡ് ദർ വിൽ ബി അബ്ഡോമിനൽ പെയിൻ, വയറ് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്രാമ്പ്. 2 പറഞ്ഞാലും വയറ് വേദന എന്നാണ് സിമ്പിളായിട്ട് അർത്ഥം. റെഡി അല്ലേ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്താണ് മലേറിയ. മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ ബിലോങ് ടു 3 സ്പീഷീസ്. ഓക്കെ, പ്ലാസ്മോഡിയം ജീനസിൽപ്പെട്ട 3 സ്പീഷീസുകളാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. 3 സ്പീഷീസുകൾ: പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം. ആക്ച്വലി വേറെയും 2 ആളുകൾ കൂടിയുണ്ട്, പക്ഷേ നിങ്ങളുടെ NCERT 3 ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ ഓഫ് ദം ബിലോങ് ടു പ്ലാസ്മോഡിയം. സോ മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ, പ്ലാസ്മോഡിയം പ്രോട്ടോസോവൻ അല്ലേ? പ്രോട്ടോസോവൻ ഗ്രൂപ്പിൽപ്പെട്ട പ്ലാസ്മോഡിയമാണ്, പ്ലാസ്മോഡിയം ജീനസിലുള്ള ആളുകളാണ് നമുക്ക് ഈ രോഗം ഉണ്ടാക്കുന്നത്. ആരൊക്കെ? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ. ഈ കൂട്ടത്തിലെ പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം ഉണ്ടാക്കുന്ന മലേറിയ ഉണ്ടല്ലോ, ദിസ് ഈസ് ആക്ച്വലി മാലിഗ്നന്റ് മലേറിയ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാലിഗ്നന്റ് മലേറിയ. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സീരിയസ് ആൻഡ് ഫാറ്റൽ ഫോം. മരണകാരണമാകുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് മാലിഗ്നന്റ് മലേറിയയാണ്. മലേറിയയുടെ സിംറ്റം ഈസ് ആക്ച്വലി ഫീവർ റിക്കറിങ് എവറി 3 to 4 days. ഓരോ 3-4 ദിവസം കൂടുമ്പോൾ റിക്കർ ചെയ്യുന്ന ഫീവറാണ് ലക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഈ രോഗം കിട്ടുക? ത്രൂ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ കടിയിലൂടെയാണ് നമുക്ക് ഈ രോഗം കിട്ടുക. ദാറ്റ് ഈസ്, മൊസ്കിറ്റോ നിങ്ങളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്മോഡിയം നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് എൻ്റർ ചെയ്യുക. നിങ്ങൾ വന്നൊരു മൊസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ കടിക്കുമ്പോൾ ഈ പാരസൈറ്റ് അല്ലെങ്കിൽ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആൾ
സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് കയറും. അങ്ങനെ ബോഡിയിലേക്ക് എത്തിയാൽ ആദ്യം തന്നെ ഇവർ നിങ്ങളുടെ ലിവർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. ലിവറിലേക്ക് പോവും. അവിടെ വെച്ച് ലിവർ സെല്ലുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലിവർ സെല്ലുകളിൽ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തും. അതിനുശേഷം ലിവർ സെല്ലുകളിൽ ഒരുപാട് തവണ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ ശേഷം പിന്നീട് ഇവർ നിങ്ങളുടെ ബ്ലഡിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പതിയെ നിങ്ങളുടെ RBCകളിലേക്ക് കയറുകയും RBCകൾക്കുള്ളിൽ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയും ചെയ്യും. ക്ലിയർ ആണോ? അങ്ങനെ RBCകൾ ഇങ്ങനെ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് സപ്പോസ് ദിസ് ഈസ് എൻ RBCയിലേക്ക് ഇവന്മാർ കയറുകയാണ്. എന്നിട്ട് RBCയിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണ്. അങ്ങനെ ഇവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ RBC പൊട്ടും. എന്നിട്ട് ഇവന്മാരെ വീണ്ടും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്യപ്പെടുന്ന ആളുകൾ വീണ്ടും അടുത്ത RBCനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ നിരന്തരമായിട്ട് RBC നശിക്കാൻ തുടങ്ങും ബ്ലഡിൽ. അങ്ങനെ RBC നശിക്കുന്ന സമയത്ത് ഡ്യൂറിങ് ദ റപ്ചർ ഓഫ് RBC that lead to release of a chemical called ഹീമോസോയിൻ. നിങ്ങളുടെ ബ്ലഡിൽ ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവാൻ കാരണമാകും. ആൻഡ് ദിസ് ഹീമോസോയിൻ കോസ് ഫീവർ റിക്കറിങ് എവറി 3 to 4 days. ഓരോ 3-4 ദിവസം കൂടുമ്പോൾ റിക്കർ ചെയ്യുന്ന ഈ ഫീവർ ഉണ്ടാവാനുള്ള കാരണം RBC പൊട്ടുമ്പോൾ റിലീസ് ചെയ്യുന്ന എന്താണ്? ഹീമോസോയിനാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ശരി. അങ്ങനെ RBCയിൽ ഒരുപാട് തവണ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പതിയെ ഇവന്മാർ RBCയിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പതിയെ ഇവന്മാർ സ്പോറോസോയിറ്റ് രൂപത്തിൽ നിന്നും ഗാമിറ്റോസൈറ്റ് രൂപത്തിലേക്ക് മാറും. എന്ത് രൂപത്തിലേക്ക് മാറുക? ഗാമിറ്റോസൈറ്റ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറും. ഈ ഗാമിറ്റോസൈറ്റ് രൂപത്തിൽ RBCയിൽ ഇരിക്കുന്ന ആളുകളെ അടുത്ത മൊസ്കിറ്റോ വന്ന് കടിക്കുന്ന സമയത്ത് മൊസ്കിറ്റോയുടെ ബോഡിയിലേക്ക് മൊസ്കിറ്റോ വലിച്ചെടുക്കും. ക്ലിയർ ആണോ? മൊസ്കിറ്റോ ബ്ലഡ് എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ മൊസ്കിറ്റോയുടെ ബോഡിയിലേക്ക് ഈ ഗാമിറ്റോസൈറ്റുകൾ കയറിപ്പോകും. ഓക്കെ. അങ്ങനെ മൊസ്കിറ്റോയുടെ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊസ്കിറ്റോയുടെ ഗട്ടിൽ, മൊസ്കിറ്റോയുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള മൊസ്കിറ്റോയുടെ അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഗാമിറ്റോസൈറ്റുകളിൽ നിന്ന് ഗാമീറ്റ് രൂപപ്പെടും. ആ ഗാമീറ്റ് ഫെർട്ടിലൈസേഷൻ നടക്കും. ഇവിടുന്ന് ഗാമീറ്റ് ഉണ്ടാവും. ആൻഡ് ദിസ് ഗാമീറ്റ്സ് അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ. ഗാമീറ്റിന് ഫെർട്ടിലൈസേഷൻ സംഭവിക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന അവസാനം വീണ്ടും സ്പോറോസോയിറ്റുകൾ രൂപപ്പെടും. വീണ്ടും എന്ത് രൂപപ്പെടും? സ്പോറോസോയിറ്റുകൾ മൊസ്കിറ്റോയുടെ ബോഡിയിൽ രൂപപ്പെടും. ആ സ്പോറോസോയിറ്റുകൾ മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സലൈവറി ഗ്ലാൻഡ് ഓഫ് മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആ മൊസ്കിറ്റോ നിങ്ങളെ കടിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് രോഗം കിട്ടും, അല്ലെങ്കിൽ അടുത്തൊരാൾക്ക് രോഗം കിട്ടും. സോ ദിസ് ഈസ് ഹൗ ദ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ ടേക്സ് പ്ലേസ്. ക്ലിയർ ആണോ? റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇസ് ദാറ്റ് ക്ലിയർ? റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ് മക്കളെ. അടുത്തത് അപ്പോൾ നമ്മളത് പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിക്കുക. നമുക്ക് 2 രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. വി ഹാവ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദെൻ വി ഹാവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നോക്കൂ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാൽ തന്നെ എല്ലാ രോഗാണുക്കൾക്കും എതിരെയുള്ള ഒരു നോൺ സ്പെസിഫിക് ആയിട്ട്, നമ്മുടെ ബോഡിയിൽ എല്ലാ രോഗാണുക്കൾക്കും എതിരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, 1 സെക്കൻഡ്. നോക്കൂ, നമുക്ക് എങ്ങനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 4 ബാരിയേഴ്സിൻ്റെ സഹായത്തോടെയാണ്. നോക്കൂ, രോഗാണുക്കൾ പുറമെ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് കയറി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്കിൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്ത് മ്യൂക്കസ് കോട്ടിങ്ങും കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഫിസിക്കൽ ബാരിയേഴ്സ്. ഞാൻ നമ്മുടെ ലൈവ് കോർഡിനേറ്ററായ നന്ദുവിനൊന്ന് വിളിക്കായിരുന്നു. ഇവരൊന്നും ഫോൺ എടുക്കുന്നില്ല. അടുത്ത ആളെ വിളിക്കട്ടെ. ഓക്കെ, സോ ലുക്ക്, 1 സെക്കൻഡ് ബഡീസ്, 1 സെക്കൻഡ് സിംഗിൾ പോയിന്റ്. ഇതും താത്തിക്ക, ക്യാമറ താത്ത്. ഓക്കെ, ശരി, റെഡി അല്ലേ? അപ്പോൾ ഫിസിക്കൽ ബാരിയർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ. ഒന്നുകൂടെ താത്തടാ. അവിടെ റെഡിയാക്കാനല്ല, എനിക്ക് അങ്ങനെ നിന്നിട്ട് നോക്കുന്നത് കഴുത്ത് വരാവുന്നുണ്ട്. ഓക്കെ, താഴ്ത്ത്.
They are waiting. ലുക്മാനെ വിളിക്കു സാറേ. ഇല്ല, ലുക്മാൻ ഒഴിവാക്കിയാൻ. ലുക്മാനെ വേണ്ട. താത്ത് 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 കഴുത്തെല്ലാം വേദനയാവുന്നു. പോട്ടെ, ഇതോ വലിയ കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. റെഡി. ഇതൊന്ന് പൊക്കി വെക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ലാപ്പ് I can see their comments. Sir, miss you by Delta. I will come for നിങ്ങളുടെ ക്രാഷിന് ഒരു പക്ഷേ സാറേ വയ്യേ, ക്ഷീണിച്ച അവശനായി. പെട്ടെന്ന് സെറ്റ്. റെഡി. ഓക്കെ, സെറ്റേഷ്. സെറ്റ്. അപ്പോൾ നോക്കട്ടോ, അപ്പോൾ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് 4 ബാരിയേഴ്സ് ഉണ്ട്. വി ഹാവ് നമ്പർ 1 ഫിസിക്കൽ ബാരിയർ. നമ്മുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ കയറുന്നത് തടയാൻ വി ഹാവ് എ ഫിസിക്കൽ ബാരിയർ. ആൻഡ് ദെൻ നമുക്ക് ഫിസിയോളജിക്കൽ ബാരിയറുകളുണ്ട്. ദെൻ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ അവർ ബോഡി, ദാറ്റ് ഈസ് സെല്ലുലാർ ബാരിയേഴ്സ്. ആൻഡ് ഫൈനലി സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് 2 തരം ലിംഫോസൈറ്റിൻ്റെ സഹായത്തോടെയാണ്. ദേ ആർ ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. നോക്കൂ, ബി ലിംഫോസൈറ്റ് നമുക്ക് തരുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ടി ലിംഫോസൈറ്റുകൾ നമുക്ക് തരുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. എന്താ വിളിക്കുക കുട്ടികളെ? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, വി ഹാവ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. നോക്കടാ, ഏതൊക്കെയാണ് ആദ്യം ബാരിയേഴ്സ്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ബാരിയേഴ്സ് ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. ലുക്ക് ഗൈസ്, ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ സ്കിന്ന്, പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മ്യൂക്കസ് കോട്ടിങ്. ഉദാഹരണത്തിന് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് മ്യൂക്കസിൻ്റെ വലിയ കോട്ടിങ് കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫിസിക്കൽ ബാരിയർ. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഉൾഭാഗത്ത് വി ക്യാൻ സി മ്യൂക്കസ് കോട്ടിങ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, അതാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്, ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ്. ഇവിടെയൊക്കെ നമുക്ക് മ്യൂക്കസ് കോട്ടിങ് കാണാൻ പറ്റും. ഇനി ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് നോക്ക്, നമ്മുടെ സ്റ്റൊമക്കിൽ, നമ്മുടെ ഫുഡിലൂടെ സ്റ്റൊമക്കിലേക്ക് രോഗാണുക്കൾ എത്തിയാൽ നമ്മുടെ സ്റ്റൊമക്കിൽ നല്ല ഹൈലി കോൺസെൻട്രേറ്റഡ് ആസിഡ് ഉണ്ട്. അത് രോഗാണുക്കളുടെ വളർച്ച തടയും. അതുപോലെ തന്നെ നമ്മുടെ മൗത്തിൽ സലൈവ ഉണ്ടല്ലോ, സലൈവയിൽ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, അത് രോഗാണുക്കളുടെ ഗ്രോത്തിനെ തടയും. അതുപോലെ ടിയേഴ്സ് ഫ്രം ഐസ്, നമ്മുടെ കണ്ണിലുള്ള കണ്ണീര് രോഗാണുക്കളുടെ വളർച്ച തടയും. ഇറ്റ് ഓൾ പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സലൈവ, ടിയേഴ്സ്, അതുപോലെ തന്നെ ആസിഡ് ഇൻ സ്റ്റൊമക്ക്. അടുത്താണ് സെല്ലുലാർ ബാരിയേഴ്സ്, നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകൾ. ദേ ആർ നമ്പർ 1 ല്യൂക്കോസൈറ്റ്സ് ഓർ WBC. ഓക്കെ, പലതരത്തിലുള്ള ല്യൂക്കോസൈറ്റുകളുണ്ട്. ലൈക്ക് ന്യൂട്രോഫിൽസ് ഓർ PMNL. ന്യൂട്രോഫിൽ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ സെല്ലുലാർ ബാരിയറാണ്. ന്യൂട്രോഫിലിൻ്റെ പ്രത്യേകത ബോഡിയിലേക്ക് ഏത് തരം രോഗാണു വന്നാലും അയാളെ ഫാഗോസൈറ്റോസിസ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? നോക്കൂ, ന്യൂട്രോഫിലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് PMNL അല്ലെങ്കിൽ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്. എന്താ വിളിക്കുക? പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ് എന്നാണ് ന്യൂട്രോഫിലിനെ വിളിക്കുന്ന മറ്റൊരു പേര്. മറ്റൊരാളാണ് മോണോസൈറ്റ്, മറ്റൊരു WBC ആണ് മോണോസൈറ്റ്. ഇയാളൊക്കെ ബോഡിയിലേക്ക് വരുന്ന എല്ലാ രോഗാണുക്കളെയും വിഴുങ്ങി നശിപ്പിക്കും, നമ്മുടെ സെല്ലുലാർ ബാരിയറിൻ്റെ ഭാഗമാണ്. അതുപോലെ വി ഹാവ് നാച്ചുറൽ കില്ലർ സെൽ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സ്. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ 3 ടൈപ്പ് ലിംഫോസൈറ്റുകളുണ്ട്. വി ഹാവ് ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അതിൽ ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് നമുക്ക് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ് തരുന്നതെങ്കിൽ നാച്ചുറൽ കില്ലർ സെല്ല് നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂകളിൽ വി ഹാവ് മാക്രോഫേജസ്. അവരും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. റെഡി അല്ലേ? അവസാനത്താണ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഇത് മെയിൻലി വൈറസിനെതിരെ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ബാരിയറാണ്. ദാറ്റ് ഈസ്, ലുക്ക്, നിങ്ങളുടെ ഒരു സെല്ലിനെ വൈറസ് അറ്റാക്ക് ചെയ്തു. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ ഈ സെല്ല് ഇൻ്റർഫെറോൺസ് എന്നറിയപ്പെടുന്ന ചില കെമിക്കൽസിനെ ഉണ്ടാക്കും. സോ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് കെമിക്കൽസ് കോൾഡ് ഇൻ്റർഫെറോൺസ്. എന്താണ്? ഇൻ്റർഫെറോൺസ് എന്നറിയപ്പെടുന്ന കെമിക്കൽസിനെ ഉണ്ടാക്കും, വിച്ച് പ്രൊട്ടക്ട് ദ സറൗണ്ടിങ് സെൽസ് ഫ്രം ഫർദർ ഇൻഫെക്ഷൻ. ചുറ്റുപാടുമുള്ള സെല്ലുകൾ
സെല്ലുകൾക്ക് വൈറൽ ഇൻഫെക്ഷൻ വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്റർഫെറോൺസ് സഹായിക്കും. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now let's talk about acquired immunity. Acquired immunity നമ്മൾ പറഞ്ഞു ബി സെൽ മീഡിയേറ്റഡ് ഉണ്ട്, ടി സെൽ മീഡിയേറ്റഡ് ഉണ്ട് അല്ലേ? നോക്കൂ, ബി സെൽ മീഡിയേറ്റഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു രോഗാണു എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബി ലിംഫോസൈറ്റുകൾ പതിയെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. കുറച്ച് സ്ലോ ആയിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക, പക്ഷേ ഇവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ ദേ പ്രൊഡ്യൂസ് പ്രോട്ടീൻസ് കോൾഡ് ആൻറ്റിബോഡീസ്. ഇവർ ആൻറ്റിബോഡീസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡികൾ പോയിട്ട് പാത്തോജൻസിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കും. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഹൗ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി വർക്ക്സ്. ആൻറ്റിബോഡിയുടെ ഒരു ചിത്രമാണ് ഈ തന്നിട്ടുള്ളത്. ആൻറ്റിബോഡി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. യു ക്യാൻ സീ 2 ലൈറ്റ് ചെയിൻസ്. 2 ലൈറ്റ് ചെയിൻ കാണാൻ പറ്റും. ഇത് രണ്ടും ലൈറ്റ് ചെയിൻ ആണ്. ഇത് both are light chains. And you can see 2 heavy chains. ഇത് രണ്ടും ഹെവി ചെയിൻസ് ആണ്. ഇതിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ നിങ്ങളുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ എത്തിയാൽ ബി സെല്ലുകൾ ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. ആൻറ്റിബോഡികൾ പാത്തോജനെ അറ്റാക്ക് ചെയ്യും. ഈ ചിത്രം മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കും. റെഡി ആണല്ലോ ഓരോ ഭാഗങ്ങൾ? ദെൻ നമ്മുടെ ബോഡിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റിബോഡികളുണ്ട്. ദേ ആർ IgA, IgG, IgE, IgM, ഇങ്ങനെ പലതരം ആൻറ്റിബോഡികളുണ്ട്. ഇതിൽ IgAയുടെ പ്രത്യേകത ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ കൊളസ്ട്രം. അമ്മയുടെ ആദ്യത്തെ മഞ്ഞപ്പാലിൽ ധാരാളം IgA ഉണ്ടാകും. ക്ലിയർ ആണോ? IgEയുടെ പ്രത്യേകത ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അലർജിക് റിയാക്ഷൻ. നമ്മുടെ ബോഡിയിൽ അലർജി ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അലർജി. നമ്മുടെ ബോഡിയിൽ അലർജി ഉണ്ടാകുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റിബോഡിയാണ് IgE എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now let's talk about cell mediated immunity. ഓക്കെ, അസ്ലക് സാർ കോഡ് പറഞ്ഞിട്ടുണ്ട് ഗെയിംഡ് അല്ലേ? സോ യു ക്യാൻ യൂസ് ദാറ്റ് കോഡ്. പക്ഷേ നമ്മൾ കേരള ബോർഡ് എക്സാമിന് അവർ അതൊന്നും ചോദിക്കൂല. IgAയും IgEയും മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും ചോദിക്കൂല. IgA കൊളസ്ട്രോത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ചോദിക്കും. IgE അലർജിയുമായിട്ട് ഇൻവോൾവ് ആണ്. അത് പഠിക്കാനുള്ള ഐഡിയ എന്താ? A ഫോർ അമ്മ അല്ലേ? A ഫോർ അമ്മ. അമ്മയുടെ കൊളസ്ട്രത്തിലുള്ളത് IgA. പിന്നെ അലർജി എന്ന് ഓർത്താൽ മതി. അലർജി എന്ന് ഓർക്കുക. കണ്ടോ? അലർജിയിലുള്ള ആൻറ്റിബോഡി IgE. അമ്മയുടെ മഞ്ഞപ്പാലിലുള്ള, അമ്മയുടെ കൊളസ്ട്രത്തിൽ IgA. അത് രണ്ടോ ചോദിക്കുള്ളൂ, പേടിക്കണ്ട, ബാക്കിയൊന്നും ചോദിക്കൂല. ഇനി നോക്കൂ ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മളോട് മെയിൻലി ചോദിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ബൈ ടി സെൽ. നിങ്ങളുടെ ബോഡിയിലേക്ക് രോഗാണുക്കൾ എത്തിയാൽ ടി സെൽ പതിയെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. നോക്കൂ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ. മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു ഓർഗാന് നമ്മൾ മാറ്റി വെച്ചു, നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആയി. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് നമ്മൾ കിഡ്നി എടുത്ത് വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഈ കിഡ്നിയെ പുറമെ നിന്ന് വന്ന ഒരു ആൻറ്റിജൻ ആയിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ നിങ്ങളുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പോയിട്ട് ഈ കിഡ്നിയിലെ സെല്ലുകളെ നശിപ്പിക്കുകയും ആ കിഡ്നി ഡാമേജ് ആവുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തോന്നിയ പോലെ എല്ലാവരിൽ നിന്നും അവയവം വാങ്ങി നമ്മുടെ ബോഡിയിൽ വെക്കാൻ പറ്റൂല. ഏതൊരാളിൽ നിന്നും അവയവം സ്വീകരിക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരിക്കണം. അതാണ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടിഷ്യൂ മാച്ചിങ്, അവിടെ നമ്മളുടെയും അയാളുടെയും ടിഷ്യൂകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, ഒരേപോലെയുള്ള ടിഷ്യൂകളായിരിക്കണം. ഇത് നോക്കിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഇമ്മ്യൂൺ റെസ്പോൺസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ചൊക്കെ അറ്റാക്ക് ചെയ്യും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം പേഷ്യൻസ് ജീവിതകാലം മുഴുവൻ ഇമ്മ്യൂണോ സപ്രസെൻറ്റുകൾ കഴിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ഇമ്മ്യൂണോ സപ്രസെൻറ്റുകൾ കഴിക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വാക്സിനേഷൻ. നോക്കൂ, വാക്സിൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ പാത്തോജൻസിൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള പാത്തോജൻസിനൊക്കെ നിങ്ങളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം. പാത്തോജനെ അസച്ചല്ല, രോഗം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു പാത്തോജനെ ഞാൻ നിങ്ങളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം. അല്ലെങ്കിൽ പാത്തോജൻ്റെ ആൻറ്റിജനിക് പ്രോട്ടീൻസ്, പാത്തോജൻ്റെ ചില പ്രോട്ടീനുകൾ എടുത്ത് നിങ്ങളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. അപ്പോൾ എന്താ, നിങ്ങളുടെ ബി ആൻഡ് ടി ലിംഫോസൈറ്റുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ ബോഡിയിൽ മെമ്മറി സെല്ലുകൾ രൂപപ്പെടുകയും ചെയ്യും. ഈ മെമ്മറി സെല്ലുകൾ നിങ്ങൾക്ക് പിന്നെ ശരിക്കും എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ രോഗാണുക്കളെ തുരത്താൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് മെമ്മറി സെൽസ്. ആദ്യമായിട്ട് ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരിക്കൽ ചിക്കൻ ബോക്സ് വന്നാൽ പിന്നെ വരില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത്?
ചിക്കൻ ബോക്സിൻ്റെ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് ഒരു തവണ വരുമ്പോൾ നമ്മുടെ ബി ആൻഡ് ടി ലിംഫോസൈറ്റുകൾ അതിനെതിരെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അവിടെ മെമ്മറി സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ മെമ്മറി സെൽസ് നമുക്ക് പിന്നീട് രോഗം ഉണ്ടാവാൻ വേണ്ടി രോഗാണു എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രോഗാണുവിനെ നശിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ memory cells, one second buddies. So look, memory cells formed during vaccination protect us during actual infection. Clear alle? That's it. Now let's talk about passive immunization. നോക്കൂ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുകയും നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡികൾ ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡികൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തരിക, നമുക്ക് രോഗാണുക്കളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുക. അതിന് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് പ്രീ ഫോംഡ് ആൻറ്റിബോഡീസ് ആർ ഗിവൺ ടു എ പേഴ്സൺ, ഒരു മനുഷ്യന് നമ്മൾ അയാളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാതെ പുറമെ നിന്ന് ഓൾറെഡി ഉണ്ടാക്കിയ ആൻറ്റിബോഡികൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയാൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രോഗങ്ങൾക്കെതിരെ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പാമ്പ് കടിച്ചാൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പതിയെ വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ, അത് ഇറ്റ് ടേക്ക് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറമെ നിന്ന് ഓൾറെഡി ഉണ്ടായ ആൻറ്റിബോഡികൾ ഇത്തരം ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഈ പ്രിഫോംഡ് ആൻറ്റിബോഡീസ് ആർ ഗിവൻ. അതിൻ്റെ ഉദാഹരണമാണ് പാമ്പ് വിഷത്തിനെതിരെ കൊടുക്കുന്ന ആൻറ്റിവെനം. അതുപോലെ ടെറ്റനസ് ഉള്ള ആളുകൾക്കെതിരെ കൊടുക്കുന്ന ടെറ്റനസ് ആൻറ്റിടോക്സിൻ. ഓക്കെ, ടെറ്റനസിൻ്റെ ടോക്സിൻ, ടെറ്റനസ് ബാക്ടീരിയ നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ബോഡിയിൽ അയാൾ ചില ടോക്സിനെ റിലീസ് ചെയ്യും. ആ ടോക്സിനെ ഒഴിവാക്കാൻ വേണ്ടി, ആ ടോക്സിനെ നശിപ്പിക്കാൻ വേണ്ടി, ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബോഡിയാണ് ടെറ്റനസ് ആൻറ്റിടോക്സിൻ. അതുപോലെ അമ്മയുടെ കൊളസ്ട്രത്തിലുള്ള IgA ആൻറ്റിബോഡി. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. റെഡിയല്ലേ കുട്ടികളെ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അലർജി. അലർജി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സഗ്രേറ്റഡ് ആയിട്ട് റെസ്പോൺസ് ഉണ്ടാക്കുക. ദ എക്സഗ്രേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സെർട്ടൈൻ ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിലുള്ള ചില ആൻറ്റിജനുകൾക്കെതിരെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന എക്സഗ്രേറ്റഡ് റെസ്പോൺസിനെയാണ് അലർജി എന്ന് വിളിക്കുക. Now the substances against which the immune responses are produced. ആർക്കെതിരെയാണോ ഈ അലർജിയുടെ സിംറ്റം ഉണ്ടാകുന്നത് അത്തരം സബ്സ്റ്റൻസുകൾ നമ്മൾ അലർജൻസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? അലർജൻസ്. ആർക്കെതിരെയാണോ നമ്മുടെ ബോഡിയിൽ അലർജിയുടെ സിംറ്റംസ് ഉണ്ടാകുന്നത് ആ സബ്സ്റ്റൻസുകൾ നമുക്ക് അലർജൻസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക കുട്ടികളെ? അലർജൻസ്. റെഡി ആണല്ലോ? ഇനി എന്തൊക്കെ സിംറ്റം അലർജിയിൽ ഉണ്ടാവുക? ദർ വിൽ ബി സ്നീസിങ്. ചിലർക്ക് നല്ല തുമ്മലുണ്ടാകും, കണ്ണിലൊക്കെ വെള്ളം നിറയും, വാട്ടറി ഐസ്. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ദീസ് ആർ ദ സിംറ്റംസ്. നൗ നോക്കൂ, നമുക്ക് അലർജി ഉണ്ടാവാനുള്ള മെയിൻ ഒരു കാരണം നമ്മുടെ ടിഷ്യൂകൾ, നമ്മുടെ ബോഡിയിലേക്ക് ഈ അലർജി ഉണ്ടാക്കുന്ന അലർജൻസ് എന്ന് പറയുന്ന ആളുകൾ എത്തുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂകളിലുള്ള നോക്കൂ മാസ്റ്റ് സെല്ലുകൾ എന്നറിയപ്പെടുന്ന സെല്ലുകളുണ്ട് നമ്മുടെ ടിഷ്യൂവിൽ. ഈ മാസ്റ്റ് സെല്ലുകൾ, നമ്മുടെ ടിഷ്യൂവിലുള്ള മാസ്റ്റ് സെല്ലുകൾ ദേ പ്രൊഡ്യൂസ് ഹിസ്റ്റാമിൻ ആൻഡ് സെറോട്ടോണിൻ. ഓക്കെ, ഇത്തരം സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കും. ആ സബ്സ്റ്റൻസുകൾ ബോഡിയിൽ റിലീസ് ആകുന്നത് കാരണമാണ് നമുക്ക് സിംറ്റംസ് ഓഫ് അലർജി ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ കുട്ടികളെ? സോ ദ സിംറ്റംസ് ഓഫ് അലർജി ആർ ഡ്യൂ ടു റിലീസ് ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ എക്സെട്ര ഫ്രം ദ മാസ്റ്റ് സെൽസ്. ആൻറ്റിബോഡി നമ്മൾ പറഞ്ഞു IgE ടൈപ്പ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി എന്തൊക്കെ മരുന്നുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ആൻറ്റി ഹിസ്റ്റാമിൻസ് കൊടുക്കാം, അഡ്രിനാലിൻ കൊടുക്കുക, സ്റ്റിറോയിഡ്സ് കൊടുക്കുക. ആൻറ്റി ഹിസ്റ്റാമിന്, അഡ്രിനാലിന്, സ്റ്റിറോയിഡ് ഇതെല്ലാം കൊടുക്കാൻ പറ്റും. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി. വാട്ട് ഈസ് ഓട്ടോ ഇമ്മ്യൂണിറ്റി? വെൻ അവർ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് അവർ ഓൺ സെൽസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സെല്ലുകളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഓക്കെ, വെൻ അവർ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് സെൽഫ് സെൽസ്, ദാറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അതിൻ്റെ ഉദാഹരണമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. എന്താ മക്കളെ? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഉദാഹരണമാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. lymphoid organs. The primary lymphoid organs എന്ന് പറഞ്ഞാൽ these are the organs where origin of lymphocytes takes place or maturation, ലിംഫോസൈറ്റുകളുടെ വളർച്ച
പൂർണ്ണ വളർച്ച നടക്കുക. രണ്ടാലൊന്നും നടക്കുന്ന അവയവങ്ങളെയാണ് നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. സാറേ കല്യാണമായോ, ഇവിടെ നല്ല കുട്ടികളുടെ ആലോചിക്കട്ടെ. 50 പൈസ പോലും ബ്രോക്കർ ഫീസ് തരില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആലോചിച്ചോളൂ, പിന്നെ പൈസ ചോദിക്കരുത്. ഓക്കെ, കല്യാണത്തിന് വന്ന് നല്ല കോഴി ബിരിയാണി തരും. കോഴി ബിരിയാണി പറ്റൂല്ലെങ്കിൽ നല്ല പച്ചക്കറിക്കറിയും ചോറെല്ലാം ഉണ്ടാക്കി തരും, അത് മാത്രം. ശരി. സോ ലുക്ക്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. So these are the organs where the origin and maturation of lymphocytes takes place. അതായത് ലിംഫോസൈറ്റ് ഒന്നുകിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ലിംഫോസൈറ്റിൻ്റെ പൂർണ്ണ വളർച്ച നടക്കുക. ഇത്തരം സ്ഥലങ്ങളെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ ഉദാഹരണം ആരൊക്കെയെന്നറിയോ? നമ്മുടെ ബോൺ മാരോ ഒരു പ്രൈമറി ലിംഫോയിഡ് ഓർഗനാണ്. 2 തൈമസ്. നമ്മുടെ ബോൺ മാരോയിലാണ് എല്ലാ ബ്ലഡ് സെല്ലും ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ തൈമസിലാണ് T ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആർ ദ ഓർഗൻസ് വേർ മെച്വർ ലിംഫോസൈറ്റ്സ് റിസൈഡ്സ്. മെച്വർ ലിംഫോസൈറ്റുകൾ റിസൈഡ് ചെയ്യുന്ന these are the organs where mature lymphocytes resides. മെച്വർ ലിംഫോസൈറ്റുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ ഉദാഹരണമാണ് ആരൊക്കെയാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ? നമ്മൾ കുറച്ചെണ്ണം പഠിക്കാം. ഒന്ന്, നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തുള്ള ടോൺസിൽ. എന്താണ് ടോൺസിൽസ്? ഓക്കെ. അതുപോലെ തന്നെ ലിംഫ് നോഡ്സ്. എന്താണ് മക്കളെ? ലിംഫ് നോഡ്സ്. ടോൺസിൽസ്, ലിംഫ് നോഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവമുണ്ട്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും +1. സ്പ്ലീൻ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാണ്. മറ്റൊന്നാണ് മാൾട്ട്. എന്താടാ? മാൾട്ട്. ഒരുപാട് എണ്ണമുണ്ട്, ഞാൻ തൽക്കാലം 4 എണ്ണം പറയുന്നു. മാൾട്ടിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചേക്കാം. മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. എന്താടാ മാൾട്ട്? മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ക്ലിയർ ആണോ? ഓക്കെ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എയ്ഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ എയ്ഡ്സ് ഈസ് ട്രാൻസ്മിറ്റഡ്? എങ്ങനെയാണ് എയ്ഡ്സിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുക? നമ്പർ 1, ത്രൂ സെക്ഷൽ. അയ്യോ, ചാടിയല്ലോ. 1 സെക്കൻഡ് ബഡീസ്, ഇപ്പോൾ വരും. നമ്മളെ സാധനം ചാടിപ്പോയി, ഇപ്പോൾ സെറ്റാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞ എങ്ങനെയൊക്കെയായിരിക്കും എയ്ഡ്സ് പകരുക? ത്രൂ സെക്ഷൽ കോണ്ടാക്ട് അല്ലേ? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരാം. ദെൻ ബൈ യൂസിങ് ഇൻഫെക്റ്റഡ് നീഡിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വരാം. പിന്നെ എങ്ങനെ വരിക കുട്ടികളെ? ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ചൈൽഡ് ത്രൂ പ്ലാസെൻഡ. അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് പ്ലാസെൻഡയിലൂടെ കിട്ടാം. ഇങ്ങനെ ഇത്രയും വഴികളിലൂടെയാണ് എയ്ഡ്സ് പകരുക. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ. സോ ലുക്ക്, by sexual contact with infected person, by transfusion of contaminated blood and blood product. നമ്മൾ രോഗിയിൽ നിന്ന് ബ്ലഡ് സ്വീകരിച്ചാൽ അങ്ങനെ നമുക്ക് പകരാം. അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച നീഡിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അതാണ് ബൈ ഷെയറിങ് ഇൻഫെക്റ്റഡ് നീഡിൽ ഷെയർ ചെയ്യുക ഫ്രം മദർ ടു ചൈൽഡ് ത്രൂ പ്ലാസെൻഡ. അങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിഷൻ നടക്കുക. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെക്കാനിസം ഓഫ് എയ്ഡ്സ് ഡെവലപ്മെൻറ്റ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡിയിലേക്ക് HIV എത്തിക്കഴിഞ്ഞാൽ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ല. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ HIV വൈറസ്. HIV പ്രത്യേകത എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് എ റിട്രോ വൈറസ്. ഇതൊരു റിട്രോ വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇറ്റ് ഈസ് എ റിട്രോ വൈറസ്. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് എ പ്രോട്ടീൻ കോട്ട്. എക്സാക്ട് സ്ട്രക്ചർ ഞാൻ പറയുന്നില്ല, പ്രോട്ടീൻ കോട്ട് ഉണ്ടാകും. അതിനകത്ത് യു ക്യാൻ സീ, ലുക്ക്, ഇറ്റ് ഹാസ് എ പ്രോട്ടീൻ കോട്ട്. വിത്തിൻ ദാറ്റ് പ്രോട്ടീൻ കോട്ട്, 1 സെക്കൻഡ്. ഓക്കെ, ആ പ്രോട്ടീൻ കോട്ടിനകത്ത് വി ക്യാൻ സീ RNA, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാകും. DNA അല്ല, ഇയാൾക്ക് RNA ആണ് ഉണ്ടാവുക. സോ വെൻ ഇറ്റ് അറ്റാക്ക് എ സെൽ, ഇയാളൊരു സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് പറയും? ഈ പ്രോട്ടീൻ കോട്ട് ഇവിടെ നിൽക്കും, സെല്ലിനകത്തേക്ക് ഇയാളുടെ RNA കയറിപ്പോകും. ആ RNAയിൽ നിന്ന് ഇയാൾ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് DNA ഉണ്ടാക്കും ബൈ എ പ്രോസസ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താ വിളിക്കുക? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ RNAയിൽ നിന്ന് DNA ഉണ്ടാക്കും.
ഇങ്ങനെ DNA ഉണ്ടാക്കിയ ശേഷം ഈ DNA ഇയാൾ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കുകയും നമ്മുടെ നോർമൽ DNA ഉള്ളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും, കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇറ്റ് ഇൻകോർപ്പറേറ്റ് വിത്ത് അവർ DNA. ക്ലിയർ ആണ് കുട്ടികളെ? ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ സെല്ലിന് DNA നിന്ന് RNA ഉണ്ടാവുന്ന കൂട്ടത്തിൽ വൈറസിൻ്റെ ഈ DNA നിന്നും RNA ഉണ്ടാവാൻ തുടങ്ങും നമ്മുടെ സെല്ലിൽ. നമ്മുടെ RNAകളിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന കൂട്ടത്തിൽ വൈറസിൻ്റെ RNAകളിൽ നിന്നും ധാരാളം പ്രോട്ടീൻ കോട്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ പുതിയ വൈറസുകൾ രൂപപ്പെടുകയും ചെയ്യും. സോ ദിസ് ഈസ് ഹൗ HIV വർക്ക്സ്. അപ്പോൾ HIV ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറിയ പതി ആ സെല്ലിനൊരു HIV ഫാക്ടറി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇയാളുടെ പരിപാടി. അങ്ങനെ അവസാനം വൈറസുകളെല്ലാം കൂടെ ഈ സെല്ലിൽ നിന്ന് പുറത്തോട്ട് വരും. അപ്പോഴേക്ക് സെല്ല് പതിയെ നശിച്ചു പോകും. ക്ലിയർ ആണല്ലോ? സോ വെൻ എൻ്റർ യുവർ ബോഡി ഇനീഷ്യലി ഇറ്റ് അറ്റാക്ക് യുവർ മാക്രോഫേജസ്. നിങ്ങളുടെ ടിഷ്യൂകളിലുള്ള മാക്രോഫേജുകളെയാണ് ആദ്യം ഇയാൾ അറ്റാക്ക് ചെയ്യുക. ദെൻ ഇറ്റ് സ്റ്റാർട്ട് അറ്റാക്കിങ് യുവർ ഹെൽപ്പർ T സെൽസ്. നമ്മുടെ ബോഡിയിൽ പലതരം T സെല്ലുകളുണ്ട്. അതിലെ ഹെൽപ്പർ T സെൽസിനെയാണ് പിന്നീട് ഇയാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ഇയാൾ ഹെൽപ്പർ T സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നതിനനുസരിച്ച് ബോഡിയിൽ ഹെൽപ്പർ T സെല്ലുകളുടെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ ഹെൽപ്പർ T സെല്ലിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ ദാറ്റ് ലീഡ് ടു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. അതെന്തിലേക്ക് നയിക്കൂടാ? ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയിലേക്ക് നയിക്കും. ക്ലിയർ ആണോ? ഓക്കെ. സോ ദിസ് ഈസ് ഹൗ എയ്ഡ്സ് ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ്. പേഷ്യൻ്റ് പതിയെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാൻ തുടങ്ങും. റെഡിയാണോ കുട്ടികളെ? അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നിങ്ങളുടെ NCERT തന്നൊരു പിക്ചറാണിത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. റെഡി അല്ലേ? നൗ പ്രിവെൻഷൻ. സാധാരണ പ്രിവെൻഷനാണ് ചോദിക്കുക. നമ്മുടെ രാജ്യത്ത് HIV ട്രാൻസ്മിഷൻ കുറക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. എന്താണ്? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. അപ്പോൾ NACO അതുപോലെ തന്നെ WHO ഒക്കെ എയ്ഡ്സിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ചില ടെക്നിക്സ് പറയുന്നുണ്ട്. നമ്പർ 1, ലുക്ക്, മേക്കിംഗ് ബ്ലഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക്സ് സേഫ് ഫ്രം HIV. ബ്ലഡ് ബാങ്കുകളിലുള്ള ബ്ലഡ് HIV നിന്ന് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓൾവേസ് യൂസ് കോണ്ടംസ്. കോണ്ടം യൂസ് ചെയ്യുക. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. കൺട്രോളിങ് ഡ്രഗ് അബ്യൂസ്. കാരണം എന്താ? ഈ ഡ്രഗ് യൂസേഴ്സ് പലപ്പോഴും ഒരാൾ യൂസ് ചെയ്ത് അതേ നീഡിൽ വെച്ച് അടുത്ത ആൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് തടയാൻ വേണ്ടി ഡ്രഗ് അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യുക. അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ്. പ്രൊമോട്ടിംഗ് റെഗുലർ ചെക്കപ്സ് ഇൻ സസെപ്റ്റിബിൾ പോപ്പുലേഷൻ. ഇപ്പോൾ സെക്സ് വർക്കേഴ്സിനൊക്കെ പോലത്തെ ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് എയ്ഡ്സ് ഉണ്ടോ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഇനി വാട്ട് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓഫ് എയ്ഡ്സ്? എയ്ഡ്സിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താ കുട്ടികളെ? ദാറ്റ് ഈസ് എലൈസ. അല്ലേ? എലൈസ ഈസ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് എലൈസ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എലൈസ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. വാട്ട് ഈസ് എലൈസ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. ഇനി നോക്കടാ, ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്. എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്? ക്യാൻ യു റീഡ് ഇറ്റ്? ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്. എന്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് അബൌട്ട് എയ്ഡ്സ്. ഓക്കെ. നമ്മുടെ സുര ചോദിച്ചിട്ടുണ്ട് സാറ് ഡോക്ടറാണെന്ന്. സുരയാണ് നേരത്തെ എന്നോട് കുട്ടികളുണ്ട്, സാറ് കല്യാണം നോക്കുന്നുണ്ടോ ചോദിച്ചു. ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ നല്ല കുട്ടികളെ തന്നെ നോക്കിക്കോ സുരേ. ശരി. So that's all about AIDS. Now let's talk about cancer. What is cancer? Cancer is a disease of uncontrolled cell growth. Okay, cancer is a disease of uncontrolled cell growth. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാവാന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കട്ടോ. നമ്മുടെ നോർമൽ സെല്ല്, ഇതൊരു നോർമൽ സെല്ലാണെങ്കിൽ നമ്മുടെ നോർമൽ സെല്ലുകളിൽ സെല്ലിൻ്റെ ഗ്രോത്ത് ഒരു പരിധിക്കപ്പുറം സ്പീഡായി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില പ്രത്യേക ജീനുകൾ നമ്മുടെ ന്യൂക്ലിയസിലുണ്ട്. ഓക്കെ. സോ വിത്തിൻ അവർ ന്യൂക്ലിയസ് വി ഹാവ് സ്പെഷ്യൽ ജീൻസ് ദാറ്റ് പ്രിവെൻറ്റ് ദ എക്സസീവ് ഡിവിഷൻ ഓഫ് സെൽസ് അല്ലെങ്കിൽ എക്സസീവ് ഗ്രോത്ത് ഓഫ് സെൽസ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ചില ജീനുകളുണ്ട്. സോ ദീസ് ജീൻസ് ആർ കോൾഡ് സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ. എന്താ വിളിക്കുക? സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സെല്ലുകളുടെ ഗ്രോത്തിന് ഒരു പരിധിക്കപ്പുറം കൂടാതിരിക്കാൻ വേണ്ടി അതിനെ തടയുന്ന ചില ജീനുകൾ നമുക്കുണ്ട്. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ നോർമൽ സെൽസ്. ഓക്കെ. ബട്ട് ഗൈസ്, ഡ്യൂ ടു മ്യൂട്ടേഷൻ കാരണം ഈ ജീനുകൾക്ക് ചില ചേഞ്ചുകൾ സംഭവിക്കും. അങ്ങനെയാൽ ഈ ജീനുകളുടെ ഫംഗ്ഷൻ മര്യാദക്ക് നടക്കൂല, അവരുടെ ഫംഗ്ഷൻ അവതാളത്തിലാവും. ഇവർ സെൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സെല്ലുകൾ, ഐ ആം സോറി, നമ്മുടെ സെല്ലുകൾ സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ജീനുകൾ, സെൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ജീനുകളല്ല, സെല്ലിൻ്റെ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ജീനുകളുണ്ട്. ദേ ആർ ആക്ച്വലി സെല്ലുലാർ ഓങ്കോജീൻ ഓർ പ്രോട്ടോ ഓങ്കോജീൻ. അതായത് ഇപ്പോൾ നോക്കൂ, നമുക്ക് എപ്പോഴാണ് സെല്ല് ഡിവൈഡ് ചെയ്യേണ്ടി വരിക? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മുറിവുണ്ടായി. ഇവിടെ ഒരു മുറിവുണ്ടായാൽ എന്താ പ്രത്യേകത?
ആ മുറിവ് കൂടണം അല്ലേ, മുറിവ് മാറിപ്പോയി അവിടെ പഴയ രൂപത്തിലാവണം, അപ്പോൾ അവിടെ സെൽ ഡിവിഷൻ നടക്കണം. അപ്പോൾ നമ്മുടെ സെല്ലുകൾക്ക് ഇടയ്ക്ക് സെൽ ഡിവിഷൻ നടത്തേണ്ടി വരും. അത്തരത്തിൽ സെൽ ഡിവിഷൻ നടക്കാൻ വേണ്ടി നമ്മുടെ സെല്ലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജീനുകളാണ് സെല്ലുലാർ ഓങ്കോജീൻസ് അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻസ് എന്ന് പറയുന്ന ജീനുകൾ. ഇത് നോർമൽ ജീനുകളാണ്, നമ്മുടെ എല്ലാവരുടെയും നോർമൽ സെല്ലുകളിൽ കാണുന്ന ജീനുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഈ ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ സാധാരണ ഈ ജീനുകൾ ചില സമയത്ത് മാത്രമേ സെല്ലിൻ്റെ ഗ്രോത്തിനെ, സെല്ലിൻ്റെ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ സെല്ലുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ജീനുകൾ അനിയന്ത്രിതമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അനിയന്ത്രിതമായിട്ട് പ്രവർത്തിച്ചാൽ എന്താ, സെല്ലുകൾ അനിയന്ത്രിതമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് മാസസ് ഓഫ് സെൽസിനെ ഉണ്ടാക്കും. ക്ലിയർ ആണല്ലോ? മാസസ് ഓഫ് സെൽസിനെ ഉണ്ടാക്കും. ദോസ് മാസസ് ഓഫ് സെൽസ് ആർ കോൾഡ് ട്യൂമേഴ്സ്. അങ്ങനെ ഉണ്ടാകുന്ന സെല്ലുകളുടെ ആ വലിയ മാസിനെയാണ് നമ്മൾ ട്യൂമറുകൾ എന്ന് വിളിക്കുക. ആൻഡ് ട്യൂമേഴ്സ് ആർ 2 types. നമ്പർ 1, ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. നോക്കൂ, ബിനൈൻ ട്യൂമറിൻ്റെ പ്രത്യേകത, ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഇവിടെ നോക്കൂ, നിങ്ങളുടെ സ്കിന്നിൽ ഒരു ബിനൈൻ ട്യൂമർ, ഇവിടെയുള്ള സെല്ലുകൾ അനിയന്ത്രിതമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രൊഡ്യൂസ് എ മാസ് ഓഫ് സെൽ അല്ലേ, സെല്ലിൻ്റെ ഒരു വലിയ മാസ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമതാണ് മാലിഗ്നന്റ് ട്യൂമർ. അതും ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ട്യൂമർ ഉണ്ടാക്കുകയാണ്, മാസസ് ഓഫ് സെൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, പക്ഷേ മാലിഗ്നന്റ് ട്യൂമറിൻ്റെ പ്രത്യേകത ഇതാണ്. സ്കിന്ന്, ഇതിന് താഴെ വി ഹാവ് അവർ ബോൺ. നമ്മുടെ ബോൺ ഇവിടെ ഉണ്ട്, നമ്മുടെ രക്തക്കൊഴലുകളൊക്കെ ഇവിടെ ഉണ്ടാവും, രക്തക്കൊഴലുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഈ മാലിഗ്നന്റ് ട്യൂമറിൻ്റെ പ്രത്യേകത, സ്കിന്നിൽ നിന്ന് ഇവർ ബോൺ ടിഷ്യൂലേക്കൊക്കെ ഇവർ മൾട്ടിപ്ലൈ ചെയ്ത് ഉള്ളിലേക്കൊക്കെ കയറിപ്പോയിട്ട് നിങ്ങളുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ബോൺ ടിഷ്യൂ, അതുപോലെ ബ്ലഡ് വെസൽസ്, മറ്റെല്ലാ ടിഷ്യൂകളിലേക്കും സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കയറി പെരുകി പോകും. ക്ലിയർ ആണ് കുട്ടികളെ? അപ്പോൾ ബിനൈൻ ട്യൂമറിൻ്റെ പ്രത്യേകത നോ ഇൻവേഷൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ്. സറൗണ്ടിങ് ടിഷ്യൂകളിലേക്ക് ചുറ്റുപാടുമുള്ള, അപ്പോൾ സ്കിന്നിൽ ഒരു ട്യൂമർ വന്നു, അത് സ്കിന്നിൽ തന്നെ നിൽക്കും, അതിന് താഴെയുള്ള ബോണിലേക്കോ ബ്ലഡ് വെസലിലേക്കോ ഒന്നും കയറിപ്പോവില്ല. സോ നോ ഇൻവേഷൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ്. അതേ സമയത്ത് മാലിഗ്നന്റ് ട്യൂമറോ ഇൻവേഷൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ് പോസിറ്റീവ്, സറൗണ്ടിങ് ടിഷ്യൂലേക്കുള്ള ഇൻവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു പ്രത്യേകതയാണ് ബിനൈൻ ട്യൂമർ ഡസ് നോട്ട് എക്സിബിറ്റ് മെറ്റാസ്റ്റാസിസ്. എന്താ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് നോ മെറ്റാസ്റ്റാസിസ്. ഇവിടെ മെറ്റാസ്റ്റാസിസ് ഇല്ല. മാലിഗ്നന്റ് ട്യൂമറുകളുടെ മാത്രം പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. എന്താണ് മെറ്റാസ്റ്റാസിസ്? നോക്കൂ, എൻ്റെ സ്കിന്നിൻ്റെ ഇവിടെ ഒരു മാലിഗ്നന്റ് ട്യൂമർ ഉണ്ടായി. ആ ട്യൂമറിൽ നിന്ന് കോശങ്ങൾ അടർന്ന് എൻ്റെ ബ്ലഡിലേക്ക് കയറി പോവുകയും പിന്നീട് അവർ ബ്ലഡിലൂടെ സഞ്ചരിച്ച് എൻ്റെ ബ്രെയിനിലോ ലങ്സിലോ ലിവറിലോ ഒക്കെ എത്തിപ്പെടും. എന്നിട്ട് എവിടെയൊക്കെ എത്തിപ്പെടുന്നു അവിടെയൊക്കെ അവർ പുതിയ ട്യൂമറുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. ഓക്കെ, സോ ലുക്ക്, സെൽസ് സ്ലഫ് ഓഫ് ഫ്രം ട്യൂമേഴ്സ് റീച്ച് ഡിസ്റ്റൻറ്റ് സൈറ്റ്സ് ത്രൂ ബ്ലഡിലൂടെ കുറേ ദൂരെയുള്ള മറ്റ് അവയവങ്ങളിലേക്ക് എത്തും. ആൻഡ് വേർ എവർ ദേ റീച്ച് ദേ ഗെറ്റ്സ് ലോഡ്ജ്ഡ്. അവർ എവിടെയൊക്കെ എത്തിപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ദേ സ്റ്റാർട്ട് എ ന്യൂ ട്യൂമർ. അവിടെ അവർ പുതിയ ട്യൂമറുകൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദിസ് ഈസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. ഇതാണ് മാലിഗ്നന്റ് ട്യൂമറുകളുടെ പ്രത്യേകത. സോ ദേ ഷോ ഇൻവേഷൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ്, ദേ എക്സിബിറ്റ് മെറ്റാസ്റ്റാസിസ്. മറ്റവരോ നോ ഇൻവേഷൻ, നോ മെറ്റാസ്റ്റാസിസ്, ബിനൈൻ ട്യൂമേഴ്സ്. ക്ലിയർ ആണോ കുട്ടികളെ? റെഡിയാണോ? ഓക്കെ, ഇനി നമുക്ക് ക്യാൻസർ ഡയഗ്നോസിസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? യു ക്യാൻ യൂസ് ബ്ലഡ് ടെസ്റ്റ്, ബോൺ മാരോ ടെസ്റ്റ്. ബ്ലഡ് ക്യാൻസർ അറിയാൻ വേണ്ടി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോൺ മാരോ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റു ഭാഗങ്ങളുടെ ക്യാൻസർ അറിയാൻ വേണ്ടി, ഇപ്പോൾ ബോൺ ക്യാൻസറൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്റേ എടുത്ത് നോക്കിയാൽ മതി, എക്സ്റേ വെച്ച് അറിയാൻ പറ്റും. അതുപോലെ MRI ഫുൾ ഫോം പഠിച്ചോ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. എന്താണ് MRI അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്? അടുത്താണ് CT ഓർ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. എന്താണ് CT ഓർ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി? അതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാനൊരു സാധ്യത ഉണ്ട് കേട്ടോ. അടുത്ത വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ? വി ക്യാൻ യൂസ് സർജറി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ആൻഡ് ദെൻ ഇമ്മ്യൂണോതെറാപ്പി. സർജറി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉള്ള ഭാഗങ്ങളെ സർജറിയിലൂടെ റിമൂവ് ചെയ്യുക. റേഡിയോ തെറാപ്പിയിൽ ക്യാൻസർ സെല്ലുകളെ അല്ലെങ്കിൽ ട്യൂമർ സെല്ലുകളെ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് കരിച്ച് കളയുക. ഇൻ റേഡിയോ തെറാപ്പി ക്യാൻസർ സെൽസ് ആർ ഇറേഡിയേറ്റഡ്, അങ്ങനെ പറഞ്ഞാൽ കരിച്ച് കളയുക ബൈ യൂസിങ് റേഡിയേഷൻസ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഇൻ കീമോതെറാപ്പി ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ക്യാൻസർ സെൽസ്. ക്യാൻസർ സെല്ലിനെ ഒന്നുകിൽ റേഡിയേഷൻ ഉപയോഗിച്ച് കൊല്ലുക, അപ്പോൾ നമ്മൾ അതിനെ റേഡിയോ തെറാപ്പി എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിച്ച് കൊല്ലുക, അപ്പോൾ നമ്മൾ കീമോതെറാപ്പി എന്ന് പറയും. ക്ലിയർ അല്ലേ കുട്ടികളെ? ആൻഡ് യു ക്യാൻ ഓൾസോ യൂസ് സബ്സ്റ്റൻസസ് കോൾഡ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ചില മരുന്നുകളുണ്ട്, ദേ ആർ കോൾഡ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഗിവൺ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആൽഫ ഇൻ്റർഫെറോൺ. അപ്പോൾ ഈ രോഗികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും അവർക്ക് ക്യാൻസറിനെതിരെ കൂടുതൽ അവരുടെ ബോഡി
വർക്ക് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ ഗൈസ്? ഇനി കോസസ് ഓഫ് ക്യാൻസർ. നോക്കൂ, ക്യാൻസർ ഉണ്ടാവുന്നത് ബേസിക്കലി മ്യൂട്ടേഷനിലൂടെയാണ്. അപ്പോൾ ഈ മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ ഫിസിക്കൽ ഏജൻസ് ലൈക്ക് എക്സ്റേ, ഗാമ റേ ഒക്കെ പോലെയുള്ള ഫിസിക്കൽ ഏജൻസ്, പലതരം റേഡിയേഷൻസ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാം. അതുപോലെ അടുത്താണ് കെമിക്കൽ ഏജൻസ്. നമ്മുടെ ടൊബാക്കോ സ്മോക്കിലൊക്കെയുള്ള പലതരം കെമിക്കൽസ് നമുക്ക് ലങ് ക്യാൻസർ ഒക്കെ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അതാണ് കെമിക്കൽ ഏജൻസ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ കോസ്ഡ് ബൈ ബയോളജിക്കൽ ഏജൻസ്. ആരുടെ? ബയോളജിക്കൽ ഏജൻസ്. ക്യാൻസർ ഉണ്ടാക്കുന്ന ബയോളജിക്കൽ ഏജൻറ്റുകളുടെ മെയിൻ ഒരു ഉദാഹരണമാണ് ഓങ്കോജനിക് വൈറസുകൾ. ക്യാൻസർ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ചില വൈറസുകളുണ്ട്, ഓങ്കോജനിക് വൈറസസ്. ഓക്കെ, സോ ഈ ഓങ്കോജനിക് വൈറസുകളുടെ പ്രത്യേകത, അവരുടെ ഉള്ളിൽ വൈറൽ ഓങ്കോജീൻ എന്ന് പറയുന്ന പ്രത്യേക ജീൻ ഉണ്ട്. ആ ജീനിൻ്റെ സഹായത്തോടെ ഈ വൈറസുകൾ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുകയും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ ഗൈസ്? ഇനി ക്യാൻസർ ഉണ്ടാക്കുന്ന, ഈ മ്യൂട്ടേഷനിലൂടെ ക്യാൻസർ ഉണ്ടാക്കുന്ന ആളുകളെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്റേ, ഗാമാറേ, നമ്മുടെ ടൊബാക്കോ സ്മോക്കിലുള്ള പലതരം കെമിക്കൽസ്, ഇവരൊക്കെ നിങ്ങൾക്ക് മൊത്തത്തിൽ കാഴ്സിനോജൻസ് എന്ന് വിളിക്കാം കേട്ടോ. മൊത്തത്തിൽ യു ക്യാൻ കോൾ ദം as കാഴ്സിനോജൻസ്, ക്യാൻസർ കോസിങ് ഏജൻസ്. ക്ലിയർ ആണോ ഗൈസ്? ഓക്കെ, അപ്പോൾ നമ്മൾ അതും പറഞ്ഞു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. നോക്കൂ, പ്രധാനമായിട്ടും 3 ഗ്രൂപ്പിൽപ്പെട്ട ഡ്രഗാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത്. ദേ ആർ ഒപ്പിയോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്, കനാബിനോയിഡ്. ഒപ്പിയോയിഡ് ഗ്രൂപ്പിൽപ്പെട്ട ഡ്രഗ് നമുക്ക് മെയിൻലി കിട്ടുന്നത് പെപ്പാവർ സൊംനിഫറം അല്ലെങ്കിൽ ഒപ്പിയം പോപ്പി പ്ലാന്റിൽ നിന്നാണ്. കനാബിനോയിഡ്സ് നമുക്ക് കിട്ടുന്നത് കനാബിസ് സറ്റൈവയിൽ നിന്നാണ്. കൊക്ക ആൽക്കലോയിഡ് നമുക്ക് കിട്ടുന്നത് എറിത്രോക്സൈലം കൊക്കയിൽ നിന്നാണ്. എവിടുന്നാണ് കിട്ടുന്നത്? എറിത്രോക്സൈലം കൊക്കയിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് ദ റിസപ്റ്റർ ഫോർ ദിസ് ഒപ്പിയോയിഡ്, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് GI ട്രാക്ട്. നിങ്ങളുടെ തലച്ചോറിലും നിങ്ങളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, ദഹന വ്യവസ്ഥയിലുമാണ് കിടക്കുന്നത്. കനാബിനോയിഡ്സിൻ്റെ റിസപ്റ്റർ മെയിൻലി ഇൻ ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിലാണ് മെയിൻലി റിസപ്റ്റർ കിടക്കുന്നത്. ആൻഡ് ദിസ് കൊക്ക ആൽക്കലോയിഡ് ഇറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ ഡോപ്പാമിൻ ഇൻ ബ്രെയിൻ, വിത്ത് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ഇൻ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ ഡോപ്പാമിൻ്റെ ആക്ഷനുമായിട്ട്, ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അയാളുടെ ആക്ഷനുമായിട്ടാണ് ആര് ഇൻ്റർഫിയർ ചെയ്യുന്നത് കുട്ടികളെ? നമ്മുടെ കൊക്ക ആൽക്കലോയിഡ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. ക്ലിയർലി കുട്ടികളെ? സോ ഇറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ അളവ് കൂട്ടുക ചെയ്യുക ഇയാൾ. അപ്പോൾ ബ്രെയിൻ ഭയങ്കര സ്റ്റിമുലേറ്റഡ് ആയിരിക്കും. ഡോപ്പാമിനാണ് നമ്മളെ ഭയങ്കര എനർജറ്റിക് ആക്കി നിർത്തുന്ന ഒരു സാധനം. അപ്പോൾ ഈ ഡോപ്പാമിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂട്ടും ഇയാൾ. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതിനൊക്കെ ഉദാഹരണം, ഒപ്പിയോയിഡിൻ്റെ ഉദാഹരണമാണ് കുട്ടികളെ ഹെറോയിൻ. കനാബിനോയിഡിൻ്റെ ഉദാഹരണം ഗഞ്ച, മരിജ്വാന എന്ന് എഴുതും, മരുവാന എന്ന് വായിക്കും, മരുവാന. ഓക്കെ, അടുത്താണ് ഹഷീഷ്, അടുത്താണ് ചരസ്, ഹഷീഷ് ഓയിൽ, ചരസ്. ഓക്കെ, ഇതൊക്കെയാണ് കനാബിനോയിഡിൻ്റെ ഉദാഹരണം. കൊക്ക ആൽക്കലോയിഡിൻ്റെ ഉദാഹരണം കൊക്കൈൻ. പാബ്ലോ എസ്കോബാർ എന്ന് കേട്ടിട്ടുണ്ടോ? കൊക്കൈൻ രാജാവ് അല്ലേ, പാബ്ലോ എസ്കോബാറിൻ്റെ കൊക്കൈൻ. ഓക്കെ, എന്തോ. സോ ക്ലിയർ ആണോ? ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ എഫക്ട്സ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. നിങ്ങൾക്ക് പറഞ്ഞൂടെ? നോക്കൂ, ഡ്രോപ്പ് ഇൻ അക്കാദമിക് പെർഫോമൻസിൽ ഡ്രോപ്പ് ഉണ്ടാകും. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഐസോലേഷൻ, വിത്ത്ഡ്രോവൽ, എല്ലാവരിൽ നിന്നും മാറി നിൽക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തള്ളിമറിക്കാം. സാധാരണ ചോദിക്കുന്നത് അതല്ല, പ്രിവെൻഷനും കൺട്രോളും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, അനാവശ്യമായ പ്രഷർ ആരുടെ പുറത്തും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അനാവശ്യമായ പ്രഷർ കിട്ടിയിട്ടാണ് കള്ളും കഞ്ചാവും വലിക്കാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒക്കെ വെറുതെ ഇരുന്ന് കഴപ്പ് കാരണം വലിക്കാൻ തുടങ്ങുന്നതാണ്. എനിക്കിഷ്ടമല്ല സത്യമായിട്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട്, എനിക്ക് വെള്ളം അടിക്കുന്നവരെ ഇഷ്ടമല്ല, ഈ സാധനങ്ങൾ എനിക്കൊരു തരം വെറുപ്പാണ്. സോ വാട്ട് എവർ ബീറ്റ്. അപ്പോൾ ഇത് NCERT പറയുന്നുണ്ട്, അൺഡ്യൂ പിയർ പ്രഷർ ഒഴിവാക്കുക, അനാവശ്യമായ പ്രഷർ ആരുടെ പുറത്തും ചെലുത്താതിരിക്കുക. ഓക്കെ, ശരി, ഫൈൻ. അടുത്തത് എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതെല്ലാം യൂസ് ചെയ്താൽ മൊത്തത്തിൽ കിളിപാറി ജീവിതം നശിക്കുന്നുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ കൗൺസിലിംഗ്, രണ്ടും ഒന്ന് തന്നെ. അടുത്തത് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. ഓക്കെ, പാരൻസിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ, നല്ല കൂട്ടുകാരായിരിക്കണം. ഹെൽപ്പ്, പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരാൾ ഒരു കള്ളിലേക്കോ കഞ്ചാവിലേക്കോ ഒരാൾ പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പാരൻസിനോട് പതിയെ അറിയിക്കുക. അല്ല നമ്മളെന്താ ചെയ്യുക? അയ്യോ ഞാൻ അപ്പോൾ അവൻ്റെ പേരൻറ്റിനോട് പറഞ്ഞു അവനൊരു പണി വാങ്ങി കൊടുക്കണമെന്ന് ആലോചിക്കുക. എടാ, ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം മൊത്തം പണിയായി പോകൂടെ. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പണി കൊടുത്താൽ അവൻ്റെ ജീവിതം മൊത്തം പണിയാവാതെ രക്ഷപ്പെടും അവൻ. സോ പാരൻസിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഹെൽപ്പ് സ്വീകരിക്കുക.
ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അവർ റെക്ലെസ് ബിഹേവിയർ, അവരുടെ സ്വഭാവത്തിൽ കുറേ മാറ്റം ഉണ്ടാവും, പഠനം മര്യാദക്ക് ഉണ്ടാവില്ല, ക്ലാസ് കട്ട് ചെയ്യും, ഇങ്ങനത്തെ ഡേഞ്ചർ സൈനുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ ചില കേസിൽ നമുക്ക് ഇവന്മാരത് നിർത്തിക്കാൻ നമ്മൾ പറഞ്ഞാലൊന്നും പറ്റൂല. അപ്പോൾ നമ്മൾ സൈക്കാട്രി ഡോക്ടർമാരുടെ സഹായം തേടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഓക്കെ, സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് തേടുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. റെഡിയാണോ? സാറേ ഒന്ന് ചാടൂന്നോ പാടൂന്നാണ് ഉദ്ദേശിച്ചത്? സെറ്റാണോ? ഓക്കെ, ആദിത്യൻ MS. ഞാൻ ഈ ലൈവിൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞ പേര് ആദിത്യൻ MSൻ്റെതായിരിക്കും അല്ലേ? ആരൊരാൾ പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയാലും ഉണ്ടാവുന്നു. ഇതെല്ലാം വലിക്കുന്നവൻ ആദ്യം ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സെറ്റല്ലേ സാർ? ഒരു സോങ് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. Now look, which theory talks about a huge explosion that led to origin of universe? നമ്മുടെ ഭൂമി ലോകം മൊത്തം ഉണ്ടായ ഒരു വലിയ എക്സ്പ്ലോഷനിലൂടെയാണ് പറയുന്നത്. ആ എക്സ്പ്ലോഷൻ്റെ പേരെന്താ കുട്ടികളെ? വേഗം ആൻസർ പറ. ബിഗ് ബാങ് തിയറി അല്ലേ? ബിഗ് ബാങ് എന്നാണ് എക്സ്പ്ലോഷനെ പറയുക. ആ ഒരു തിയറിനെ പറയുന്ന പേരാണ് ബിഗ് ബാങ് തിയറി. അടുത്തത്, മെൻഷൻ എനി 2 തിയറീസ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ലൈഫ്. എങ്ങനെയാണ് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. അതിൽ ഏതെങ്കിലും 2 തിയറികൾ പറയാനാണ് പറഞ്ഞുള്ളത്. ഒന്നാമത്തെ തിയറിയാണ് കുട്ടികളെ തിയറി ഓഫ് പാൻസ്പെർമിയ. എവിടെ നിന്നൊക്കെയോ ജീവൻ്റെ കണികകൾ ഭൂമിയിലേക്ക് എത്തി എന്നുള്ളതാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത്. എവിടെ നിന്നോ പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ നിന്ന് ഭൂമിയിലേക്ക് ജീവൻ്റെ കണികകൾ വന്നു. രണ്ടാമത്തതാണ് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. പെട്ടെന്ന് ജീവൻ ഉണ്ടായി വന്നു. ഓക്കെ, ചേറിൽ നിന്നും ചെളിയിൽ നിന്നൊക്കെ പതിയെ, പെട്ടെന്നല്ല, ജീവൻ അങ്ങ് സ്വയം അങ്ങ് ഉണ്ടായി വന്നു. അതാണ് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. ഓക്കെ, മൂന്നാമത്തതാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ദാറ്റ് ഈസ് എ റിലീജിയസ് തിയറി. ഓക്കെ, ദൈവം ഉണ്ടാക്കി എന്നുള്ള തിയറി. നാലാമത്താണ് കുട്ടികളെ കെമിക്കൽ എവല്യൂഷൻ തിയറി. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. And this chemical evolution theory is proposed by Oparin and Haldane. ഒപ്പാരിനും ഹാൽഡെയിനുമാണ് ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. ഇവർ പറഞ്ഞത് ലോകത്ത് ആദ്യം കുറേ മൂലകങ്ങൾ ഉണ്ടായിരുന്നു. ആ മൂലകങ്ങൾ പലതും കൂടി ചേർന്നുകൊണ്ട് പലതരം ബയോമോളിക്യൂൾസ്, DNA-യും RNA ഒക്കെ പോലെയുള്ള ബയോമോളിക്യൂൾസ് ഉണ്ടായി. ആ ബയോമോളിക്യൂളുകൾ പിന്നീട് കൂടി ചേർന്നിട്ടാണ് ഭൂമിയിൽ ആദ്യത്തെ സെല്ല് രൂപപ്പെടുന്നത്, ആദ്യത്തെ ജീവൻ്റെ കണിക രൂപപ്പെടുന്നതെന്നാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ, ഈ സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി തെറ്റാണ് എന്ന് സ്ഥാപിച്ച, ഇറ്റ് വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്ചർ. കേട്ടോ കുട്ടികളെ? സോ ലൂയിസ് പാസ്ചർ ആണ് ഈ തിയറി തെറ്റാണെന്ന് ഡിസ്പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്ചർ. ദ തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്ചർ. ക്ലിയർ ആണോ? റെഡിയാണോ? നൗ അടുത്ത് നമ്മളോട് ചോദിക്കും എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറി ശരിയാണെന്ന് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് SL മില്ലർ, സ്റ്റാൻലി മില്ലർ. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആളാ യുറേ, നിങ്ങൾ പഠിക്കേണ്ട, മില്ലർ എന്ന് പഠിച്ചാൽ മതി. സ്റ്റാൻലി മില്ലറാണ് എക്സ്പെരിമെൻറ്റിലൂടെ ഈ തിയറി ശരിയാണെന്ന് തെളിയിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ക്ലോസ്ഡ് ഫ്ലാസ്ക് എടുത്തു. ആ ഫ്ലാസ്കിനകത്ത് അദ്ദേഹം ചില മൂലകങ്ങൾ എടുത്തു, ചില കെമിക്കൽസ് എടുത്തു. മീഥൈന്, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. എന്തൊക്കെ എടുത്ത് നമ്മളോട് ചോദിക്കാറുണ്ട്. ക്ലോസ്ഡ് ഫ്ലാസ്കിൽ അദ്ദേഹം എന്തൊക്കെ എടുത്തു കുട്ടികളെ? മീഥൈന്, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. ക്ലിയർ ആണോ? ഇതാ ചോദിക്കുക. ഓക്കെ, സെറ്റാണോ ഗൈസ്? റെഡിയാണോ? ഓക്കെ, ഗുഡ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എവിഡൻസസ് ഫോർ ബയോളജിക്കൽ എവല്യൂഷൻ. എവല്യൂഷൻ നടന്നു എന്നതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണെന്ന്.
നോക്കൂ, നമുക്ക് ഫോസിലുകൾ ലഭ്യമാണല്ലേ ധാരാളം. ഫോസിലുകൾ നമ്മൾ പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ് എന്നാണ് പറയുക. ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തെ പാലിയൻറ്റോളജി എന്നാണ് പറയുക. അപ്പോൾ ഫോസിലുകൾ നമുക്ക് എവല്യൂഷൻ നടന്നു എന്നതിൻ്റെ പാലിയൻറ്റോളജിക്കൽ എവിഡൻസുകളാണ്. ഭൂമിയിൽ പണ്ട് കുറേ തരം ജീവികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ എവല്യൂഷൻ നടന്ന് ഇപ്പോൾ പുതിയ തരത്തിലുള്ള ജീവികൾ ഉണ്ടായി വന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ്. അടുത്താണ് എംബ്രിയോളജിക്കൽ എവിഡൻസസ്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കണ്ട, ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹെക്കൽ. ഏണസ്റ്റ് ഹെക്കലാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഡിസപ്രൂവ്ഡ് ബൈ, അത് ശരിയല്ല എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. ഇറ്റ് വാസ് ഡിസപ്രൂവ്ഡ് ബൈ കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ആരാണ് കുട്ടികൾ ഇത് ഡിസപ്രൂവ് ചെയ്തത്? കാൾ ഏണസ്റ്റ് വോൺ ബെയർ. സോ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹെക്കൽ, ഇറ്റ് വാസ് ഡിസപ്രൂവ്ഡ് ബൈ കാൾ ഏണസ്റ്റ് വോൺ ബെയർ. കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഡിസപ്രൂവ് ചെയ്തത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്ന് പറയുന്നത് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസുകളാണ്. എവല്യൂഷൻ നടന്നു എന്നതിനെ സാധൂകരിക്കുന്ന അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസുകളുണ്ട്. അതെന്താ നമുക്ക് പിന്നെ നോക്കാം. ധാരാളം ആന്ത്രോപോജനിക് ആക്ഷനുകൾ, മനുഷ്യൻ്റെ ആക്ഷനുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ പലതരം എവിഡൻസുകളുണ്ട്. അതുപോലെ ബയോജിയോഗ്രഫിക്കൽ എവിഡൻസുകളുണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ശ്രദ്ധിക്കുക. വാട്ട് ആർ anatomical and morphological evidences? They are two types of organs, homologous organs and analogous organs. ഓരോന്നും എന്താ നോക്കാം അല്ലേ. എന്താ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കടാ, ഓർഗാൻസ് വിത്ത് സെയിം അനാട്ടമിക്കൽ സ്ട്രക്ചർ, സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ, ബട്ട് ആർ മോഡിഫൈഡ് ടു പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അത്തരം ഓർഗനുകളെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുക. ഉദാഹരണത്തിന്, if you look at the four limbs of man, cheetah, whale, bat, ഇവരൊക്കെ മാമൽസ് ആണ്. ഇവരുടെ ഫോർ ലിംസ് നോക്കിയാൽ മനുഷ്യൻ്റെത് സ്കിൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചീറ്റയുടേത് ഓടാൻ വേണ്ടിയിട്ടാണ്, വെയിലിൻ്റെ ഫോർ ലിംബ് നീന്താൻ വേണ്ടിയിട്ടാണ്, ബാറ്റിൻ്റെത് പറക്കാനാണ്. ബട്ട് അനാട്ടമിക്കലി ഓൾ ഓഫ് ദം ഹാവ് ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്. ബോണുകളെല്ലാം സെയിം ആണ്. ബട്ട് ദേ ആർ മോഡിഫൈഡ് ഫോർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. സോ അതിൻ്റെ അർത്ഥം ഇവരെല്ലാം ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നുണ്ടായവരാണ്. പക്ഷെ ഓരോരുത്തരുടെയും നീഡ് ഓരോന്നായതുകൊണ്ട് തന്നെ അതാത് രീതിയിലുള്ള സ്ട്രക്ചറുകൾ അവർക്ക് പതിയെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഓർഗാൻസ് വിത്ത് ഓർഗാൻസ് വിത്ത് സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ അല്ലേ, സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ബട്ട് modified to perform different functions. ക്ലിയർ ആണല്ലോ. അതിൻ്റെ ഉദാഹരണം നമ്മളൊന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണമാണ് ബൊഗെയിൻ വില്ല ചെടി ഉണ്ടല്ലോ. ബൊഗെയിൻ വില്ലയുടെ തോണ്, മുള്ള്, അതിൻ്റെ ഫങ്ഷൻ വേറെയാണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കുക്കുർബിറ്റയുടെ ഈ ടെൻഡ്രിൽ അതിനെ പടർന്ന് പിടിച്ച് കയറാനാണ് സഹായിക്കുക. പക്ഷെ രണ്ടിൻ്റെയും അനാട്ടമിക്കൽ സ്ട്രക്ചർ സെയിം ആണ്. സോ ഇതാണ് രണ്ട് എക്സാമ്പിളുകൾ. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ പ്രത്യേകത, ഇറ്റ് റെപ്രസെൻറ്റ്സ് കോമൺ ആൻസസ്ട്രി. ഈ ഹോമോലോഗസ് ഓർഗനിൻ്റെ പ്രത്യേകത ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന്, ഒരു കോമൺ പൂർവികനായ ജീവിയിൽ നിന്ന് വ്യത്യസ്ത എൻവയോൺമെൻ്റൽ നീഡുകൾ കാരണം എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് ഇവരൊക്കെ, ഈ ജീവികളെല്ലാം വ്യത്യസ്ത രൂപത്തിലേക്ക് മാറിയത് എന്ന് പറയാം. സെറ്റാണോ? ഗൈസ്? ഓക്കെ, സോ ദാറ്റ് മീൻസ് ലുക്ക്, ഇവരൊരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവല്ലേ നാല് ഭാഗത്തേക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞൂടെ, ഹോമോലോഗസ് ഓർഗൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡൈവർജന്റ് എവല്യൂഷൻ. ഇവർ ഡൈവർജന്റ് എവല്യൂഷൻ്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? വെരി ഗുഡ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അനലോഗസ് ഓർഗൻസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ബേർഡിൻ്റെ വിങ്സ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താ? പറക്കാൻ സഹായിക്കുക. ബട്ടർഫ്ലൈയുടെ വിങ്ങോ? പറക്കാൻ സഹായിക്കുക. ബട്ടർഫ്ലൈക്കും വിങ്സ് ഉണ്ടല്ലോ. പക്ഷെ നോക്ക്, രണ്ടിൻ്റെയും ഘടന ഒന്നാണോ? ആന്തരിക ഘടന അല്ല. ബട്ടർഫ്ലൈയുടേത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മെംബ്രേനിയസ് ആണ്. ബേർഡിൻ്റെത് ബോണൊക്കെ ഉള്ള വലിയൊരു സ്ട്രക്ചറാണ് ചിറക് എന്ന് പറയുമ്പോൾ. പക്ഷെ രണ്ടിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്. അപ്പോൾ ഓർഗൻസ് വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ organs with
different anatomical structure but perform same function. ക്ലിയർ ആണ് കുട്ടികളെ? ഓക്കെ. സോ ലുക്ക്, ഇവരൊക്കെ സെയിം ആൻസസ്റ്ററിൽ നിന്നുള്ള ആളുകളാ? അല്ല. ബട്ടർഫ്ലൈയുടെ ഘടന വേറെയാണ്, ബേർഡിൻ്റെ ഘടന വേറെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പൊട്ടാറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ. പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്, സ്വീറ്റ് പൊട്ടാറ്റോ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ പൊട്ടാറ്റോക്ക് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചറാണ്, സ്വീറ്റ് പൊട്ടാറ്റോക്ക് റൂട്ടിൻ്റെ സ്ട്രക്ചറാണ്. പക്ഷേ ഫംഗ്ഷൻ സെയിം ആണ്. രണ്ടിൻ്റെ കേസിലും ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന എക്സസ് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അധികമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ലൈക്ക് ഐസ് ഓഫ് ഒക്ടോപസ് ആൻഡ് ഹ്യൂമൻ, മനുഷ്യൻ്റെയും ഒക്ടോപസിൻ്റെയും കണ്ണുകൾ നമുക്ക് ഒരേ സ്ട്രക്ചർ അല്ല, പക്ഷെ ഫംഗ്ഷൻ സെയിം ആണ്. സോ ദാറ്റ് ഈസ് കോമൺ നീഡ്, ഒരേ നീഡാണ് എല്ലാവർക്കും. സോ കോമൺ നീഡ് കാരണം വ്യത്യസ്ത ജീവികളിൽ ഒരുപോലെയുള്ള സ്ട്രക്ചർ ഉണ്ടായി വരിക അല്ലേ? സോ നമുക്ക് പറയാം ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവെർജൻറ്റ് എവല്യൂഷൻ. എന്ത് എവല്യൂഷൻ്റെ എക്സാമ്പിളാണ് കുട്ടികളെ? കൺവെർജൻറ്റ് എവല്യൂഷൻ്റെ എക്സാമ്പിളാണ് അനലോഗസ് ഓർഗൻസ്. സെറ്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ നോക്കൂ, ഡിഫൈൻ അനലോഗസ് ഓർഗൻസ് നമ്മൾ പറഞ്ഞു. Analogous organs are result of what evolution? Convergent evolution. Identify analogous organ from the given. Eyes of octopus and mammals analogous ആണ്. Vertebrate hearts ഇല്ലടാ, വെർട്ടിബ്രേറ്റുകളുടെ ഹാർട്ട് നിങ്ങൾ നോക്കിയാൽ ചിലർക്ക് 2 ചേംബേർഡ് ആണ്, ചിലർക്ക് 4 ചേംബേർഡ് ആണ്, ചിലർക്ക് 3 ചേംബേർഡ് ആണ്. പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു ഘടന ഓൾമോസ്റ്റ് സെയിം ആണ്, ഒരേപോലെയാണ് വെർട്ടിബ്രേറ്റയിൽ എല്ലാവരുടെയും ഘടന. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കൺവെർജൻറ്റിൻ്റെ എക്സാമ്പിൾ അല്ല, അത് ഡൈവർജൻറ്റ് എവല്യൂഷൻ ആണ്. ഇവരെല്ലാം കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് ഒരു കൺവെർജൻറ്റ് എവല്യൂഷൻ ആണ്. ഫോർ ലിംബ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻ ഡൈവർജൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇതേപോലത്തെ കുറേ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെയുള്ള ചോദ്യമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എവിഡൻസസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻ. മനുഷ്യൻ്റെ ചില ആക്ഷനുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ എവിഡൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്പർ 1 ഫസ്റ്റ് പോയിന്റ് ആണ് കുട്ടികളെ, ഇൻഡസ്ട്രിയൽ മെലാനിസം. രണ്ടാമതാണ് ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ് ആൻഡ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. നമ്മൾ നിരന്തരമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പുതിയ ജീവികൾ എവല്യൂഷൻ നടന്നുണ്ടായി വന്നിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളോട് റെസിസ്റ്റൻ്റ് ആയ പുതിയ യൂകാരിയോട്ടുകളും പുതിയ ബാക്ടീരിയകളും ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അതുപോലെ നമ്മൾ നിരന്തരമായിട്ട് ഹെർബിസൈഡുകൾ യൂസ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഹെർബിസൈഡുകളോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെർബുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. പെസ്റ്റിസൈഡുകളോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെസ്റ്റുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മറ്റൊരു എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇതാണ് ചോദിക്കാൻ സാധ്യത. സോ ലൈക്ക് ദിസ് ഈസ് ആൻ എവിഡൻസ് സപ്പോർട്ടിങ് നാച്ചുറൽ സെലക്ഷൻ. നോക്കൂ, നമ്മുടെ ഡാർവിൻ്റെ കോൺസെപ്റ്റാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഡാർവിൻ പറഞ്ഞ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, എൻവയോൺമെൻറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ജീവികൾക്കിടയിൽ അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സ്ട്രഗിൾ ഉണ്ടാകും. അങ്ങനെ ആ സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ ആരാണോ ആ എൻവയോൺമെൻറ്റിനോട് ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്ന ആൾ, ആർക്കാണോ ആ എൻവയോൺമെൻറ്റിൽ ഏറ്റവും അടിപൊളിയായി ജീവിക്കാൻ പറ്റുക, അയാളെ നാച്ചുറൽ സെലക്ട് ചെയ്യും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. ആ ഒരു നാച്ചുറൽ സെലക്ഷനെ ഫേവർ ചെയ്യുന്ന എവിഡൻസ് ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. നോക്കൂ, 1850 ഇംഗ്ലണ്ടിൽ ഒരു മോത്ത് കളക്ഷൻ നടത്തി, നിശാശലഭങ്ങളുടെ കളക്ഷൻ നടത്തി ഇംഗ്ലണ്ടിൽ. അങ്ങനെ 1850 പറഞ്ഞാൽ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, വ്യവസായവൽക്കരണത്തിന് മുമ്പുള്ള കാലമാണ്. അന്ന് കളക്ഷൻ നടത്തിയപ്പോൾ ദർ വേർ മോർ വൈറ്റ് വിങ്ഡ് മോത്ത്സ് ഓൺ ദ ട്രീസ് ദാൻ ഡാർക്ക് വിങ്ഡ് മോത്ത്സ് ഓർ മെലനൈസ്ഡ് മോത്ത്. ഡാർക്ക് വിങ്ഡ് മോത്തിനേക്കാളും വൈറ്റ് മോത്തുകളുടെ എണ്ണമായിരുന്നു മരങ്ങളുടെ മുകളിൽ കൂടുതൽ. പക്ഷേ 1920 അതേ ഏരിയയിൽ നിന്ന് കളക്ഷൻ നടത്തിയപ്പോൾ ഡാർക്ക് മോത്തുകളുടെ എണ്ണം വൈറ്റിനേക്കാളും കൂടുതലായിരുന്നു, ഡാർക്കിൻ്റെ എണ്ണം കൂടി. ക്ലിയർ ആണ് കുട്ടികളെ? ദാറ്റ് ഈസ് നേരെ ഓപ്പോസിറ്റ് ആയി. 1850 വൈറ്റ് ആയിരുന്നു എണ്ണം കൂടുതൽ, 1920 ആയപ്പോൾ ഡാർക്കിൻ്റെ എണ്ണം കൂടി. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ റീസൺ അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായ കാര്യം, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുൻപ് ഇംഗ്ലണ്ടിലെ മരങ്ങളുടെ തടികളുടെ മൊത്തം മുകളിൽ വൈറ്റ് കളേർഡ് ലൈക്കണിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. വൈറ്റ് കളേർഡ് ലൈക്കൺ വളർന്നു നിന്നിട്ടുണ്ടായിരുന്നു 1850. അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു മരങ്ങളുടെ മുകളിൽ ഉണ്ടായിരുന്നത്. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് മോത്തും ഡാർക്ക് മോത്തും വന്നിരുന്നു കഴിഞ്ഞാൽ ഏത് മോത്തിനെയാണ് ഇര പിടിക്കുന്ന പക്ഷികൾക്ക് പെട്ടെന്ന് കാണാൻ എളുപ്പം? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഇരുന്നാലാണോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഇരുന്നാലാണോ?
വൈറ്റിൽ ഡാർക്ക് ഇരിക്കുമ്പോഴായിരിക്കും അല്ലേ. സോ ഡാർക്ക് മോത്ത്സ് പ്രിഡേറ്റഡ് മോർ. പ്രിഡേഷന് ഇരപിടുത്തത്തിന് കൂടുതൽ വിധേയമായത് ഡാർക്ക് വിങ്ഡ് മോത്തുകളായിരുന്നു. വൈറ്റ് വിങ്ഡ് മോത്തുകൾക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് വിങ്ഡ് മോത്തുകളുടെ എണ്ണം കൂടുകയും ഡാർക്കിൻ്റെ എണ്ണം കുറയുകയും ചെയ്തു. എന്നാൽ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ലൈക്കൺ ഡിസപ്പിയേർഡ്. കാരണം ലൈക്കണുകൾക്ക് പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റൂല. സോ വ്യവസായവൽക്കരണം വന്നപ്പോൾ ഇംഗ്ലണ്ടിലെ മരങ്ങളുടെ ഒക്കെ മുകളിൽ നിന്ന് ലൈക്കൺസ് ഡിസപ്പിയർ ആയി. ക്ലിയർ അല്ലേ കുട്ടികളെ? അങ്ങനെ ലൈക്കൺ ഡിസപ്പിയർ ആയി കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പുകയും കരിയൊക്കെ വന്ന് ഈ മരങ്ങളുടെ മുകളിൽ പറ്റിപ്പിടിക്കാനും തുടങ്ങി. അങ്ങനെ മരങ്ങളുടെ തടികൾ ട്രീ ട്രങ്ക്സ് ബിക്കം ഡാർക്ക്. ട്രീ ട്രങ്ക്സ് മൊത്തത്തിൽ ഡാർക്കായി. സോ ഇൻ ദാറ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് മോത്തിനെയാണോ അല്ലെങ്കിൽ വൈറ്റ് മോത്തിനെയാണോ തിരിച്ചറിയാൻ എളുപ്പം? പ്രിഡേറ്റേഴ്സിന് വൈറ്റ് മോത്തിനെ ആയിരിക്കും തിരിച്ചറിയാൻ എളുപ്പം. സോ നൗ ദ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച്ഡ്, ദ എൻവയോൺമെന്റ് ചേഞ്ച്ഡ്. സോ ഇൻ ദാറ്റ് എൻവയോൺമെന്റ് ഹൂ ക്യാൻ സർവൈവ് മോർ? ആർക്കാ കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റുക? വൈറ്റ് മോത്തിനല്ല, ഡാർക്ക് മോത്തിനായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നാച്ചർ ആരെ സെലക്ട് ചെയ്തു? ഡാർക്ക് മോത്തിനെ സെലക്ട് ചെയ്തു. വൈറ്റ് മോത്തിൻ്റെ എണ്ണം കുറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ. റെഡി അല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഒരു 1-2 തവണ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം. ഇനി അടുത്തത് ഗൈസ് നോക്ക്. എവല്യൂഷൻ ഓഫ് ഡാർവിൻസ് ഫിഞ്ചസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. വാട്ട് ഈസ് മെൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? ഗീവ് 2 other എക്സാമ്പിൾസ് ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. നോക്കൂ, ഡാർവിന് ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് യാത്ര പോയി. അദ്ദേഹത്തിൻ്റെ HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിൽ ഗാലപ്പഗോസ് ഐലൻഡിലേക്ക്, ശരിക്കും അദ്ദേഹം വേറൊരു യാത്രയിലായിരുന്നു, ബ്രിട്ടീഷ് രാജാവിന് വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു. ബ്രിട്ടീഷ് രാജാവിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി, എന്നിട്ട് അവിടുത്തെ മനുഷ്യരെ അടിമകളാക്കി കോളനി വാഴ്ച നടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും കാലാകാലങ്ങളായി നാട് മുഴുവൻ നടന്ന് ഇവന്മാർ ലോകത്തുള്ള മിക്കവാറും സ്ഥലങ്ങൾ, ഇവരുടെ സ്ഥിരം സ്വഭാവതാണ് ഇപ്പോഴും അങ്ങനെ തന്നെ. ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു എണ്ണ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്മാരെന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോകും, അവിടെ എന്തെങ്കിലുമൊക്കെ ബോംബിടുക, അവിടെ കുറച്ച് ടെററിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് നേരെ ആ സ്ഥലം കയ്യേറുക. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. യു ക്യാൻ സെർച്ച് ഇൻ ഹിസ്റ്ററി. ഡാർവിൻ സഞ്ചരിച്ചത് എവല്യൂഷൻ കണ്ടെത്താനൊന്നും അല്ലായിരുന്നു. ഡാർവിൻ HMS ബീഗിളിൽ പോയത് ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ലേ, കേരളത്തിൽ കാലുകുത്തിയില്ലേ, വാസ്കോ ഡിഗാമ. ഓക്കെ, അങ്ങനെ പോയതായിരുന്നു. ആ കൂട്ടത്തിൽ ഇയാൾ എവല്യൂഷൻ കണ്ടെത്തിയെന്നുള്ളൂ. എനിവേ, അപ്പോൾ അങ്ങനെ ഗാലപ്പഗോസ് ഐലൻഡിലേക്ക്, സൗത്ത് അമേരിക്കയുടെ ഭാഗത്തുള്ള ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് യാത്ര പോയി. അങ്ങനെ യാത്ര പോയിട്ട് ഈ ഗാലപ്പഗോസ് ദ്വീപിൽ എത്തിയപ്പോഴേ ഇയാൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ഗാലപ്പഗോസ് ദ്വീപിൽ ഇദ്ദേഹം ഒരുപാട് ഫിഞ്ചുകളെ, ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പിന്നീട് പിൽക്കാലത്ത് അറിയപ്പെട്ട പക്ഷികളെ കണ്ടു. അതിൽ ചില ആളുകൾ സീഡ് ഭക്ഷിക്കുന്ന രീതിയിലുള്ള ബീക്കുള്ള പക്ഷികളായിരുന്നു, കൊക്കുള്ള പക്ഷികളായിരുന്നു. ചില ആളുകൾ ഇൻസെക്റ്റുകളെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബീക്കുള്ള പക്ഷികളായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ അദ്ദേഹം വ്യത്യസ്ത ഫിഞ്ചുകളെ കണ്ടു. ഇവന്മാരെല്ലാവരും തന്നെ ചിലർ സീഡ് ഈറ്റിംഗ് ആണ്, ചിലർ ഫ്രൂട്ട് ഈറ്റിങ്ങിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ബീക്കുള്ള ആളുകളാണ്, ചിലർ സീഡ് ഈറ്റിങ്ങിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ബീക്കുള്ള ആളുകളാണ്. അപ്പോൾ ഡാർവിൻ പറഞ്ഞൊരു കാര്യം, ഈ പക്ഷികളെല്ലാം തന്നെ ഉണ്ടായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ്. പിന്നീട് അവർ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളായി മാറുകയും അവർ ഈ ഗാലപ്പഗോസ് ദ്വീപിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The process of evolution of different species in a geographical area starting from a common point and radiating to other areas of geography. ദാറ്റ് ഈസ് ലുക്ക്, ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് വ്യത്യസ്ത ജീവികൾ ഉണ്ടാവുക. ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഫ്രം ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് ഇവർക്കെല്ലാം എവല്യൂഷൻ നടന്ന് വ്യത്യസ്ത ജീവികൾ ഉണ്ടാവുക. Evolution of different species in a given geographical area starting from a common point and radiating to other areas of geography. മറ്റ് ഏരിയകളിലേക്ക്, ഓരോ ഭാഗത്തേക്ക്, ഇപ്പോൾ സീഡ് കിട്ടുന്ന ഭാഗങ്ങളിലേക്ക്, ഫ്രൂട്ട് കിട്ടുന്ന ഭാഗങ്ങളിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് പോവുക. ക്ലിയർ ആണോ? സോ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ, വ്യത്യസ്ത സ്പീഷീസുകൾ ഒരേ ഏരിയയിൽ ഉണ്ടായി വരിക. Starting from a common point, that is in a common ancestor, and radiating to other areas of geography. റെഡി ആണോ? ഇതിൻ്റെ ഉദാഹരണങ്ങൾ: ഒന്ന്, ഡാർവിൻസ് ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്.
അടുത്തതാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. അടുത്തതാണ് ഓസ്ട്രേലിയൻ പ്ലാസെന്റൽ മാമൽസ്. അല്ലേ, ഓസ്ട്രേലിയയിൽ പലതരം മാർസൂപ്പിയൽ മാമലുകളുണ്ട്. ഈ മാർസൂപ്പിയൽസ് എല്ലാം തന്നെ ഒരേ ആൻസസ്റ്ററുകളിൽ നിന്നുണ്ടായി വന്ന വ്യത്യസ്ത ജീവികളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഓസ്ട്രേലിയയിൽ കാണുന്ന വ്യത്യസ്ത പ്ലാസെന്റൽ മാമലുകളും. ക്ലിയർ അല്ലേ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് തിയറീസ് ഓൺ എവല്യൂഷനെ കുറിച്ചുള്ള തിയറികൾ. നമ്പർ 1, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പ്രപ്പോസ്ഡ് ബൈ ലാമാർക്ക്. രണ്ടാമത്തേതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ. മൂന്നാമത്തേതാണ് മ്യൂട്ടേഷൻ തിയറി ബൈ ഹ്യൂഗോ ഡിവ്രീസ്. നാലാമത്താണ് ഹാർഡി വെയിൻബർഗ് തിയറി ബൈ ഹാർഡി ആൻഡ് വെയിൻബർഗ്. ഓക്കെ, സോ ലുക്ക്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡാർവിൻസ് തിയറി. ഡാർവിൻ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എവല്യൂഷണറി ബയോളജി. അദ്ദേഹത്തിൻ്റെ കപ്പലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അല്ല, ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് രാജാവിൻ്റെ കപ്പലായിരുന്നു HMS ബീഗിൾ. ഓക്കെ, സോ ലുക്ക്, ഡാർവിന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, റിസോഴ്സ് അൺലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു ജീവികൾക്ക് ആവശ്യമായ എല്ലാത്തരം റിസോഴ്സസും അൺലിമിറ്റഡ് ആയിട്ടുണ്ടായി കഴിഞ്ഞാൽ ജീവികൾ അനിയന്ത്രിതമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് കോൾഡ് ഓവർ പ്രൊഡക്ഷൻ. ജീവികൾ മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓവർ പ്രൊഡക്ഷൻ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ട ഫുഡും സ്ഥലവും ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അനിയന്ത്രിതമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഭയങ്കര റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ഇങ്ങനെ കൂടി പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ റിസോഴ്സസ് എല്ലാവർക്കും ഒരുപോലെ കിട്ടാത്ത അവസ്ഥയായിട്ട് മാറും. അപ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആകും. റിസോഴ്സസ് പിന്നീട് ലിമിറ്റഡ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? റിസോഴ്സസ് ലിമിറ്റഡ് ആയി മാറിക്കഴിഞ്ഞാൽ, നന്നായി ശ്രദ്ധിച്ചോ, റിസോഴ്സസ് ലിമിറ്റഡ് ആയി മാറിക്കഴിഞ്ഞാൽ ഈ ഉള്ള റിസോഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവികൾക്കിടയിൽ പരസ്പരം ഒരു മത്സരം ഉണ്ടാവും. ആർക്കാ ഏറ്റവും നന്നായിട്ട് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകും. ക്ലിയർ ആണ് കുട്ടികളെ? അങ്ങനെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായാലും ആ കൂട്ടത്തിൽ ചില മനുഷ്യർക്കിടയിലായാലും ഏത് ജീവികൾക്കിടയിലായാലും വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേ ക്യാരക്ടർ അല്ല, ക്യാരക്ടറിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അല്ലേ? അപ്പം ചില ആളുകൾക്ക് അവരുടെ വേരിയേഷൻസ് കാരണം റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് വേരിയേഷൻ. ഇനിയാണ് വേരിയേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ജീവികൾക്കിടയിൽ ഈ ചില വേരിയേഷൻസ് ഉള്ള ആളുകൾക്ക് റിസോഴ്സിനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കൂടുതൽ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. അങ്ങനെ അവർ റിസോഴ്സിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾക്ക് റിസോഴ്സിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റവർക്കൊന്നും അത്രത്തോളം പറ്റുന്നില്ല. അപ്പോൾ ഈ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമാണ് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യുക. മറ്റേ ആളുകൾക്ക് അത്രത്തോളം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ ഫേവറബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻസ് ഉള്ള ആളുകൾ, ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ആളുകൾ അവർ ധാരാളമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അവർ മാത്രം സർവൈവ് ചെയ്യുകയും നേച്ചർ അവരെ സെലക്ട് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ദെൻ നാച്ചുറൽ selection happens. Okay, and finally origin of species. അവരൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. origin of species. ഇത് ഒരു തവണ മാത്രം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തവണ മാത്രം. ഇത് ഇങ്ങനെ അല്ലാണ്ട് ഞാൻ വളരെ ഈ രീതിയിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് സാധാരണ ബോർഡ് എക്സാമിന് ഞാൻ ക്ലാസ് എടുക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ അതിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ മാത്രം വെച്ച് ഇങ്ങനെ ഒരു ഗ്രാഫ് കാണിച്ചു എന്ന് മാത്രം. ക്ലിയർ ആണോ? ഫേവറബിൾ ക്യാരക്ടറുള്ള ആളുകളുടെ കാര്യം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. നൗ നോക്കൂ, നമ്മുടെ ഡാർവിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ മലേഷ്യൻ ദ്വീപ സമൂഹങ്ങളിൽ, മലായ് ആർച്ചിപ്പലാഗോ, അതാണ് മലേഷ്യൻ ദ്വീപ സമൂഹങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് വാലസ്. ഡാർവിൻ്റെ അതേ കാലത്ത് തന്നെ ഡാർവിൻ പറഞ്ഞ ഈ കോൺസെപ്റ്റുകളൊക്കെ മുന്നോട്ട് വെച്ചൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ആൽഫ്രഡ് വാലസ്. മലേഷ്യൻ ദ്വീപ സമൂഹങ്ങളിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി ഡാർവിനെ സ്വാധീനിച്ച ഒരു സയൻറ്റിസ്റ്റാണ് തോമസ് മാൾത്തസ്. തോമസ് മാൾത്തസിൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഡാർവിനെ അദ്ദേഹത്തിൻ്റെ എവല്യൂഷണറി തിയറിയിലേക്ക് എത്തിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മ്യൂട്ടേഷൻ തിയറി ബൈ ഹ്യൂഗോ ഡിവ്രീസ്. ഹ്യൂഗോ ഡിവ്രീസ് ഈ വർക്ക്ഡ് ഓൺ ഈവനിങ് പ്രൈം റോസ് എന്ന് പറയുന്ന മരത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്.
നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എവല്യൂഷൻ ഈസ് ഡ്യൂ ടു സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. പെട്ടെന്ന് സംഭവിക്കുന്ന വലിയ മ്യൂട്ടേഷനിലൂടെയാണ് ജീവികളുടെ ക്യാരക്ടറുകളിൽ ചേഞ്ച് വരികയും അങ്ങനെ എവല്യൂഷൻ നടക്കുകയും ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ ഈ പ്രപ്പോസ്ഡ് ദാറ്റ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഒക്കറിങ് ഇൻ എ പോപ്പുലേഷൻ. എവല്യൂഷൻ ഈസ് ഡ്യൂ ടു സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഒക്കറിങ് ഇൻ എ പോപ്പുലേഷൻ ആൻഡ് ഈ കോൾഡ് ഇറ്റ് എ സോൾട്ടേഷൻ. അദ്ദേഹം അതിന് എന്താ വിളിച്ചത്? സോൾട്ടേഷൻ എന്നാണ് വിളിച്ചത്. റെഡി ആണല്ലോ? സെറ്റാണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ ഗൈസ്. തീരാൻ പോവാണ്, ചാപ്റ്റർ തീരാൻ പോവാ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. Now guys, let's talk about Hardy-Weinberg principle. This principle states that allele frequencies in a population, ഒരു പോപ്പുലേഷനിലെ അലീലുകളുടെ ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അപ്പോൾ അതായത് നമുക്കൊരു കാര്യം എടുക്കാം. നമ്മളൊരു പീ പ്ലാന്റിൻ്റെ പോപ്പുലേഷൻ, നമ്മൾ റൂമിൽ നമ്മൾ കുറച്ച് പീ പ്ലാന്റിനെ വളർത്തുന്നു ഒരു മുറിയിൽ. ആ പീ പ്ലാന്റിൽ ക്യാപിറ്റൽ ടി അലീലുകൾ ടോട്ടൽ 10 എണ്ണം ഉണ്ട്, സ്മോൾ ടി അലീലുകൾ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം അല്ല, 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ട്. ദെൻ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി? 10/16. അങ്ങനെയാ ഫ്രീക്വൻസി നോക്കുക. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി? ദാറ്റ് ഈസ് 6/16. ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു പോപ്പുലേഷനിൽ, ഇപ്പോൾ നിങ്ങളൊരു പീ പ്ലാന്റ് ഒരു പോപ്പുലേഷൻ, നിങ്ങളൊരു മുറിയിൽ കുറച്ച് പീ പ്ലാന്റുകൾ വളർത്തുന്നു. അപ്പോൾ ആ പീ പ്ലാന്റുകളുടെ അലീലുകളുടെ ഫ്രീക്വൻസി, അത് ക്യാപിറ്റൽ ടി അലീലിൻ്റെ ഫ്രീക്വൻസി 10/16. കാരണം 10 ക്യാപിറ്റൽ ടി അലീലും 6 സ്മോൾ ടി അലീലുമാണ് മൊത്തം ചെടികളെ നോക്കിയപ്പോൾ. ഉദാഹരണത്തിന് ഒരു ചെടി ക്യാപിറ്റൽ ടി, അടുത്ത ചെടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ എത്ര ആയി? ഇപ്പോൾ 3 ക്യാപിറ്റൽ ടി ആയി, 1 സ്മോൾ ടി ആയി. ഫസ്റ്റ് ചെടി ക്യാപിറ്റൽ ടി, അപ്പോൾ ടോട്ടൽ 2 ക്യാപിറ്റൽ ടി അലീലായി. രണ്ടാമത്തെ ചെടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, അപ്പോൾ ക്യാപിറ്റൽ ടി ഒന്നുകൂടെ, അപ്പോൾ ടോട്ടൽ 3 ക്യാപിറ്റൽ ടി 1 സ്മോൾ ടി ആയി. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ 10 ക്യാപിറ്റൽ ടിയും 6 സ്മോൾ ടിയും ഉണ്ട്. ഇത് ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു 10/16, ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി ഈക്വൽ ടു 6/16. റെഡി? ഈ ഫ്രീക്വൻസി എത്ര തലമുറ കഴിഞ്ഞാലും ചേഞ്ച് ആവില്ല എന്നാണ് പറയുന്നത്. ദ അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ വിൽ ബി സ്റ്റേബിൾ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഈ അലീലിക് ഫ്രീക്വൻസിയിൽ, ഒരു പോപ്പുലേഷനിലെ അലീലിൻ്റെ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ ആ പോപ്പുലേഷനിൽ പതിയെ എവല്യൂഷൻ നടക്കാൻ കാരണമാവുന്നതാണ് അവർ പറഞ്ഞത്, ഹാർഡിയും വെയിൻബർഗും പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ലെറ്റ്സ് ടേക്ക്, നോക്കൂ, നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 10/16 പ്ലസ് 6/16, 16/16 ദാറ്റ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ അലീലുകളുടെ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? നിങ്ങളിപ്പോൾ ഈ 10/16 എന്നുള്ളതിന് പകരം നമുക്കൊരു പി എന്നെടുക്കാം, ഇതിന് 6/16 പകരം ക്യൂ എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. റെഡിയാണോ? ഓക്കെ, സോ ലുക്ക്, ദ സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസീസ് ഈക്വൽ ടു 1. ഓക്കെ, പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1. വാട്ട് ഈസ് പി സ്ക്വയർ? പി സ്ക്വയർ ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി ഫ്രീ ജീനോടൈപ്പ് ഉള്ള പ്ലാന്റുകളുടെ ഫ്രീക്വൻസിയാണ് പി സ്ക്വയർ എന്ന് പറയുന്നത്. നൗ ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി ജീനോടൈപ്പ് ഉള്ള പ്ലാന്റുകളുടെ ഫ്രീക്വൻസിയാണ്. 2pq എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഫ്രീക്വൻസിയുള്ള ചെടികളുടെ, ജീനോടൈപ്പ് ഉള്ള ചെടികളുടെ ഫ്രീക്വൻസിയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി, ക്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി. അങ്ങനെയാണെങ്കിൽ പി സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് പ്ലാന്റ് വിത്ത് ക്യാപിറ്റൽ ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ കേസിൽ ക്യാപിറ്റൽ ടി ജീനോടൈപ്പ് ഉള്ള ചെടികളുടെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ് ഈസ് 10/16 ദി ഹോൾ സ്ക്വയർ. അതാണ് പി സ്ക്വയർ. പിയുടെ വാല്യൂ, ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി ചോദിച്ചാൽ ഞാൻ പറയും 10/16 ദി ഹോൾ സ്ക്വയർ. കാരണം ടിയുടെ ഫ്രീക്വൻസി 10/16 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ടി ജീനോടൈപ്പ് ഉള്ള ചെടിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പിയുടെ സ്ക്വയർ. പി എത്രയാണോ അതിന്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. റെഡിയാണോ? ഇനി നോക്കൂ ഗൈസ്, ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, ആൻഡ് ദിസ് ഈസ് കോൾഡ് ജെനറ്റിക് ഇക്വിലിബ്രിയം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജെനറ്റിക് ഇക്വിലിബ്രിയം. ഈ അലീലിക് ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ചും വരില്ല എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക് ഇക്വിലിബ്രിയം.
ആ ജനറ്റിക് ഇക്വിലിബ്രിയത്തെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, ആ ജനറ്റിക് ഇക്വിലിബ്രിയത്തെ നശിപ്പിച്ച് എവല്യൂഷന് കാരണമാകുന്ന 5 ഫാക്ടറുകളുടെ നമ്മൾ പഠിക്കണം. ദേ ആർ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, രണ്ടാമത്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്, മൂന്നാമത്താണ് മ്യൂട്ടേഷൻ, നാലാമത്താണ് ജനറ്റിക് റീകോമ്പിനേഷൻ, അഞ്ചാമത്തതാണ് നാച്ചുറൽ സെലക്ഷൻ. ഏതൊക്കെയാണ്? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. നോക്കൂ, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോപ്പുലേഷൻ അടുത്ത പോപ്പുലേഷൻ, ഈ പോപ്പുലേഷനിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ പോവുക. അപ്പോൾ എന്താ? ഇവിടുന്ന് അലീലുകൾ നഷ്ടപ്പെടുകയാണ്, ഇവിടേക്ക് പുതിയ അലീലുകൾ ആഡ് ചെയ്യപ്പെടുകയാണ്. സോ ദാറ്റ് ഈസ് ജീൻ മൈഗ്രേഷൻ. ഇനി ജനറ്റിക് ഡ്രിഫ്റ്റ്, എന്തെങ്കിലും ചാൻസ് ഫാക്ടർ കാരണം, ഇപ്പോൾ പെട്ടെന്ന് ഉൽക്ക പതിക്കുക, ഒരു പോപ്പുലേഷനിൽ ഉൽക്ക പതിച്ച് അവിടുത്തെ ആളുകൾ കുറേ ആൾ മരിച്ചുപോയി, അപ്പോൾ കുറേ അലീലുകൾ നഷ്ടപ്പെടും. സോ ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി ഒക്കറിങ് ബൈ ചാൻസ്, അലീലിക് ഫ്രീക്വൻസിയിൽ ബൈ ചാൻസ് ആയിട്ട് വരുന്ന ചേഞ്ചുകളെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുക. നോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, DNA-യിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അലീലുകൾക്ക് ചേഞ്ച് വരും. ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു ജനറ്റിക് ക്രോസിൽ എങ്ങനെയെങ്കിലും നോൺ പാരന്റൽ ടൈപ്പുകൾ ഉണ്ടായാൽ ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് റീകോമ്പിനേഷൻ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ 3 രീതിയിൽ നടക്കും. ദാറ്റ് ഈസ്, നോക്കൂ, നമുക്ക് തൽക്കാലം മനുഷ്യൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുക്കാം. നല്ല ഹൈറ്റ് ഉള്ള ആളുകൾ, ഹൈറ്റ് കുറഞ്ഞ ആളുകൾ, മീഡിയം ഹൈറ്റ് ഉള്ള ആളുകൾ. ഓക്കെ, നോക്കൂ, ഇവിടെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് മീഡിയം ഹൈറ്റ് ഉള്ള ആളുകൾ, അപ്പോൾ എൻ്റെ ഒക്കെ മാതിരി ഒരു 172 ഒക്കെ ഹൈറ്റുള്ള ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ മീഡിയം ഹൈറ്റുള്ള ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്ത് 160 to 170 അല്ലെങ്കിൽ 165 to 175 അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നാച്ചുറൽ സെലക്ട്സ് മീഡിയൻ ക്യാരക്ടർ വാല്യൂ, അല്ലെ? മീഡിയൻ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ മീൻ ക്യാരക്ടറുള്ള ആളുകളെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്തു എന്ന് പറയാം. അത്തരം നാച്ചുറൽ സെലക്ഷനെയാണ് നമ്മൾ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം. ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വിത്ത് മീൻ ക്യാരക്ടർ വാല്യൂ ഈസ് സെലക്ടഡ് ബൈ നാച്ചർ മീൻ ക്യാരക്ടറുള്ള, ഇന്റർമീഡിയറ്റ് നിലയിനേക്കാൾ നല്ലത് മീൻ ക്യാരക്ടറുള്ള ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, സപ്പോസ് നാച്ചുറൽ സെലക്ഷൻ നടന്നപ്പോൾ ഹൈറ്റ് വല്ലാണ്ട് കുറഞ്ഞ ആളുകളെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ആയിരിക്കും, ഹൈറ്റ് കുറഞ്ഞ ആളുകളുടെ എണ്ണം മാത്രം കൂടും. അല്ലെങ്കിലോ ഹൈറ്റ് കൂടിയ ആളുകളെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരാളെ, നടുവിലുള്ളതല്ല, മീൻ ക്യാരക്ടർ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറിനെ നാച്ചുറൽ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. സോ ഇൻ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ, ലുക്ക്, നാച്ചർ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് വിത്ത് ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ, ഇതിങ്ങനെ പഠിക്കണ്ട. ഇൻ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ, നാച്ചർ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് വിത്ത് ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ, വിത്ത് എനി വൺ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ. അങ്ങനെ പറഞ്ഞാൽ മതി, വിത്ത് എനി വൺ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ. മീൻ ക്യാരക്ടർ അല്ലാത്ത ഒന്നുകിൽ ആ ഹൈറ്റ് കൂടിയ ആൾ അല്ലെങ്കിൽ കുറഞ്ഞ ആൾ, ഏതെങ്കിലും ഒരു ടീമിനെ നാച്ചുറൽ സെലക്ട് ചെയ്യുക. റെഡി അല്ലേ? അടുത്താണ് കുട്ടികളെ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. അടുത്തതാണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് ദ ബോത്ത് എൻഡ് ഓഫ് ദിസ് കർവ്. ഈ കർവിൻ്റെ അല്ലെങ്കിൽ ഈ ഹൈറ്റ് വല്ലാതെ കൂടിയ ആളെയും വല്ലാണ്ട് കുറഞ്ഞ ആളെയും നാച്ചുറൽ സെലക്ട് ചെയ്യുക. മീൻ ക്യാരക്ടറുള്ള ആളെ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നില്ല. സോ ഇൻ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ, നാച്ചുറൽ സെലക്ട്സ് പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി, ഇൻ ദിസ് നാച്ചുറൽ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് വിത്ത് പെരിഫറൽ ക്യാരക്ടേഴ്സ്. പെരിഫറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലുള്ള ക്യാരക്ടറുള്ള ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നു. സോ ഇൻ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ, നാച്ചുറൽ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് വിത്ത് പെരിഫറൽ ക്യാരക്ടേഴ്സ്. ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അവസാനത്തെ പോയിന്റ് ആണ് എവല്യൂഷൻ ഓഫ് മാൻ. നമ്മുടെയും കുരങ്ങന്മാരുടെയും പൂർവികനാണ് ഡ്രയോപിത്തേക്കസ്. കുറച്ചുകൂടെ കുരങ്ങനോട് സാദൃശ്യമുള്ള ജീവിയായിരുന്നു. അതിൽ നിന്നുണ്ടായ അടുത്ത ആളാണ് റാമാപിത്തേക്കസ്. രാമൻ നോർത്താൽ മതി, റാമാപിത്തേക്കസ്. ഓക്കെ, കുറച്ചുകൂടെ മനുഷ്യനോട്, അതാണ് റാമാൻ. കണ്ടോ, മനുഷ്യനോട് കൂടുതൽ സാദൃശ്യം. ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മനുഷ്യനോട് കൂടുതൽ സാദൃശ്യമുള്ള മനുഷ്യന്റെ പൂർവികൻ ആരാണ്? ഡ്രയോപിത്തേക്കസ് കുറച്ചുകൂടെ കുരങ്ങനോടായിരുന്നു സാദൃശ്യം. അപ്പോൾ കുരങ്ങിൻ്റെയും നമ്മളുടെയും കൂടി പൂർവികനാണ് ഡ്രയോ. അത് കഴിഞ്ഞ് രാമാപിത്തേക്കസ്, അല്ലെ? റാമാപിത്തേക്കസ് നമ്മളോട് കൂടുതൽ സാദൃശ്യമുള്ള പൂർവികനാണ്. അടുത്താണ് ഓസ്ട്രലോപിത്തേക്കസ്. അടുത്തതാണ് ഹോമോ ഹബിലിസ്. അതിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി പറ്റുമെങ്കിൽ പഠിച്ചോണ്ടി കേട്ടോ.
ഓക്കെ, ഇയാളാണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ്. അങ്ങനെ ഇയാളെ പറ്റിയാണ് നമ്മൾ പറയുക, ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ്. പറ്റുമെങ്കിൽ അതുകൂടെ പഠിച്ചോ. അത് കഴിഞ്ഞാൽ അടുത്ത ആളാണ് ഹോമോ ഇറക്ടസ്. ആരാണ് ഹോമോ ഇറക്ടസ്? അതിൻ്റെയും ബ്രെയിൻ കപ്പാസിറ്റി പഠിച്ചാൽ വളരെ നല്ലതാണ്. അടുത്താണ് നിയാൻഡർത്താൽ മാൻ. ആരാണ് നിയാൻഡർത്താൽ മാൻ? അവസാനത്തെ ആളാണ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, സോ ഡ്രയോപിത്തേക്കസ്, റാമാപിത്തേക്കസ്, ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർത്താൽ മാൻ, ഹോമോ സാപ്പിയൻസ്. റെഡി അല്ലേ? ശരി, വെരി ഗുഡ്. Now let's talk about human reproduction. What are the different events in human reproduction? നമ്മൾ പലതവണ പഠിച്ചതാണ്. We have gametogenesis in males and female. മെയിൽ ഗാമീറ്റിനെ ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് പറഞ്ഞയക്കും, ദാറ്റ് ഈസ് ഇൻസെമിനേഷൻ. അത് കഴിഞ്ഞ് ഫീമെയിലിൻ്റെ ബോഡിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ടിന് ക്ലീവേജ് നടക്കും. ഓർമ്മയുണ്ടോ? ക്ലീവേജ് നടക്കുമ്പോൾ എന്താ കിട്ടുക? ബ്ലാസ്റ്റോമിയറുകൾ കിട്ടും അല്ലേ? അങ്ങനെ 2 സെല്ല്, 4, 8, 16, 32 ബ്ലാസ്റ്റോമിയറുള്ള സ്റ്റേജ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന് ശേഷം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കും. അത് കഴിഞ്ഞ കുട്ടിയെ പ്രസവിക്കും, ദാറ്റ് ഈസ് പാർച്ചുറേഷൻ. അത് കഴിഞ്ഞ കുട്ടിക്ക് പാല് കൊടുക്കും, ദാറ്റ് ഈസ് ലാക്ടേഷൻ അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ട്രക്ചർ നോക്കൂ. മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങളെടുത്ത പ്രൈമറി സെക്സ് ഓർഗാൻ ഉണ്ട്, ആക്സസറി ഡക്റ്റുകളുണ്ട്, ആക്സസറി ഗ്ലാൻഡുകളുണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലി ഉണ്ട്. മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗാൻ ഏതാടാ? വി ഹാവ് എ പെയർ ഓഫ് ടെസ്റ്റിസ് അല്ലേ? വി ഹാവ് എ പെയർ ഓഫ് ടെസ്റ്റസ് ആൻഡ് ദീസ് ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് വിത്തിൻ ദ സ്ക്രോട്ടം. എന്തുകൊണ്ടാണ് ടെസ്റ്റിസിനെ സ്ക്രോട്ടത്തിൽ വെച്ചിട്ടുള്ള കുട്ടികളെ? ബിക്കോസ് സ്പെർമാറ്റോജെനസിസ് നടക്കണമെങ്കിൽ ഇറ്റ് നീഡ് എ ലോവർ ടെമ്പറേച്ചർ. സോ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ സ്പെർമാറ്റോജെനിസിസ് നടക്കുകയുള്ളൂ. ആ ഒരു ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിസിനെ എന്തിൽ കൊണ്ടുപോയിട്ടുള്ളത്? സ്ക്രോട്ടം എന്ന് പറയുന്ന ഈ സാക്കിൽ കൊണ്ടുപോയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ വിച്ച് ഈസ് നീഡഡ് ഫോർ സ്പെർമാറ്റോജെനസിസ്. ഇനി നോക്കൂ, ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കോയിൽഡ് ട്യൂബുകളെ കാണാം. ദേ ആർ കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളുകളിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറത്തുള്ള ഈ സ്പേസിനെ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും. ആ സ്പേസിൽ കാണുന്ന സെല്ലുകളാണ് ലേഡിക് സെൽസ്. അവരാണ് മെയിൽ സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ ആൻഡ്രോജൻസിനെ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ ടെസ്റ്റിസിനെ കുറിച്ച്. ഇനി നോക്കൂ, മെയിലിൻ്റെ ആക്സസറി ഡക്റ്റുകൾ ദേ വരുന്നു. വി ഹാവ് റെറ്റെ ടെസ്റ്റിസ്. അടുത്ത ഡക്റ്റ് ഇതാ വാസ എഫറൻഷ്യ. ഓർമ്മയുണ്ടല്ലോ? അടുത്ത ആരാ? ഇയാൾ എപ്പിഡിഡൈമിസ്. ആരാണ്? എപ്പിഡിഡൈമിസ്. അടുത്ത ഈ മുകളിലേക്ക് പോകുന്ന ആൾ ആൻഡ് ഇറ്റ് ഈസ് വാസ് ഡിഫറൻസ്. എന്താണ് വാസ് ഡിഫറൻസ്? ഒന്ന് പറഞ്ഞേ. റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസ് ഇങ്ങനെ അബ്ഡോമനിലേക്ക് കയറിപ്പോകും. ഇത്രയും ഭാഗം സ്ക്രോട്ടത്തിലാണ്. വാസ് ഡിഫറൻസ് അബ്ഡോമനിലേക്ക് കയറിപ്പോകും. അങ്ങനെ കയറിപ്പോയാൽ ഇവിടെ നമ്മുടെ ഒരു പെയർ ഓഫ് ആക്സസറി ഗ്ലാൻഡ് ഉണ്ട്. ദേ ആർ സെമിനൽ വെസിക്കിൾസ്. എന്താടാ? സെമിനൽ വെസിക്കിൾ. ഈ സെമിനൽ വെസിക്കിളിലെ സെക്രീഷൻ ഇങ്ങോട്ടേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് അടുത്തൊരു കോയിലായിട്ട് മാറും. ദാറ്റ് ഈസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. എന്താടാ? ഇജാക്കുലേറ്ററി ഡക്റ്റ്. ആ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺ ടു യുറീത്ര. അതാണ് നമ്മുടെ യുറീത്രയിലേക്ക് തുറക്കുന്നത്. യുറീത്രയുടെ 2 സൈഡിലായിട്ട് വി ഹാവ് എ സിംഗിൾ ഗ്ലാൻഡ്. ഒരു സിംഗിൾ ഗ്ലാൻഡ് ആണ്, കാണുമ്പോൾ 2 തോന്നുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്രോസ്റ്റേറ്റ്. ആൻഡ് വി ഹാവ് എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. പിന്നെ എന്താ നമുക്കുള്ളത്? ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ആക്സസറി ഗ്ലാൻഡുകൾ. വി ഹാവ് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ്, വി ഹാവ് എ സിംഗിൾ പ്രോസ്റ്റേറ്റ്, വി ഹാവ് എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ്. ക്ലിയർ അല്ലേ? മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പിനസ് അല്ലേ? പിനസ്. അതിൻ്റെ എൻഡ് ഭാഗം ഈസ് എൻലാർജ്ഡ് ആൻഡ് വിച്ച് ഈസ് കോൾഡ് ഗ്ലാൻസ് പിനസ്. അവിടെ നമുക്ക് ഓപ്പണിംഗ് കാണാൻ പറ്റും, യൂറിനും സ്പേം ഒക്കെ പോകാനുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ യുറീത്രൽ മിയാറ്റസ്. എന്താ വിളിക്കുക? എക്സ്റ്റേണൽ യുറീത്രൽ മിയാറ്റസ്. ഗ്ലാൻസ് പിനസിനെ കവർ ചെയ്തുകൊണ്ട് ഫോർസ്കിൻ എന്ന് പറയുന്ന ഒരു കവറിങ്ങും നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. Now let's talk about the structure of female reproductive system. It consists of a pair of ovaries. Then they have a pair of oviduct or fallopian tube. And then they have uterus. യൂട്രസിൻ്റെ ഈ താഴ്ഭാഗത്ത് നമ്മൾ സെർവിക്സ് എന്നാണ് വിളിക്കുക. ദ ലോവർ പാർട്ട് ഓഫ് യൂട്രസ് ഈസ് കോൾഡ് സെർവിക്സ്. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് വജൈന. ഈ ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗമാണ് വജൈന. ക്ലിയർ ആണല്ലോ? ദീസ് ആർ ദ ആക്സസറി ഡക്ട്സ്. അപ്പോൾ ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ ദേ ഹാവ് എ പെയർ ഓഫ് ഓവറീസ്. എ പെയർ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട്, യൂട്രസ്,
യൂട്രസിന്റെ താഴ്ഭാഗത്തെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന പേരാണ് സെർവിക്സ്. ആൻഡ് ദെൻ ദേ ഹാവ് വജൈന. ദീസ് ആർ ദ ആക്സസറി ഡക്ട്സ്. ഇനി നോക്കൂ, ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫെലോപ്പിയൻ ട്യൂബിന് ഒരു ഫണൽ ഷേപ്പ്ഡ് ഭാഗമുണ്ട്, വിച്ച് ഈസ് കോൾഡ് ഇൻഫണ്ടിബുലം. അവിടെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ദേ ആർ കോൾഡ് ഫിംബ്രിയെ. ആൻഡ് ദെൻ ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്, ഏറ്റവും വീതി കൂടിയ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമാണ് ആംബ്യുല. ആൻഡ് ദ പാർട്ട് ക്ലോസസ്റ്റ് ടു യൂട്രസ്, ദാറ്റ് ഈസ് ഇസ്തമസ്. ക്ലിയർ ആണല്ലോ? സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യൂട്രസ്. എടാ, യൂട്രസിന്റെ ലേയേഴ്സ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. യൂട്രസിന്റെ ഏറ്റവും പുറമെയുള്ള ലെയറാണ് പെരിമെട്രിയം, നടുവിലുള്ള സ്മൂത്ത് മസിൽ ലെയറാണ് മയോമെട്രിയം. ഇറ്റ് ഈസ് ദ തിക്കസ്റ്റ് ലെയർ. ഏറ്റവും ഉള്ളിലുള്ള ഗ്ലാൻഡുകളാണ് ഈ കാണുന്നത്. ഗ്ലാൻഡുലാർ ലെയറാണ് എൻഡോമെട്രിയം. എന്താണ് എൻഡോമെട്രിയം? ഓരോ മാസവും എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ്, നശിക്കും ഉണ്ടാകും. ഈ സൈക്ലിക്കൽ ചേഞ്ചസ് കാരണം എൻഡോമെട്രിയം നശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സെർവിക്സിന്റെ ദ ലോവർ പാർട്ട് ഓഫ് യൂട്രസ് ഈസ് കോൾഡ് സെർവിക്സ്. സെർവിക്സിന്റെ ഈ കനാലിനെ വിളിക്കുന്ന പേരാണ് സെർവൈക്കൽ കനാൽ. ഓക്കെ, ഇനി സെർവൈക്കൽ കനാലും വജൈനയും കൂടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ബർത്ത് കനാൽ. എന്താ വിളിക്കുക? ബർത്ത് കനാൽ. ക്ലിയർ ആണല്ലോ? നോക്കൂ, now let's talk about spermatogenesis. It takes place within the seminiferous tubule. Seminiferous tubuleന്റെ ഉള്ളിലാണ് spermatogenesis നടക്കുന്നത്. നോക്കട്ടെ, നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ ധാരാളം സ്പെർമാറ്റോഗോണിയങ്ങൾ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? സ്പെർമാറ്റോഗോണിയങ്ങൾ. ഇവന്മാർക്ക് ആദ്യം മൈറ്റോസിസ് നടക്കും. ഇവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. ദേ ആർ ഡിപ്ലോയിഡ് സെൽസ്. അപ്പോൾ ആദ്യം മൈറ്റോസിസ് നടത്തി ഇവരുടെ എണ്ണം കൂട്ടും. അതിനുശേഷം ചില സ്പെർമാറ്റോഗോണിയങ്ങൾ കുറച്ചുകൂടെ സൈസ് കൂടാൻ തുടങ്ങും. ദേ ആർ കോൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. ഓക്കെ, ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾക്ക് മിയോസിസ് 1 നടക്കും. അങ്ങനെ നിങ്ങൾക്ക് 2 ഹാപ്ലോയിഡ് ആയുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ കിട്ടും. ഈ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾക്കും മിയോസിസ് 2 നടക്കും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് 4 സ്പെർമാറ്റിഡുകൾ കിട്ടും. സ്പെർമാറ്റിഡുകളുടെ ഷേപ്പ് പക്ഷേ റൗണ്ട് ആയിരിക്കും. അവരുടെ ഷേപ്പ് മാറിയ ഒരു സ്പെർമാറ്റോസോവയായിട്ട് മാറണം അല്ലേ? ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സ്പെർമിയോജനസിസ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സ്പെർമാറ്റോജനസിസ് പ്യൂബേർട്ടി ആകുമ്പോൾ മാത്രം തുടങ്ങുന്നത്? ശ്രദ്ധിക്കുക. വാട്ട് ഹാപ്പൻസ് ഈസ് അറ്റ് പ്യൂബേർട്ടി എത്തുന്ന സമയത്ത് നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ടല്ലോ, ഇറ്റ് പ്രൊഡ്യൂസ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. എന്ത് ഹോർമോൺ ഉണ്ടാക്കൂടാ? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ഉണ്ടാക്കും. ഇറ്റ് ആക്ട് ഓൺ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പോയി ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്താൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി വിൽ പ്രൊഡ്യൂസ് ഗൊണാഡോട്രോഫിൻസ്. നമ്മുടെ ബോഡിയിലെ ഗൊണാഡോട്രോഫിനുകളാണ് FSH-ഉം LH-ഉം. അപ്പോൾ GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ഇവിടെ ആക്ട് ചെയ്താൽ ഇവിടുന്ന് ഗൊണാഡോട്രോഫിൻസ് വരും, FSH-ഉം LH-ഉം. ആൻഡ് ദിസ് LH ആക്ട് ഓൺ ദ ലേഡിക് സെൽ. LH ടെസ്റ്റിസിലെ ലേഡിക് സെല്ലിൽ ആക്ട് ചെയ്യും. സോ ലേഡിക് സെൽ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ. ലേഡിക് സെൽ ആൻഡ്രോജൻ ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ്. അത് സ്പെർമാറ്റോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി അടുത്തത്, FSH ആക്ട് ഓൺ ദ സെർട്ടോളി സെൽ. FSH സെർട്ടോളി സെല്ലിൽ ആക്ട് ചെയ്യും. ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് സം ഫാക്ടേഴ്സ് നീഡഡ് ഫോർ സ്പെർമിയോജനസിസ്. സ്പെർമിയോജനസിസിന് ആവശ്യമായ ചില ഫാക്ടറുകളെ ആരുണ്ടാക്കൂടാ? സെർട്ടോളി സെൽ ഉണ്ടാക്കും. അപ്പോൾ സ്പെർമാറ്റോജനസിസ് കംപ്ലീറ്റ് ആയിട്ട് നടക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ടെസ്റ്റിസിന്റെ ഉൾഭാഗത്തെ കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഡയഗ്രാണ് ഈ തന്നിട്ടുള്ളത്. ഇത് മാർക്ക് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഇത് ഞാൻ നോക്കി ഓരോന്ന് പറയാനൊന്നും നിൽക്കുന്നില്ല. ഇത് മാർക്ക് ചെയ്യാൻ മസ്റ്റായിട്ട് പഠിക്കുക. ദെൻ സ്പേമിൻ്റെ സ്ട്രക്ചറാണിത്. ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയറിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് oogenesis. ഓക്കെ, സോ ലുക്ക്, oogenesisന്റെ പ്രത്യേകത ഇറ്റ് സ്റ്റാർട്ട് ഡ്യൂറിങ് എംബ്രിയോണിക് ലൈഫ്. എംബ്രിയോണിക് ലൈഫിൽ തന്നെ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് ജസ്റ്റ് ആഫ്റ്റർ പ്യൂബേർട്ടി അല്ല. അപ്പോൾ എംബ്രിയോണിക് ലൈഫിൽ തന്നെ നമുക്ക് ഫീമെയിലിൻ്റെ ഓവറിയിൽ ഊഗോണിയങ്ങൾ കാണാൻ പറ്റും. ആ ഊഗോണിയങ്ങളെല്ലാം തന്നെ ദേ സിംപ്ലി സ്റ്റാർട്ട് മിയോസിസ്. അവർ മിയോസിസ് സ്റ്റാർട്ട് ചെയ്യും. ദേ എൻ്റർ ദ പ്രോഫേസ് ഓഫ് മിയോസിസ് 1. അവർ മിയോസിസ് 1ൻ്റെ പ്രോഫേസിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യും. ആൻഡ് ദെൻ ദേ ആർ കോൾഡ് പ്രൈമറി ഊസൈറ്റ്സ്. അവർ ഡിവിഷനും നടന്നിട്ടില്ല, മിയോസിസ് ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഡിവിഷൻ നടന്ന് 2 സെല്ലുകളൊന്നുമായി മാറിയിട്ടില്ല. സോ ദേ ആർ ഡിപ്ലോയിഡ് ആണ്. ദേ ആർ കോൾഡ് പ്രൈമറി ഊസൈറ്റ്സ്. ഈ പ്രൈമറി ഊസൈറ്റ്സ് പിന്നീട് അവിടെ അങ്ങനെ നിൽക്കും, ഒന്നും സംഭവിക്കില്ല. സോ എംബ്രിയോണിക് ലൈഫിൽ ഫീമെയിലിൻ്റെ ഓവറി ഉണ്ടായി വരുമ്പോൾ തന്നെ ഓവറിയിൽ ഊഗോണിയങ്ങൾ രൂപപ്പെടും. ആ ഊഗോണിയം ദേ സ്റ്റാർട്ട് മിയോസിസ്, ദേ എൻ്റർ പ്രോഫേസ് ഓഫ് മിയോസിസ് 1, ദെൻ ദേ ആർ കോൾഡ് പ്രൈമറി ഊസൈറ്റ്സ്. ദ ഡെവലപ്മെൻറ്റ് ഈസ് അറസ്റ്റഡ് അറ്റ് ദാറ്റ് സ്റ്റേജ്. പിന്നെ ഒന്നും നടക്കൂല. പിന്നെ കുട്ടി ജനിച്ച് പുറത്തോട്ട് വന്ന് പ്യൂബേർട്ടി എത്തുമ്പോഴാണ് ഇയാൾക്ക് മിയോസിസ് 1 നടക്കുക.
സോ ദ പ്രൈമറി oocytes complete meiosis 1. നോക്കൂ, ഓരോ മാസവും ഓരോ പ്രൈമറി oocyte വെച്ച് meiosis 1 കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങും ആഫ്റ്റർ പ്യൂബർട്ടി. Okay, so it complete meiosis 1 only after puberty, and this is an unequal division. ഈ വലിയൊരു സെല്ലിന്റെ ഡിവിഷൻ നടന്നത് ന്യൂക്ലിയസ് രണ്ടുപേർക്കും പകുതി പകുതിയായി കിട്ടും, പക്ഷേ സൈറ്റോപ്ലാസത്തിന്റെ മേജർ എമൗണ്ട് ഒരാൾക്കാണ് കിട്ടുക. ആ മേജർ എമൗണ്ട് കിട്ടുന്ന ആളെ സെക്കൻഡറി oocyte എന്ന് വിളിക്കും. സൈറ്റോപ്ലാസത്തിന്റെ വളരെ ചെറിയ അളവ് കിട്ടുന്ന ആളെ ഫസ്റ്റ് പോളാർ ബോഡി എന്ന് വിളിക്കും. ഇതാണ് സംഭവിക്കുക. ക്ലിയർ ആണോ? അപ്പം ആക്ച്വലി ഫീമെയിലിൻ്റെ ഓവറിക്കകത്ത് ഈ പ്രൈമറി oocyteും സെക്കൻഡറി oocyteും ഒക്കെ ആക്ച്വലി ഇരിക്കുന്നത് ഫോളിക്കിളുകൾക്കുള്ളിലാണ്. ഫോളിക്കിളുകൾ എന്ന് പറഞ്ഞാൽ സെല്ലുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ചില സ്ട്രക്ചറുകളാണ്. യു ക്യാൻ സീ ദിസ് ഈസ് പ്രൈമറി ഫോളിക്കിൾ, ദിസ് ഈസ് ടേർഷ്യറി ഫോളിക്കിൾ, കുറച്ച് ഏറ്റവും വലിയ ഫോളിക്കിളാണ് ഗ്രേഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രേഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ആരാ ഉണ്ടാവുക എന്ന് വെച്ചാൽ മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ സെക്കൻഡറി oocyte ആണ് ഉണ്ടാവുക. മിയോസിസ് 2 കംപ്ലീറ്റ് ആയില്ല, മിയോസിസ് 1 കഴിഞ്ഞ സെക്കൻഡറി oocyte ആണ് ഉണ്ടാവുക. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് പൊട്ടുകയും ഈ സെക്കൻഡറി oocyteനെ പുറത്തോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഓവുലേഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. എന്താ വിളിക്കുക? ഓവുലേഷൻ. അങ്ങനെ ഓവുലേഷൻ നടന്ന് ഈ സെക്കൻഡറി oocyte പുറത്തോട്ട് റിലീസ് ആയിട്ടുണ്ട്. ആ സെക്കൻഡറി oocyte ഇപ്പോൾ മിയോസിസ് 1 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി മിയോസിസ് 2 കഴിയണം. ഈ സെക്കൻഡറി oocyteനെ എപ്പോഴാണ് മിയോസിസ് 2 കഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ സ്പേം ട്രൈ ടു എൻ്റർ ദിസ് ഓവം. ഈ ഓവം അല്ലെങ്കിൽ ഇയാൾ നമ്മൾ ഓവം എന്ന് വിളിക്കാറുണ്ട്, ആക്ച്വലി മെച്ചർ ഓവം അല്ല, ഇയാൾ സെക്കൻഡറി oocyte മാത്രമാണ്. പക്ഷേ ഈ സെക്കൻഡറി oocyteലേക്ക് സ്പേം കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഇയാൾക്ക് മിയോസിസ് 2 നടക്കുക. ദാറ്റ് മിയോസിസ് 2 ഈസ് ഓൾസോ ആൻ അൺഈക്വൽ ഡിവിഷൻ. ഇതൊരു അൺഈക്വൽ ഡിവിഷൻ ആണ്, ലീഡിങ് ടു ഫോർമേഷൻ ഓഫ് എ ഹാപ്ലോയിഡ് സെക്കൻഡ് പോളാർ ബോഡി ആൻഡ് എ മെച്ചർ ഓവം, അല്ലെങ്കിൽ നമ്മളിതിനെ ഊട്ടിഡ് എന്ന് വിളിക്കും. മെച്ചർ ഓവത്തെ ഊട്ടിഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് oogenesis. അപ്പോൾ oogenesisന്റെ പ്രത്യേകത, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ഒരൊറ്റ ഓവമേ ഉണ്ടാവുന്നുള്ളൂ. ബട്ട് സ്പെർമാറ്റോജെനസിസിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം കിട്ടുമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ഗൈസ്, ലുക്ക്, let's talk about menstrual cycle. The cyclical events starting from one menstruation till the next. ഇന്നിപ്പോൾ ഒരു ഫീമെയിലിനെ നമ്മളെടുത്താൽ, ഇന്ന് പെൺകുട്ടിക്ക് പീരീഡ്സ് ആയാൽ അല്ലേ, നിങ്ങൾക്ക് ഇന്ന് പീരീഡ്സ് ആയ പിന്നെ അടുത്തൊരു 28ാമത്തെ ദിവസമോ 29ാമത്തെ ദിവസമോ 30ാമത്തെ ദിവസമോ 31ാമത്തെ ദിവസമൊക്കെ ഞങ്ങൾക്ക് വീണ്ടും പീരീഡ്സ് ആവും. പിന്നെ അടുത്ത 31ാമത്തെ ദിവസം വീണ്ടും പീരീഡ്സ് ആവും. ഇങ്ങനെയാണ് റെഗുലർ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ദ സൈക്ലിക്കൽ ഇവൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ മെൻസ്ട്രേഷൻ ടിൽ ദ നെക്സ്റ്റ്. The cycle of events taking place in the female reproductive system from one menstruation till the next, that is called menstrual cycle. ഒരു മെൻസ്ട്രേഷൻ മുതൽ അടുത്തത് വരെ ഫീമെയിലിന്റെ ബോഡിയിൽ നടക്കുന്ന സൈക്കിൾ ഓഫ് ഇവൻസിനെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുക. Now what are the phases of menstrual cycle? ആദ്യം തന്നെ ആ മെൻസ്ട്രേഷൻ നടക്കുന്ന ഫേസ്, that is called menstrual phase. Okay, during which the endometrium of uterus undergo degeneration. അതാണ് menstrual blood ആയിട്ട് പുറത്തോട്ട് വരിക. അടുത്ത ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിന്റെ പ്രത്യേകത, ഡ്യൂറിങ് ദിസ് ഫേസ് ദ ഫോളിക്കിൾസ് ഇൻ ഓവറി സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. ഓവറിയിൽ ഫോളിക്കിൾസ് വലുതാവാൻ തുടങ്ങും. അതേ സമയത്ത് തന്നെ ഈ ഫോളിക്കിൾസ് ഈസ്ട്രോജൻ ഉണ്ടാക്കും. ആ ഈസ്ട്രോജന്റെ എഫക്റ്റിലൂടെ നശിച്ചുപോയ എൻഡോമെട്രിയം വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം ടേക്സ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടായി വരിക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം, ഫോളിക്കിൾസ് വളരുന്നതുകൊണ്ട് ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കാം. അതാണ് രണ്ടാമത്തെ ഫേസ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്, അങ്ങനെ ഫോളിക്കിൾസ് വളർന്ന് ഗ്രേഫിയൻ ഫോളിക്കിളായിട്ട് മാറി. അങ്ങനെ 14ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും, സെക്കൻഡറി oocyteനെ പുറത്തോട്ട് റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് ഓവുലേഷൻ, ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവുലേറ്ററി ഫേസ്. ദാറ്റ് ഈസ് അറ്റ് ദ 14th ഡേ, മിഡ് സൈക്കിൾ. ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 28 to 29 ഡേ ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് സൈക്കിൾ, അതിൻ്റെ പകുതി, അതാണ് 14th ഡേ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്രേഫിയൻ ഫോളിക്കിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഓവുലേഷൻ നടന്നു, ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഗ്രേഫിയൻ ഫോളിക്കിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ചേർന്ന് ഫോം എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. എന്താ കുട്ടികളെ? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറും. ദിസ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. അതാണ് അടുത്ത ഫേസ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. എന്താ വിളിക്കുക? ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. അടുത്തൊരു 14 ദിവസത്തോളം കോർപ്പസ് ലൂട്ടി അവിടെ നിൽക്കും. അയാൾ പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കും. പ്രൊജസ്റ്റിറോൺ മെയിൻറ്റെയിൻസ് ദ എൻഡോമെട്രിയത്തെ വളരെ നന്നായിട്ട് പ്രൊജസ്റ്റിറോൺ മെയിൻറ്റെയിൻ ചെയ്യും. 14 ദിവസം കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോകും. കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോയാൽ പിന്നെ എൻഡോമെട്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹോർമോൺ ഇല്ല. അപ്പോൾ എൻഡോമെട്രിയം വീണ്ടും നശിക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് നെക്സ്റ്റ് മെൻസ്ട്രൽ ഫേസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണെന്നറിയോ? ശ്രദ്ധിക്കുക. ഈ ഹോർമോൺസിന്റെ ലെവൽസ് ബേസ് ചെയ്ത് ചോദ്യം വരും. ഈസ്ട്രോജന്റെ ലെവൽ നോക്കടാ നിങ്ങൾ.
ഫോളിക്കുലാർ ഫേസിൽ ഒന്ന് കൂടുന്നുണ്ട്, ലൂട്ടിയൽ ഫേസിൽ വീണ്ടും കൂടുന്നുണ്ട്. അതേസമയത്ത് പ്രൊജസ്റ്റിറോണിൻ്റെ വാല്യൂ നോക്ക്, ലെവൽ നോക്ക്. ലൂട്ടിയൽ ഫേസിൽ മാത്രമാണ് കൂടുന്നത്. കാരണം പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? കോർപ്പസ് ലൂട്ടിയം വേണം. അതുകൊണ്ട് ലൂട്ടിയൽ ഫേസിൽ മാത്രമാണ് കൂടുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് മിഡ് സൈക്കിളിൽ 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മിഡ് സൈക്കിൾ ദ സെക്രീഷൻ ഓഫ് FSH ആൻഡ് LH ഗ്രാജുവലി ഇൻക്രീസസ്. FSHൻ്റെയും LHൻ്റെയും സെക്രീഷൻ പതിയെ കൂടുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് മിഡ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക്. ആൻഡ് അറ്റ് മിഡ് സൈക്കിൾ റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ഒക്കേഴ്സ്. LHൻ്റെ ഭയങ്കര സെക്രീഷൻ ഉണ്ടാവും ബ്ലഡിലേക്ക്. So there will be high concentration of LH in blood. ബ്ലഡിൽ LHൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും ആ സമയത്ത്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് LH surge. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ലീഡ് ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് LH in blood, ദാറ്റ് ഈസ് കോൾഡ് LH surge. ക്ലിയർ ആണല്ലോ? Now let's talk about fertilization and implantation. It takes place in the ambulary region. ആംബ്യുലയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എല്ലാ കോപ്പുലേഷനും എല്ലാ സെക്ഷൽ ഇൻ്റർകോഴ്സും ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കാത്തതെന്ന് ചോദിക്കും. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പേമും ഓവവും ഒരേ സമയത്ത് ആംബ്യുലയിലേക്ക് എത്തണം. സോ ഫോർ ഫെർട്ടിലൈസേഷൻ ടു ടേക്സ് പ്ലേസ്, ബോത്ത് സ്പേം ആൻഡ് ഓവം നീഡ് ടു ബി സൈമൾട്ടാനസ്ലി ട്രാൻസ്പോർട്ടഡ് ടു ആംബ്യുല. രണ്ടുപേരും ഒരേ സമയത്ത് ആംബ്യുലയിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് എല്ലാ കോപ്പുലേഷനും ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കാത്തത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now look, there is a diagram in your NCERT. ഇത് ആക്ച്വലി ഓവുലേഷൻ നടന്ന് റിലീസ് ചെയ്യുന്ന സെക്കൻഡറി യൂസൈറ്റിൻ്റെ പിക്ചറാണ്. യു ക്യാൻ സി സെക്കൻഡറി യൂസൈറ്റ് ഓർ ഓവം ഇൻ ദ സെൻറ്റർ. അതിന് ചുറ്റും സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയർ കാണാം. കൊറോണ റേഡിയേറ്റ എന്നറിയപ്പെടുന്ന കുറേ സെല്ലുകളുണ്ട്. ആ സെൽസ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ സോണ പെല്ലൂസിഡയുടെയും സെക്കൻഡറി യൂസൈറ്റ്, ഓവം എന്ന് വിളിക്കുന്ന സെക്കൻഡറി യൂസൈറ്റിൻ്റെയും ഇടയിൽ സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് പെരിവിറ്റലൈൻ സ്പേസ്. അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എനിവേ, അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായാലും ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. 2 സെല്ല്, 4 സെല്ല്, 8, 16, 32 സെല്ലുകളൊക്കെ ആയിട്ട് മാറും. ദീസ് സെൽസ് ആർ കോൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഈ സെല്ലിനെ നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ദീസ് സെൽസ് ആർ കോൾഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. നോക്കൂ, 8 മുതൽ 16 ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജിനെ 8 to 16 ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജിനെ നമ്മൾ മോറുല എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മോറുല. 32 ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും. ബ്ലാസ്റ്റോസിസ്റ്റിലെ സെല്ലുകൾ നിങ്ങൾ നോക്കിയാൽ ഒരു ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയർ കാണാം, ഇന്നർ സെൽമാസും കാണാൻ പറ്റും. യു ക്യാൻ സി ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയർ, ഇന്നർ സെൽമാസ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യും. അതിൻ്റെ ട്രോഫോബ്ലാസ്റ്റ് ലെയറാണ് അറ്റാച്ച് ചെയ്യുക. Okay, that is called implantation. Attachment of blastocyst to endometrium of uterus is called implantation. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ട്രോഫോബ്ലാസ്റ്റും യൂട്രസിൻ്റെ ചില ടിഷ്യൂകളൊക്കെ കൂടി ചേർന്നതേ ഫോം പ്ലാസെൻഡ. പ്ലാസെൻഡയ്ക്ക് പല ഫംഗ്ഷൻ ഉണ്ട്. കുട്ടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ അമ്മയിൽ നിന്ന് കുട്ടിക്ക് കൊടുക്കുക. കുട്ടി ഉണ്ടാക്കുന്ന വേസ്റ്റിനെ അമ്മയുടെ ബോഡിയിലേക്ക് തിരിച്ച് റിമൂവ് ചെയ്യുക. സോ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് ഫ്രം ഫീറ്റസ് ടു മദർ. പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഫീറ്റസ്. ഇതൊക്കെയാണ് ഫംഗ്ഷൻ. ഇത് ഓൾസോ പ്രൊഡ്യൂസ് സം ഹോർമോൺസ്. ഏതൊക്കെയാണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, സം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ, ഓൾസോ സം പ്രൊജസ്റ്റിറോൺ. ഇറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ. പ്ലാസെന്റ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. Now what are the different events occurring in embryonic development? Embryonic development ഓരോ മാസവും എന്താണ് ഉണ്ടാവുക? ആഫ്റ്റർ 1 month ഹാർട്ട് രൂപപ്പെടും. സ്റ്റെതസ്കോപ്പിലൂടെ ഹാർട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. ശരിക്കും അത് കേൾക്കൂല. നിങ്ങൾ അങ്ങനെ പഠിച്ചോ. ആക്ച്വലി 7ാം മാസത്തിലൊക്കെ നമ്മൾ ഹാർട്ട് സൗണ്ട് കേൾക്കുള്ളൂ. നമ്മളെ വിചാരം സ്റ്റെതസ്കോപ്പ് അങ്ങ് വെച്ച് കൊടുത്താൽ ഹാർട്ട് സൗണ്ട് അങ്ങ് കേട്ട് തുടങ്ങുന്ന കോപ്പ. നല്ല മെനക്കട ഹാർട്ട് സൗണ്ട് കിട്ടാൻ കേട്ടോ. നല്ല സ്റ്റെത്തൊക്കെ ആണെങ്കിൽ കിട്ടും. നല്ല സ്റ്റെതസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിക്ക് ഹാർട്ട് സൗണ്ട് കിട്ടും. 7ാം മാസമൊക്കെ ആവണം, അല്ലാണ്ടൊന്നും കിട്ടൂല. നിങ്ങൾ NCERT ഉണ്ടാക്കിയവരെ വിവരത്തിൻ്റെ ഓവറാണത്. NCERTക്കാർ പക്ഷേ ഉദ്ദേശിച്ച വേറെ കാര്യം. പക്ഷെ കേരള ബോർഡ് എക്സാമിന് ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി കോളം എയിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി കോളം ബിയിൽ ഹാർട്ട് സൗണ്ട് ത്രൂ സ്റ്റെതസ്കോപ്പ്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇജാതി മണ്ടത്തരാണ്. 1ാം മാസം ഒന്നും ഹാർട്ട് സൗണ്ട് കേൾക്കൂല സ്റ്റെതസ്കോപ്പിലൂടെ. പക്ഷേ ഇവരിങ്ങനെ ചോദിക്കും, ഓർക്ക് വിവരമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം അങ്ങനെ പഠിക്കാം. 1ാം മാസം ഹാർട്ട് സൗണ്ട് ത്രൂ സ്റ്റെതസ്കോപ്പ്. ഇനി 2ാം മാസം, ബൈ ദ എൻഡ് ഓഫ് 2nd month, 2ാം മാസം കഴിയുമ്പോൾ ദ ഫീറ്റസ് ഡെവലപ്പ് ലിംസ് ആൻഡ് ഡിജിറ്റ്. കുട്ടിക്ക് കൈകാലുകളും വിരലുകളും ഒക്കെ ഉണ്ടാവും. ഇനി 3ാം മാസം കഴിയുമ്പോൾ ബൈ ദ എൻഡ് ഓഫ് 12 week, അതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, 4 ആഴ്ച അല്ലെങ്കിൽ 3ാം മാസം. 3ാം മാസം കഴിയുമ്പോൾ മേജർ ഓർഗൻ സിസ്റ്റം ഡെവലപ്പ്. ബോഡിയിലെ എല്ലാ ഓർഗൻ സിസ്റ്റങ്ങളും, മെയിൻ ഓർഗൻ സിസ്റ്റങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യും. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ക്ലിയർ ആണല്ലോ? ഫാൾസ് ഇൻഫർമേഷൻ NCERT കുറേ മണ്ടത്തരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാരക മണ്ടത്തരം അത്. Now look,
ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ്, കുട്ടിയുടെ ആദ്യത്തെ അനക്കം, അതുപോലെ കുട്ടിയുടെ തലയിൽ മുടി വരുന്നതൊക്കെ 5th മന്തിലായിരിക്കും. നിങ്ങൾ ആദ്യത്തെ പ്രഗ്നൻസിയിലാട്ടോ അങ്ങനെ. രണ്ടാമത്തെയും മൂന്നാമത്തെയോ പ്രഗ്നൻസി ചിലപ്പോൾ 4-ാം മാസം തന്നെ അനക്കം കിട്ടും. പക്ഷേ സാധാരണ ആദ്യത്തെ പ്രഗ്നൻസിയിൽ 5-ാം മാസത്തിലാണ് കുട്ടിയുടെ ആദ്യത്തെ മൂവ്മെന്റ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യും കുട്ടി അനങ്ങുന്നത്, ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്. ഓക്കെ, തലയിൽ മുടി വരിക. ഇനി ബോഡിയിൽ മൊത്തം ഹെയർ ഡെവലപ്പ് ചെയ്യുക. കൺപോള അങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കുക. കൺപോള തുറക്കുക, കൺപീലി ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ 6-ാം മാസമാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിയുമ്പോൾ. ബൈ ദ എൻഡ് ഓഫ് സെക്കൻഡ് ട്രൈമസ്റ്റർ ദ ബേബി ഈസ് കവേർഡ് വിത്ത് ബോഡി ഹെയർ, അതാണ്. ആൻഡ് ഐലീഡ് സെപ്പറേറ്റ്, കൺപോളകൾ തുറക്കും, ഐലാഷസ് ഫോംഡ്, കൺപീലികൾ ഡെവലപ്പ് ചെയ്ത് വരും. ഇനി 9 മാസം കഴിയുമ്പോൾ, ദാറ്റ് ഈസ് 3 ട്രൈമസ്റ്റർ കഴിയുമ്പോൾ കുട്ടിയെ പ്രസവിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് പാർച്ചുറേഷൻ ഓർ ചൈൽഡ് ബർത്ത്. നോക്കൂ, ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി മെച്ചുവേർഡ് ഫീറ്റസ്, പൂർണ്ണ വളർച്ച എത്തിയ ഫീറ്റസും പ്ലാസൻ്റെയും ദേ പ്രൊഡ്യൂസ് സം സിഗ്നൽസ്. ആ സിഗ്നൽ കാരണം ദാറ്റ് കോസ് മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ്, യൂട്രസ് പതിയെ കൺട്രാക്റ്റ് ആവാൻ തുടങ്ങും. That causes mild uterine contractions, and this is called fetal ejection reflex. So fully developed placenta and fetus produce some signals which lead to mild contraction of uterus. Uterus പതിയെ contract ആവാൻ തുടങ്ങും, and that is called fetal ejection reflex. അടുത്ത നമ്മൾ ചോദിക്കും ചൈൽഡ് ബർത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ, മെയിൻ ഹോർമോൺ. പ്രസവത്തിന് സമയത്ത് യൂട്രസ് ഇങ്ങനെ സ്ട്രോങ് ആയി കൺട്രാക്ട് ചെയ്യുക. അങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ആരാടാ? ഓക്സിറ്റോസിൻ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലാക്ടേഷൻ. ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാകുന്ന മഞ്ഞപ്പാൽ എന്താ വിളിക്കുക? കൊളസ്ട്രം. അതിലെന്തുണ്ട്? IgA ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഇമ്മ്യൂണിറ്റി ഓഫ് ഫീറ്റസ്. ക്ലിയർ ആണോ? യെസ്, ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടു. റിലാക്സിന് അല്ലേ. നമുക്ക് നമ്മുടെ പ്രഗ്നൻസിയുടെ അവസാന സമയമാകുമ്പോൾ, അതും മണ്ടത്തരാ, അതും NCERT-കാർ, ഇവന്മാർക്ക് ബോധവും ബുദ്ധി ഇല്ലടാ. അതേപോലെ ഇത് NCERT-കാർ കൊടുത്തൊരു മണ്ടത്തരാ. പക്ഷെ നമ്മൾ അങ്ങനെ പഠിക്കാം. പ്രഗ്നൻസിയുടെ അവസാന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഓവറിയിൽ നിന്ന് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടായി വരും എന്നാണ് പറയുന്നത്. എന്തുണ്ടാവും അത്രേ? റിലാക്സിൻ. പഠിച്ചോളൂ കേട്ടോ, റിലാക്സിൻ. ഇത് മണ്ടന്മാരെന്നറിയോ ഇവന്മാര്? ബോധവുമില്ല, കഥയുമില്ല. റിലാക്സിൻ. റെഡിയാണല്ലോ? ശരി, റെഡിയാണോ ഗൈസ്? അടുത്ത ചാപ്റ്റർ പോരട്ടെ. ആദ്യത്തെ ഞാൻ വയ്യ, ഞാൻ നിർത്തുക, എന്നെ കൊണ്ട് ഇനി വയ്യ ഗൈസ്, ഞാൻ തളർന്നു. മറ്റേ ഏത് സിനിമയിലാ? ഒരു സിനിമയില്ല, നന്ദനത്തിലല്ലേ, ജഗതി വന്നിട്ട് ഇങ്ങനെ നിർത്തണ്ടല്ലോ, അതുപോലെ ഞാൻ ഇങ്ങനെ നിൽക്കുക. ഞാൻ ടയേർഡായി. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എന്നോട് അടുത്തെടുക്കാൻ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഒരു ചാപ്റ്റർ കൂടിയല്ലോ, ഒരു കുഞ്ഞ് ചാപ്റ്റർ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നാളെ എടുത്താൽ പോരെ? വാട്ട് യു ഫീൽ? തോന്നുന്നുണ്ടോ? നാളെ എടുക്കാം സാർ, താങ്ക് യു. 5 മിനിറ്റ് റെസ്റ്റ്. എടാ മതിയടാ, നിങ്ങൾ ഉറങ്ങിക്കോ. നാളെ എടുത്ത് ഒരു ചാപ്റ്ററല്ലേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ. അതിനകത്ത് ആകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. സാർ സോളജി ഒന്നും അറിയില്ലാന്ന്. പൊന്നു മോനെ, രാവിലെ മുതൽ ഈ നേരം വരെ നമ്മൾ സോളജി അല്ലേ പഠിച്ചത്, എന്നിട്ടൊന്നും അറിയില്ല? അത് തോന്നുകയാവും. ഓക്കെ, ബൈ. ഞാൻ ആടി കളിക്കാം. എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വിളിക്കട്ടെ. എന്നെ ഇവിടുന്ന് ഏറ്റി കൊണ്ടുപോകേണ്ടി വരും. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ആ 10 മിനിറ്റ് റെസ്റ്റ്. ക്ലാസ് സ്റ്റാർട്ട് അറ്റ് 12 PM. 12 AM ആടാ മണ്ട, 12 PM അല്ല. മിനിഞ്ഞാന്നത്തെ ലൈവ് എന്താ സംഭവിച്ചത്? അത് ഭയങ്കരമായ സ്റ്റോറി, പെരിയ സ്റ്റോറി. ഞാൻ ചൊല്ലക്കൂടാതെ. ഓക്കെ, ചൊല്ല മാട്ടേൻ. സോളജി പഠിച്ചു തുടങ്ങി. സോളജി നാളെ പഠിച്ചു തുടങ്ങിയാൽ പോരെ? അപ്പം നിങ്ങളിപ്പോൾ ഇത്രയും നേരം എന്തായിരുന്നു? പോണ്ടാന്നോ? അങ്ങനെ പറയലടാ, പോട്ടെ. കുറെ ആൾക്കാർ പോണ്ടാ പറയുന്നത്. നമ്മൾ ക്ലാസ് എടുത്തിയ പിന്നെ അവരെ കമന്റ് ബോക്സിലെ കളി നടക്കൂല വെച്ചിട്ടാവും അല്ലേ? ഓക്കെ, ശരി. സോ ഗൈസ്,
താങ്ക് യു ഫോർ ബീങ് ഹിയർ. മോർ ദാൻ ദാറ്റ് നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പ്ലസ് ടു. കാരണം ഞാൻ എപ്പം പറയില്ലേ, ഇനിയും ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകൾ നിങ്ങൾക്ക് ചേഞ്ച് ലൈക്ക് അതിനോ മാത്സ് എക്സാം കുറച്ച് ടഫായിരുന്നല്ലോ, അത് ഒരുത്തനും എഴുതിയിട്ടുണ്ടാവില്ലടാ, പേടിക്കണ്ട. നിങ്ങൾക്ക് ടഫ് ചെയ്യുന്നെങ്കിൽ പെരിയ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ, നിങ്ങൾക്ക് ടഫ് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും. അപ്പോൾ ആർക്കും അതിൽ കാര്യമായിട്ട് മാർക്ക് ഉണ്ടാവില്ല, പേടിക്കണ്ട. അപ്പോൾ നമ്മൾ അഡ്മിഷനെ ബാധിക്കില്ല. എന്തിനാ പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് കിട്ടി ഫ്ലക്സ് വെക്കാനൊന്നുമില്ല. പിന്നെ പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് കിട്ടി 10ാം ക്ലാസ്സിലൊക്കെ ഫ്ലക്സ് വെച്ചവരപ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. നമുക്ക് നല്ല ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടണം, ദാറ്റ് ഈസ് ഓൺലി എയിം. അപ്പോൾ ലോകത്തെ എല്ലാവർക്കും, കേരളത്തിൽ എല്ലാവർക്കും മാർക്ക് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലടാ, നമ്മൾ അഡ്മിഷനെ ബാധിക്കില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ക്യാമ്പസിലേക്ക് എത്തിപ്പെടണം. എന്നിട്ട് മനോഹരമായൊരു ക്യാമ്പസ് ജീവിതം നയിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, നല്ല അടിപൊളി ക്യാമ്പസുകളിൽ പോയി പഠിക്കണം. അടിപൊളി ഞാൻ ഉദ്ദേശിച്ചത് യെസ്, എല്ലാ രീതിയിലും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളോട് ഞാൻ ഇത് പറയേണ്ട കാര്യമില്ല അല്ലേ. ഐ എം സെയിങ് ദ സെയിം ഫോർ പാസ്റ്റ് 2.5 years മേ ബി. കാരണം നമ്മൾ കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്ലാസ്. അപ്പോൾ നോക്ക്, അടിപൊളിയായിട്ട് നമുക്ക് എത്തിപ്പെടണം. നമ്മുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നമുക്ക് കയറിപ്പോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയുള്ള ഒരു പോയിൻ്റാണിത്. അപ്പോൾ ലാസ്റ്റ് എക്സാംസ് ആണ് ഇനി വരുന്നത് അല്ലേ. അപ്പോൾ യെസ്, അടിപൊളിയായിട്ട് നിങ്ങൾക്കൊക്കെ പറ്റട്ടെ. ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ CMCയിൽ വരണം. CMC എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഡോക്ടർ ആവണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക്, ഇഷ്ടപ്പെട്ട ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റട്ടെ. ലവ് യു ഓൾ. പിന്നെ ക്ലാസ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ കമൻറ്റ് ബോക്സിലുള്ള ചിലവന്മാരെ കാണുമ്പോഴേ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്ന കുറേ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യു പീപ്പിൾ, ഐ നോ യു ആർ കമ്മിങ് സീരിയസ്ലി ടു സ്റ്റഡി. പക്ഷേ കുറേ ആൾക്കാരുണ്ട് വെറുതെ നമ്മളെ എന്താ പറയുക, എനിക്കതൊന്നും എഗ്രി ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയില്ല. അതർവൈസ് നിങ്ങളെല്ലാവരും രക്ഷപ്പെടട്ടെ, നിങ്ങളെല്ലാവരും നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ. മനോഹരമായൊരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ. പിന്നെ ഏതൊരു സുര ഉണ്ടായിരുന്നു, സുര എനിക്ക് പെണ്ണെല്ലാം നോക്കി തരാ പറഞ്ഞിരുന്നു. സുര അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക അല്ലേ. സുര പ്രത്യേകം ഡോക്ടറാണോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുര ബ്രോക്കർ, നമ്മൾ ക്ലാസ് ബ്രോക്കേഴ്സ് എല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഓക്കെ ശരി, അപ്പോൾ ശരി, നാളെ കാണാം, ബൈ. സാർ ഒരു ഹായ് പറയുന്നു, അബ്ദുൽ അസീസ് പട്ടായി. ഓക്കെ അസീസ് ഹായ്. ഓക്കെ ശരി, ബൈ. സുര പോയി തോന്നുന്നു, ബ്രോക്കർ സുര. ശരിയാടാ, കാണാം.